ഞാൻ വായക്കാട് പോയി കഴിഞ്ഞ ദിവസം. വായക്കാട് പോയിട്ട് നൂറെ അജ്മീർ എന്ന് പറയുന്ന അവിടെ പറയുന്നത് എന്താണ്, അജ്മീറിലെ പാപ്പ അയാൾ മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ മൊയ്ലിയാർക്ക്. വായക്കാട്ടുകാരൻ മൊയ്ലിയാർ, ആ മൊയ്ലിയാർ അവിടെ ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാരാ വരുന്നത്. മോരും മുതിരയും വെച്ച മാതിരിയാ. അവിടെ രാവെന്നോ പകലെന്നോ 12 മണിയെന്നോ രാത്രി 1 മണിയെന്നോ ആണും പെണ്ണും ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങുക വരെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വിഷയം അവർക്കില്ല. പട്ടാപ്പകല് 12 മണിക്ക് പള്ളിയിൽ പെണ്ണിന്റെ ഗേറ്റിൽ ഇറക്കി ആ പെണ്ണുങ്ങൾ മാത്രം ഇരിക്കുന്ന പള്ളിയിൽ പോയാൽ ഹറാമാണ്. മൊയ്ലിയാമാര് മൂർക്കം പാമ്പിന്റെ മാതിരി കഴുത്തിലേക്ക് ചാടും. നേരെ മറിച്ച് സ്ത്രീയുടെ മാറും പുരുഷന്റെ മാറും ഇങ്ങനെ കൂട്ടി വരുന്നത് മാത്രമല്ല, അവർക്ക് ലൈംഗിക തൃഷ്ണ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് നൂറെ അജ്മീറിൽ. എന്നാലും അത് ഹറാമാവില്ല. എന്താ, മൊയ്ലിയാമാർക്ക് വരുമാനം കിട്ടുന്ന കാര്യമാണ്. ക്ഷമിക്കണം, അവിടെ ഹറാമില്ല. കാരണം എന്താ, പൈസ കിട്ടുകയാണ്, പൈസയാണ് പ്രധാനം. എന്നിട്ട് പറയുന്നത് എന്താണ്, ഇത് മയ്യത്ത് കുളിപ്പിച്ച ബക്കറ്റാണ്. അതിൽ ലേലം ചെയ്യാണ് ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക്. അവിടെ വാങ്ങിയിട്ടോ വീട്ടിലേക്ക് പോകുന്നവനോ ആ ബക്കറ്റ് വാങ്ങി വീട്ടിൽ ചെന്ന ബാപ്പ വേ മരിച്ചോളി മയ്യത്ത് കുളിപ്പിച്ച ബക്കറ്റ എന്ന് പറയാനോ? എന്തിനാത്? ആളെ പറ്റിക്കുക. 10 ഉറുപ്പ്യൻ്റെ കോഴിമുട്ട 10 ലക്ഷത്തിന് വെക്കുക. നിങ്ങളെ മുത്തെടുത്തുകാരനാണ് ഓവജാൽ നമുക്ക് ഗട്ടറിന് മുക്കിയ വെള്ളം വാവാട് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് വെച്ചോളി, ഇത് നബീന്റെ മുടിയിട്ട വെള്ളാന്ന് ഞാൻ പറഞ്ഞോളൂ, 25,000 വിറ്റ് കളയുന്നു. എന്താ കാരണം? ഈ മുന്നിലിരിക്കുന്ന ആളുകളെ എങ്ങനെയും പറ്റിക്കാം. കാരണം എന്താ, പൊതുജനം എന്തോന്നാണെന്ന് പറയാറുണ്ട്. ഞാൻ ആ പരി പറഞ്ഞിട്ട് നിങ്ങളെ ചൊടിപ്പിക്കില്ല, ചിന്തിക്കൂല, തലച്ചോറ് കൊടുക്കൂല. ഉസ്താദ് പറഞ്ഞാൽ അപ്പടി വിശ്വസിക്കും. ഇവിടെ അല്ലാഹ് എന്താ പറയണേ? പടച്ചോനെ ഇരട്ടി ശിക്ഷ കൊടുക്ക്, ദുനിയാവിൽ ഞങ്ങളെ പറ്റിച്ചവരാണ്, ദുനിയാവിൽ ഞങ്ങളെ പറ്റിച്ചവരാണ് ഉസ്താദാണ്. ഇനി അതിൽ അത്ഭുതകരമായ ഒരു വാചകം എന്താ അറിയോ? ഇത് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 വചനം. ഇതിനേക്കാൾ ഈ മഹ്ശറയിൽ നേതാക്കന്മാരും അനുയായികളും വേർപിരിയുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. രാഷ്ട്രീയ നേതൃത്വം, അതായത് ദുനിയാവിലെ ഭൗതിക നേതൃത്വത്തെക്കുറിച്ചല്ല അവിടെ ചർച്ച. ആത്മീയ നേതൃത്വം നൽകിയവരും അനുയായികളും വേർപിരിയുമെന്ന് ഖുർആൻ. എന്തുകൊണ്ടറിയോ? ആഖിറത്തിലേക്കുള്ള രക്ഷയുടെ ഭാഗമായിട്ട് പിണറായി വിജയനെ ഇവിടെ ഒരാളും കാണുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. വി.ഡി. സതീശൻ ആരെങ്കിലും ആഖിറത്തിലെ വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് കാണുന്നുണ്ടോ? പക്ഷെ പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനിയെ ആഖിറത്തിലേക്ക് വൈകാണിക്കുന്ന ആളായിട്ടാണ് വിശ്വത്തിന്റെ ആളുകൾ കാണുന്നത്. കുഞ്ഞു മുഹമ്മദ് മദനി ഭർപ്പൂരിനെ അങ്ങനെ കാണുന്നത്, ഹുസൈൻ സെൽഫിനെ അങ്ങനെ കാണുന്നത്, എന്നെ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്, കാന്തപുരത്തിന് കാണുന്നത് അങ്ങനെയാണ്, ഇ.കെ.പി. സുനിൽ കാണുന്നത് അങ്ങനെയാണ്. ഇല്ലേ?
അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്, ഇത് അത് മറക്കരുത്. സൂറത്ത് ബഖറ 165, 166, 167. എന്താ അറിയോ, ആഖിറത്തിൽ ചെന്നിട്ട് മനുഷ്യന്മാരെ ഇത് ശരിക്കും ആലോചിക്കേണ്ട ഒരു പോയിന്റാണ്. ഇവിടെ നിന്ന് എന്താ പറയുന്നത്, ഇവിടുന്ന് സിയമടപൂരിന് കഴിവുണ്ടെന്ന്, അജ്മീർ ബാബാക്ക് കഴിവുണ്ടെന്ന്, മമ്പർ തങ്ങൾക്ക് കഴിവുണ്ടെന്ന്. എന്തിന് കഴിവുണ്ടെന്ന്? എല്ലാറ്റിനും. അള്ളാഹ്ക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ ഉണ്ട് എന്ന്. അള്ളാഹിനേക്കാൾ ഒരു പടി മുന്നിലാണ് എന്നും ഞാൻ വെറുതെ പറയല്ല കേട്ടോ. ക്ലിപ്പിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരായിരുന്നു. അള്ളയാണോ മേലെ, മൊയ്തീൻ ഷെയ്ഖ് ആണോ എന്ന് ചോദിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് ആണ് എന്ന് പറയുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് കേൾക്കണം? കാന്തപുരാണോ വലുത്, അള്ളയാണോ? കാന്തപുരാണ് എന്ന് പ്രസംഗിച്ച ആൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. പകരാ മുഹമ്മദ് ഹസനി എന്നാണ് അയാളുടെ പേര്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മക്കൾ ബാപ്പാനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലേ? എല്ലാ കാര്യവും മക്കളോട് ചോദിച്ച് ചെയ്യുന്നൊരു ബാപ്പാന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നടപ്പാക്കണമെങ്കിൽ കാന്തപുരത്തോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്നൊരവസ്ഥ അള്ളാഹ്ക്കുണ്ടെങ്കിൽ അള്ളാഹിന്റെ അവസ്ഥ എന്താ? അത് പ്രസംഗിച്ച ആളാണ് പരാസനി. മനസ്സിലായിക്കോളെ. ഇപ്പൊ എന്താ പാട്ട് അറിയോ? മണ്ണാർക്കാട്ടുകാരനൊരു മൊയിലാരിറ്റി ഉണ്ട്. അവന്റെ പാട്ട് എന്താണ്? മാലിക്കുൽ മുലൂക്കായ സി എം മടവൂരേൻ, അർശിന്റെ നാഥനായ സി എം മടവൂരേൻ. എങ്ങനെ? മാലിക്കുൽ മുലൂക്കായ റബ്ബേ എന്നല്ലേ നമ്മൾ ഇന്ന് വരെ പറഞ്ഞ്, APK സുന്നിയൊക്കെ പറഞ്ഞ്. ഇപ്പൊ പറയുന്നത് എന്താണ്? മാലിക്കുൽ മുലൂക്കായ സി എം മടവൂരേ, അർശിന്റെ നാഥനായ സി എം മടവൂരേ. എവിടെ എത്തി നമ്മുടെ കൗമ്? ഞാൻ വെറുതെ പറയല്ലേ, എന്റെ ഫോണിലുണ്ട് ആ പാട്ട്. അങ്ങനെ ആ കുട്ടി പാടുന്നത് എന്തുകൊണ്ടാണ്? കാന്തപുര ഉസ്താദ് പറഞ്ഞു കൊടുത്തു അതാണ്. നമ്മൾ സാധാരണ പറയും ഉസ്താദ് നിന്ന് മൂത്രയിച്ചാൽ കുട്ടികൾ നടന്ന് മൂത്രയിക്കുന്നു. EK പണ്ഡിതന്മാരും AP പണ്ഡിതന്മാരുമാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിലേക്ക് എത്തിക്കുന്നത്. വേറെ ആരുമല്ല, സംഘപരിവാരം ഒരൊറ്റ മുസ്ലിമിനെയും നരകത്തിലെത്തിക്കൂല. ആ ബേജാർ നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇഹലോകത്ത് ഒരു ചില ബുദ്ധിമുട്ടുണ്ടാക്കും, പരലോകത്തും ഇഹലോകത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതും ഉണ്ട്. അതിൽപ്പെട്ട കുഫറിന്റെ പ്രത്യയശാസ്ത്രന്റെ ലോകത്ത്, കുഫറിനാൽ പടക്കപ്പെട്ട പ്രത്യയശാസ്ത്രം, കുഫറിന്റെ വാചകം മാത്രമല്ല പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തെ സ്വീകരിച്ച രണ്ട് ലോകവും നഷ്ട. സംഘപരിവാരം നമ്മുടെ ദുനിയാവെ നഷ്ടപ്പെടുത്തു, ആഖിറ നഷ്ടപ്പെടുത്തില്ല. മൊയ്ലിയന്മാർ നമ്മുടെ ആഖിറ നഷ്ടപ്പെടുത്തുന്നത് ചെറിയ കാര്യമല്ല അത്. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് ബഖറയിൽ എന്ത് പറയുന്നത്? ഇവിടെ വെച്ച് പറയും മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ട്. ആഖിറത്തിൽ വന്നിട്ട് കാന്തപുരം പറയുന്ന അല്ല പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തപുര അനുയായികളോട് പറയത്രേ, എന്ത്? അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, സകല ശക്തിയും അല്ലാഹ്ക്കാണ്. എവിടുന്ന്? പരലോകത്തെത്തിയിട്ട് അനുയായികളെ നിർത്തിയിട്ട് നേതാവ് പറയണത് എല്ലാ കഴിവും അല്ലാഹ്ക്കാണ്. മൊയ്തീൻ ഷെയ്ഖിന് കുട്ടികളെ ജീവിപ്പിക്കാനുള്ള, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്, ആണിനെ പെണ്ണാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചില്ലേ? അത് നിങ്ങളെ പണം മിണുങ്ങാനുള്ള തട്ടിപ്പായിരുന്നു. ഇത് അള്ളാന്റെ മുജാഹിദ് ബാലുശ്ശേരി വെറുതെ പറയല്ല. കയ്യിൽ ഫോണുള്ളവരൊക്കെ എടുത്തോ. സൂറത്ത് ബഖറ 165 എടുക്ക്, 166, 167. അതിൽ പറയാണ്, കാന്തപുരം പറയാണ്, ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയാണ് പരലോകത്ത് വന്നിട്ട് അനുയായികളോടെ, അന്ന് നിങ്ങളോട് ഭൂമിയിൽ വെച്ച് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഇന്ന ദർഗയിലൊക്കെ പൊയ്ക്കൊള്ളി, അവിടെ ഉള്ളവർക്കൊക്കെ ഇന്ന കഴിവുണ്ട്, രോഗം മാറ്റാനുള്ള കഴിവുണ്ട്, കുട്ടിന് തരാനുള്ള കഴിവുണ്ട്, എല്ലാറ്റിനുള്ള കഴിവുണ്ട്, വിമാനം പിടിച്ചേക്കാനുള്ള കഴിവുണ്ട്, ട്രെയിൻ നടത്താനുള്ള കഴിവുണ്ട്, ആണിനും പെണ്ണാക്കാനുള്ള കഴിവുണ്ട്, ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച ആൺകുട്ടിയെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ നിങ്ങളോട് ഇവിടെ വെച്ച് പറയണെന്നറിയോ? അന്നൽ കൂവത്തൽ. അതെപ്പോഴാണ്? അതുകൂടെ ആ ഭാഗവും കൂടെ പറഞ്ഞാലാണ് പൂർണ്ണാകുക. ആ വാചകം എങ്ങനെ അറിയോ? വലൗ യറല്ലദീന ളലമു, അർത്ഥം വെച്ച് നോക്കി നിങ്ങള്. വലൗ യറല്ലദീന ളലമു ഇത് യറൗനൽ. നോക്കൂ, ഇത് യറൗനൽ അല്ല യറൗനൽ അദാബ് ശിക്ഷയെ അവർ നേരിട്ട് കാണുന്ന ദിവസം അപ്പൊ അവർ പറയും എന്ത്? അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. അവിടെ തട്ടിപ്പടക്കൂല, അവിടെ പടച്ചോന്റെ മുമ്പിൽ നുണറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ വെച്ച് കാന്തപുരം പറയും എന്ത്? കഴിവ് അല്ലാഹ്ക്ക് മാത്രമാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? ഇത് ഈ നേതാക്കന്മാർ അനുയായികളെ വിട്ടുമാറും, മെല്ലെ എസ്കേപ്പ് ആവും. മെല്ലെ പണ്ട് ഇബിലീസ് ബദർ യുദ്ധത്തിന് എസ്കേപ്പ് ആയപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ കാണാത്ത ചിലത് ഞാൻ കാണുന്നുണ്ട് എന്നാണ് മുമ്പ് അവിടെ നിന്ന് മുങ്ങുണ്ട്. ആ ഇബിലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാന്തപുരം എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് പറയും, ഞാൻ എസ്കേപ്പ് ആകുകയാണ്, എൻ്റെ കൈ മുത്തിയോലെ കാല് മുത്തിയോലെ നിങ്ങളെ കാര്യം കട്ടപ്പുകയാണ്. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, കഴിവ് മുഴുവനും പടച്ചവനാണ്. ഇത് തബറ അല്ലദീന തുബിഉ മിനൽ ലജി. ഈ കാര്യം ഉണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ ഒരാമുഖമില്ലാത്ത വിഷയത്തിൽ വന്നതാണ്, ഒരാമുഖമില്ലാത്ത വിഷയം പൂർത്തിയാക്കുകയാണ്. ശരിക്കും ചിന്തിച്ചോ, എല്ലാവരും ചിന്തിച്ചോ അവിടെ വെച്ചിട്ട്. എന്നിട്ട് അനുയായികൾ അവിടെ വെച്ച് പിന്നെ അള്ളാഹിനോട് പറയണത് എന്താ അറിയോ? അള്ളാഹുവേ, ഇവിടെ വെച്ചിട്ട് ഈ ചതിയന്മാർ
ഞങ്ങൾ കൈമുത്തി, ഞങ്ങൾ ചിക്കൻ കൊടുത്ത്, മട്ടൻ കൊടുത്ത്, വള ഊരി കൊടുത്ത്, ഞങ്ങളുടെ സകല ചങ്കും കൊടുത്ത്, മാനവും കൊടുത്ത്, ചില പെണ്ണുങ്ങളെങ്കിലും അങ്ങനെയും പറയും, ഞങ്ങളുടെ മാനവും കൊടുത്ത് എല്ലാം ചെയ്തിട്ട് പടച്ചോനെ ഇവിടെ വെച്ചിട്ട് ഈ ഹമുക്കൾ പറയാണ് കഴിവ് മുഴുവനും നിനക്കായിരുന്നു, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളെ പറ്റിക്കായിരുന്നു, ഇപ്പം ഇവർ ഞങ്ങളെ വിട്ട് മാറുകയാണ്. എന്നിട്ട് മനുഷ്യൻ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്തറിയോ? അള്ളാഹുവെ മുണ്ടയിലേക്ക്, എടക്കരയിലേക്ക്, ചുങ്കത്തറയിലേക്ക്, നിലമ്പൂരിലേക്ക്, എടവണ്ണയിലേക്ക്, ഒതായിലേക്ക്, അരീക്കോടേക്ക്, മുക്കത്തേക്ക്, താമരശ്ശേരിക്ക്, ബാലുശ്ശേരിക്ക് ഒരു മടക്കം തരണേ അല്ലാ. എന്തിനാത്? അവരെ പറയുന്നുണ്ട്, എന്തിനാത്? പടച്ചോനെ ഇവിടെ വെച്ച് വരെ ഞങ്ങളെ വിട്ടുപോയല്ലോ. അതുപോലെ ദുനിയാവിലെ മുണ്ടയിലെ മഹല്ല് മസ്ജിദ് കയറിയിട്ട് EK സുന്നിന്റെ പള്ളി കയറിയിട്ട് ഉസ്താദിനോട് പോടാ എന്ന് പറയാൻ റബ്ബെ അവസരം തരണേ എന്ന് ആഖിറത്തിൽ വിലപിക്കുമെന്ന് റബ്ബ പറയുന്നത്. മുജാഹിദ് പറഞ്ഞ ശരിയല്ല, മനസ്സിലായിക്കോളെ. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. പറയണമെന്ന് വിചാരിക്കുന്ന പോലും പറയില്ല. ഓലെ മനസ്സിൽ ഇത് കയറി കിടക്കണില്ല. ഞാൻ നിങ്ങളോട് വിശുദ്ധത്തിൻ്റെ വേദിയിൽ പറയുന്നത് എന്തുകൊണ്ടറിയോ? ഇതാണ് സത്യം. ഇനി നിങ്ങൾ ഖുർആൻ്റെ ഒരു വചനം കൂടെ കേട്ടോ. ഈ യായുവല്ലദീന ആമനു എന്ന് വിളിക്കുന്നത് ആരെയാ? ഇവിടുത്തെ ഗണേശനെയും സുരേന്ദ്രനെയും ഇവിടുത്തെ ക്രിസ്ത്യാനിനെയും ഒന്നും അല്ലാന്ന് ഉറപ്പാ. പിന്നെ ആരെയാ? ആരാ അത്? ആമിനാനെയും അബ്ദുല്ലാനെയും അബ്ദുൽ ഖാദറിനെയും അബൂബക്കറിനെയും ഒക്കെ വിളിക്കണേ. എല്ലാവരും വിളിച്ചിട്ട് അല്ല പറയണത്, തീർച്ചയായും ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയഖുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവിടെ എന്താ പറയുന്നത്? നിങ്ങളെ കോൺഗ്രസിൻ്റെ നേതൃത്വം, നിങ്ങളുടെ CPM-ൻ്റെ നേതൃത്വം, നിങ്ങളുടെ ലീഗിൻ്റെ നേതൃത്വം, നിങ്ങളുടെ SDIP-യുടെ നേതൃത്വം, നിങ്ങളുടെ എന്താ പറയുക വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വം, നിങ്ങളുടെ BJP-ൻ്റെ നേതൃത്വം എന്നൊന്നല്ല അവിടെ പറയുന്നത്. നിങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാർ നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരും അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്നവരും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്തറിയോ? ജനങ്ങളുടെ ധനം അന്യായമായി തിന്നണേ കറക്റ്റ് ദീനിൽ നിന്ന് തെറ്റിച്ചാലേ പറ്റൂ. കാരണം ദീനിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറ്റൂല? അത് പറ്റൂല. അത് പറയുന്ന ഒരു വാചകം കേട്ടോ. ഒരുപാട് വചനമുണ്ട്, ആവർത്തിച്ചു വരുന്ന വചനം. സൂറത്ത് ഷുറായിലാണ്, 26-ാം അധ്യായമാണ്, 127-ാമത്തെ വചനമാണ്, 145-ാമത്തെ വചനമാണ്, 160-ാമത്തെ വചനമാണ്, 180-ാമത്തെ വചനം, അതിലൊക്കെ ഉണ്ട്. സൂറത്ത് യാസീനിൽ ഇതുണ്ട്. ഏതാ? വജാഅ മിൻ അക്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഖ്തദൂൻ. വജാഅ മിൻ അക്സൽ മദീന. നോക്കൂ, ഒരു നാട്, നമ്മൾ മുണ്ട, അവിടെ ഒരു നബി വന്നു. ആ നബി പ്രസംഗിച്ചു, വേറൊരു നബി വന്നു, വേറൊരു നബി വന്നു, ഒരേ സമയത്ത് 3 നബിമാർ. ഈ നബിമാർ വന്നിട്ട് അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. ഇപ്പം ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ടാവും. എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പല്ല് ഞെരിയുകയും പല്ല് കഴിഞ്ഞുകയും ചെയ്തവരുണ്ടാവും. അത് സ്വാഭാവികമായി, ഇല്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. എൻ്റെ പേര് കേട്ടിട്ട് ദേഷ്യം പിടിച്ചില്ലേ പിന്നെ ഓൻ മനുഷ്യനല്ല. ഓൻ ദേഷ്യം പിടിക്കണം. കാരണം എന്താ? ഓൻ്റെ സകല തോന്നിയാസത്തെയും യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പറിച്ച് കീറിക്കളയും. പൊറാട്ട കീറുന്ന മാതിരി ഉണ്ടല്ലേ? നല്ല നാടൻ ബീഫിൻ്റെ മുമ്പിൽ പൊറാട്ട കിട്ടിയ കീറുന്ന കീറില്ലേ? അതുപോലെ. അത് വേറൊന്നും കൊണ്ടല്ല, ആഖിറത്തിൽ രക്ഷപ്പെടാനാ. ദുനിയാവിൽ എന്ത് കഷ്ടപ്പെട്ടോട്ടെ, ദുനിയാവിൽ ആരും വിളിച്ചില്ല എന്ന് വിചാരിക്കും പ്രസംഗിക്കാൻ, ഒരു വിഷയമില്ല. അള്ളാൻ്റെ തൃപ്തി. നമ്മളൊക്കെ എന്താ വിചാരിക്കല്? നാട്ടുകാരെന്ത് വിചാരിക്കും, ഓരെന്ത് വിചാരിച്ചാൽ നമുക്ക് എന്താ? റബ്ബ് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ അങ്ങനെ ആരും ചിന്തിക്കാത്ത? റബ്ബ് തന്ന കൈ, റബ്ബ് തന്ന വിരല്, റബ്ബ് തന്ന കാല്, റബ്ബ് തന്ന ചുണ്ട്, റബ്ബ് തന്ന ലിസാന്, അല്ലേ? ലിസാനും വശഫത്തൈൻ, വലിസാനും വശഫത്തൈൻ, 2 ചുണ്ടും അതിനിടയിൽ ഒരു നാവും തന്നില്ലേ? ആര് തന്നില്ലേന്ന്? അല്ല തന്നില്ലേന്ന്. അപ്പൊ അള്ളാനെ പേടിക്കുക. വകുല്ലി ഇബാദി യഖൂലുല്ലതീ ഹി അഹ്സൻ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അത് ഇസ്ലാമാണ്, ഖുർആനാണ്, സുന്നത്താണ്. അതുകൊണ്ട് നാവുകൊണ്ട് ഖുർആനും സുന്നത്തും പറ. നാട്ടുകാർ പേടിക്കണ്ട, നാട്ടുകാർ എന്തോ വിചാരിച്ചോട്ടെ, അല്ല എന്ത് വിചാരിക്കും? അങ്ങനെ ചിന്തിക്കുന്നിടത്തുനിന്നാണ് വിജയം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? അല്ലെങ്കിൽ പരാജയം. എവിടെയൊന്നും പറയാൻ പറ്റില്ല. കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് നബി ഒരു തെറ്റ് കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എതിർത്തില്ലേ? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പാടുന്നത് കല്യാണ വീട്ടിലല്ലേ? നബിക്ക് വിചാരിച്ചാൽ പോരെ, ഇതൊരു സന്തോഷ ദിവസം, ഞാനിവിടെ ഒരു തെറ്റെതിർത്തിട്ട്. സ്ത്രീകളെ നമ്മളൊക്കെ വിചാരിക്കുന്നത് കല്യാണ വീട്ടിൽ പെൺകുട്ടികൾ, ഞാൻ ആ സാന്ദർഭികമായിട്ട് പറയണ എൻ്റെ വിഷയത്തിൽ അതൊക്കെ ഉണ്ട്, ഞാൻ വരും. പക്ഷെ അതിനിടയ്ക്ക് പറഞ്ഞു വെക്കുകയാണ്. എന്ത്? കല്യാണ വീട്ടിലെ പെൺകുട്ടികൾ, അതും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ, ശരീരമൊക്കെ വളർന്ന പെൺകുട്ടികൾ, അല്ലേ, പുരുഷൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത ഭാഗമൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക. ഈ ജീൻസ് ഇടുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും അള്ള പിന്നിൽ വെച്ച കീറലൊക്കെ ശരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്ന ഇബിലീസ് അവൻ്റെ കമ്പനിയിൽ ഡിസൈൻ ചെയ്ത ഏക ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ജീൻസാണ്. മനസ്സിലായിക്കോളെ. അത് ആണുങ്ങൾക്ക് വേണ്ടി എന്താ, പെണ്ണുങ്ങൾക്ക് ഇടാനുള്ളതല്ല. അത് പെണ്ണിൻ്റെ ഡ്രസ്സല്ല. നമ്മുടെ മുസ്ലിം കുട്ടികൾ വീട്ടിലായാലും റോട്ടിലായാലും രണ്ടും തെറ്റാണെന്ന് മനസ്സിലായിക്കോളെ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവും. കാരണം പണ്ടൊന്നും സ്ത്രീയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും കാണില്ല. ഇപ്പം എന്താ പറഞ്ഞാൽ, ഓളെ കാലിൻ്റെ വണ്ണം എത്രയാണോ അത് കൃത്യമായിട്ട് റോട്ടിൽ പോകുന്ന എല്ലാവർക്കും കാണാം. ഓളെ അടിയിലിട്ട ഡ്രസ്സ് വരെ കാണാം. കാരണം എന്താ? അത്ര നൈസായിട്ടുള്ളൂ ഉള്ളിടുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മക്കളെ, ഇവിടെ നിങ്ങൾ കുറേ സ്ത്രീകളുണ്ടല്ലോ, പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം അപ്തേ നിക്കാബും ധരിച്ചെടുപ്പൊന്നൊരു കാര്യമല്ല.
ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ചുണ്ട് ചോപ്പിക്കാതെ വരും, പേടിച്ചിട്ട്. പ്രത്യേകിച്ച് ഞാനാ വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേടി ഉണ്ടാവും. കാരണം ഈ വിഷയം പറയാത്ത ഒറ്റ സംസാരവും എൻ്റെ ഉണ്ടാവും. എന്നെ കാണിക്കാൻ നിങ്ങൾ ജീവിക്കണ്ട. പക്ഷേ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഈ പോയിന്റ് ശരിക്കും മറക്കാതെ കേട്ടോ. നിങ്ങൾ ചുണ്ട് ചോപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, ഇപ്പം ഞാനെന്ന ഭർത്താവ് എൻ്റെ കൂടെ ഭാര്യ ജീവിക്കുമ്പോൾ ചുണ്ട് ചോപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എൻ്റെ കൂടെ ഉള്ളൊരു യാത്ര പോരുമ്പോൾ ചുണ്ട് ചോപ്പിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്നെ കാണിക്കാനല്ല എന്ന് ഉറപ്പാണ്. ഉറപ്പല്ലേ? ആണോ? ആണ്, ഉറപ്പാണ്. എന്നെ കാണിക്കുക. അപ്പോൾ കാര്യം കാണിക്കേണ്ടേ? ഓളെ മനസ്സ് വേശ്യയുടെ മനസ്സാണെന്ന് റസൂലുള്ള വെറുതെ പറയല്ല. ഓൾ ഒരിക്കലും ഒരു ശരീരം ഒരുത്തന് കൊടുക്കണ്ട, മനസ്സുകൊണ്ട് ഓൾ വേശ്യയാണ്. അതെന്താ? ഓളെ ഭർത്താവിന് കാണാൻ ഓൾ ഒരിക്കലും ചുണ്ട് ചോപ്പിച്ചിട്ടില്ല, ഭർത്താവിന് കാണാൻ ഓൾ പുട്ടിട്ടിട്ടില്ല. എന്തിന്? വൈകുന്നേരം വരെ മണിയെടുത്ത നൈറ്റ് പോലും മാറ്റിയിട്ടില്ല. പിന്നല്ലേ ബാക്കിയുള്ളത് ഭർത്താവിന് അത്രയുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, കയറി തല്ലിവിടരുത്. ഞാൻ വസ്തുതയാണ് ഈ വസ്തുത. അപ്രിയ സത്യം പറയുമ്പോൾ എന്താ പറയുക, ദേഷ്യം പിടിക്കും. അയാൾ ഇനി വിളിക്കണോ കൊണ്ടുവരണോ നോക്കത്തോ, നിങ്ങൾ വിളിക്കരുത് കേട്ടോ. നിങ്ങൾ വിളിച്ചോ ഇതായിരിക്കും ഉണ്ടാകുക, പറയും ഞാൻ. അത് ഇവിടെ നിങ്ങൾക്ക് തൽക്കാലം ഇഷ്ടാവില്ല, പക്ഷെ ആഖിറത്തിൽ ഇത് ഇഷ്ടപ്പെടും. അവിടെ എന്തുണ്ടാവില്ല അറിയോ? ഞാൻ നിങ്ങളെ വേർപെട്ട് പോകില്ല, എനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ റബ്ബ് നീതിമാനാണ്. ഉള്ളിലുള്ളതെന്തോ അത് പുറത്ത് പറയും ഞാൻ. എൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്ത് വരിക. മനസ്സിലായോ? അല്ലാണ്ട് ഉള്ളിലൊന്ന് വെച്ചിട്ടൊരു കപടനായിട്ട് ജീവിച്ച് പ്രബോധനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്ത്രീകളോട് പറയാണ്, നിങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്, അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. നിങ്ങളൊരു കല്യാണ വീട്ടിൽ നിങ്ങളുടെ ശരീരം പ്രകടിപ്പിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുക വേണ്ട. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മലപ്പുറത്തൊക്കെ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടി എന്താ? ലീഗാണ്, ലീഗിന് വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് പെണ്ണിന് റോട്ടത്തുള്ളാകുമോ? മാത്രമല്ല, ഞാൻ വെറുതെ പറയല്ല, അവിടുത്തെ ഹിന്ദു സ്ത്രീകളെക്കാളും തുള്ള അറിയുന്നത് മുസ്ലിം പെണ്ണുങ്ങൾക്കാണ്. അതെന്താ കാരണം? എന്താ? വീട്ടിലെല്ലാ ടെക്നോളജിയും ഉള്ള, എല്ലാ തുള്ളലും കാണാൻ പറ്റിയ ആധുനിക ടെക്നോളജി ഹൈന്ദവരുടെ വീട്ടിലുള്ളതിനേക്കാളും മുസ്ലിങ്ങളുടെ വീട്ടിലാണ് ആണ്. അതുകൊണ്ട് എല്ലാ തുള്ളലും അവർക്കറിയുന്ന അത്ര തുള്ളൽ വേറൊരാൾക്കറിയില്ല. പിന്നെ അവരെ തുള്ളലേ വരൂ, കാരണം അവരെ തുള്ളൽ കാണിച്ചിട്ട് വേണം എല്ലാ പെണ്ണുങ്ങളെയും തുള്ളിക്കാൻ. പർദ്ദട്ട പെണ്ണിന് പോലും തുള്ളാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? പർദ്ദട്ട പിന്നെ നമുക്കൊരു അച്ചടക്കം ഉണ്ടായിരുന്നു. കാരണം എന്താ? എന്നല്ല പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ? പർദ്ദട്ട തീരെ അടക്കല്ല. ഈ ചുരിദാറൊക്കെ ഇട്ട് കിടക്കുന്ന ഹിന്ദു സ്ത്രീകളിലെ അവർക്കുള്ള അച്ചടക്കം ഉണ്ടോ? പർദ്ദട്ട പെണ്ണുങ്ങൾക്ക് ഉണ്ടോ? എന്താ നിക്കാബ് ധരിക്കാൻ ബുദ്ധിമുട്ട്? അപ്പം ചുണ്ട് ചോപ്പിച്ച ആര് കാണും? ചോപ്പിച്ചിട്ടുണ്ടോ മുഖം മൂടുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഉറപ്പാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഈ നേതാക്കന്മാരെ അനുയായികളെ വിട്ടുപോകുന്ന ഒരു ലോകം വരാനുണ്ട്. ഇച്ഛയെ, നമ്മുടെ താല്പര്യങ്ങളെ, അതിനപ്പുറം അതാണ് 79 അധ്യായം 40-41 വചന. അല്ലെന്താ പറയുന്നത്? ഇച്ഛയെ നിയന്ത്രിക്കണം, ഇച്ഛയെ നിയന്ത്രിക്കണം. എല്ലാവരും ചുണ്ട് ചോപ്പിക്കണം. ഇനിയിപ്പം ഞാനായിട്ട് അങ്ങനല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. ഞാൻ ഖുർആനിലെ 4-ാം അധ്യായം 34 പറഞ്ഞ പോലുള്ളൊരു പെണ്ണാണ് ഞാൻ. ഇത് കാനിത്താത്തുന്ന്. ഡ്രൈവിങ് പഠിച്ചാൽ എന്താ കുഴപ്പം? നിൻ്റെ ഭാര്യ ഒരിക്കലും എന്നോട് ചോദിച്ചു. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാദ ക്ലിപ്പാക്കിയാലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പഠിക്കാനത് നല്ലതാ, പഠിക്കാനത് നല്ലതാ. എന്താ? അവൾ എന്നോട് ചോദിച്ചു, ഞാൻ കാറ് പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2 വീലർ പഠിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, കാനിത്താത്തുന്നുള്ളതിൻ്റെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റി വണ്ടി ഓടിക്കാൻ വ്യഗ്രത കാണിക്കാത്ത പെണ്ണ് എന്നതിനർത്ഥമുണ്ട്. ഓളിനോട് ചോദിച്ചാൽ അതെങ്ങനെ അങ്ങനെ അർത്ഥം കിട്ടുക? പഠിച്ചു നോക്ക്. കാനിത്താത്തുൻ എന്നതുകൊണ്ട് എന്താണ് ഇസ്ലാം അർത്ഥമാക്കുന്നതെന്ന് പഠിച്ചു നോക്ക്. ഓൾ പിന്നെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കില്ല. ഓള് മനസ്സുകൊണ്ട് കാനിത്താത്തായിട്ട് കാര്യമില്ല, നാട്ടുകാർ കാനിത്താത്തല്ല. ഓള് മാത്രം അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഓളെന്ന പെണ്ണ് റോഡിലിറങ്ങിയ റോട്ടിലുള്ള ഓള് മാത്രമല്ല. ഇതാണ് പ്രശ്നം. നീ അടക്കണ്ടോ അല്ലേ എന്നുള്ളതല്ല, നിന്നെ ബാധിക്കും അത് എന്നതിൽ സംശയിക്കേണ്ട. നീ ഉറപ്പായിട്ടും തന്നിഷ്ടം പിൻപറ്റി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയ പാകത്തിൽ ഏത് പെണ്ണിറങ്ങുന്നുണ്ടോ, അത് ഏതെങ്കിലും ഒരു നിമിഷത്തെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇറങ്ങി ശീലിച്ചോ, പിന്നെ നിങ്ങളെ തടുക്കാൻ ഭർത്താവിന് കഴിയില്ല. കാരണം ഓനെന്താ കയറി ഞാൻ രണ്ടിൻ്റെ മൊബൈലിൽ കളിക്കട്ടെ, എപ്പോഴും മീൻ വാങ്ങാൻ ഓൾ ഒറ്റയ്ക്ക് പോയി ഓളോട് പോയിക്കോട്ടെ എന്ന്. പക്ഷെ ഓൾ എന്നും പോകുന്ന ഒരു മീൻകാരൻ്റെ അടുത്താണെങ്കിൽ അപ്പോക്കിൻ്റെ കുഞ്ഞുമോനെ എൻ്റെ തലക്ക് കത്തി വെക്കാനുള്ള പോക്കാണ്. ഓളാ ഒന്നും വിചാരിച്ചിട്ടില്ല. 50 വട്ടം പോയപ്പോൾ ഓളെ മനസ്സിലൊന്നും തോന്നിയിട്ടില്ല. 51ാമത്തെ വട്ടം ചെന്നപ്പോൾ ഓനൊരു ചോദ്യം ചോദിച്ചതിൽ നിന്ന് അങ്ങനെ കയറുകയാണ്. എന്താ അവൻ്റെ ചോദ്യം എന്നറിയോ? അല്ല, ഇജിപ്പോൾ 19 വട്ടം ഇവിടെ വന്നല്ലോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ദാമ്പത്യമൊക്കെ എങ്ങനെയാണ് ഒരു ചോദ്യം. ഇബ്ലീസ് കടന്നു വരുന്ന പഴുത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചോളേ. 51ാമത്തെ വട്ടത്തെ ചോദ്യം എന്തായിരുന്നു? എൻ്റെ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെയാണ്. അപ്പോൾ 1 മിനിറ്റോളം ഒന്നും മിണ്ടിയില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കിക്കോളെ. ആ പൊസിഷൻ ഇതാ, അങ്ങോട്ട് നോക്കില്ല, ഇവിടെ നോക്കി. ഓളെങ്ങനെയാണ്?
നിങ്ങളിപ്പോൾ തൽക്കാലം മീനടിക്കുക, ആക്കാൻ നമുക്ക് പിന്നെ പറയാം. ഓനത് മതി, ഓളെ വളയ്ക്കാൻ ഓൻ ആ വാചകം മാത്രം മതി. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ വളയൽ എന്ന് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ഞാനൊരാണാ, അതുകൊണ്ട് അങ്ങക്ക് പഠിപ്പിച്ചിരുന്നത്. ആണെന്ന കുതന്ത്രശാലിയോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അള്ള പറയുന്നത് ഫോണിൻ്റെ അപ്പുറത്ത് ആണാണെങ്കിൽ നീ സംസാരിക്കുന്ന ഒരു അന്യപുരുഷനോടാണെങ്കിൽ പരുക്കമായി സംസാരിക്കണം, കൊഞ്ചാൻ മെനക്കെടരുത് എന്ന്. കൊഞ്ചാൻ മെനക്കെടരുത് എന്ന്. ഇപ്പം വീട്ടിൽ ഭർത്താവില്ല, ആരുമില്ല, ഒറ്റ കക്കോളിയും ബെല്ലടിച്ച് ഭർത്താവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, ഒരു സംശയമില്ല, കയറിയിരിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഇജ്ജ് വിളിക്കണ്ട, ഭർത്താവ് ഇവിടെ ഇല്ല, വൈകുന്നേരം 5 മണിക്ക് വരും, നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി. ഇങ്ങനെ ഒരു വാചകം ഒരു പെണ്ണ് പറഞ്ഞു നോക്ക്, ഓൻ പിന്നെ അറിഞ്ഞ് ചുറ്റി പറ്റൂല. വരി ഇങ്ങോട്ട് കയറിയിരുന്നോളീന്ന് പറഞ്ഞാൽ ഓൻ കയറി അങ്ങ് പോവുക അപ്പുറത്ത് കേട്ടോ. അതിനോട് നിങ്ങളോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല. ഭർത്താവില്ല, 5 മണിക്ക് ശേഷം വരും, വിളിച്ചിട്ട് വന്നാൽ മതി, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ പറയുന്നതിൽ? എന്നാൽ അതാട്ടോ സത്യം, ഇതാ സത്യം. നേരെ മറിച്ച് നിങ്ങൾ ചാൻസ് കൊടുത്തോ, ഒരു വട്ടം കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല, രണ്ടാമത്തെ വട്ടം കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല, മൂന്നാമത്തെ വട്ടം കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല. ചിലർ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന്, ഏത് ചെറുപ്പക്കാരൻ ഏത് നാട്ടുകാരാണെന്ന് ചോദിക്കല്, ഭാര്യനെയും കൊണ്ടാ വന്ന്. ഭാര്യൻ്റെ ഇവിടെ ഓനിങ്ങനെ മടക്കിയിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബലൂണ് വീർത്ത മാതിരി വീർത്തിട്ട് രക്തം ഇങ്ങനെ നീല കളർ കെട്ടി കിടക്കുക. ഒരു പക്ഷേ ആ നാട്ടിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവ് വരുന്നവർ 5 കൊല്ലം കല്യാണം കഴിഞ്ഞ 5 കൊല്ലം 2 കുട്ടികളുണ്ട്. 5ാമത്തെ കൊല്ലമൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. ഇതിങ്ങനെ ശല്യപ്പെടുത്തിയ പോകാൻ പറഞ്ഞു എന്നാൽ പൊയ്ക്കോന്ന് പറഞ്ഞൊരു സ്ഥലത്താക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവളെ ക്ലാസ് പഠിച്ചൊരു ചെക്കൻ, അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഓൻ എന്തോ കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഓൻ അവിടെ ഉള്ളത്. ഇവളവിടെ ചെന്നു. ഫസ്റ്റ് ദിവസം തന്നെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ക്ലാസ് പഠിച്ചോല്ലേ, ഒരു ക്ലാസ് പഠിച്ചോലാണല്ലോ, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു സ്പാർക്കിങ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വേറൊന്നുമല്ല കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. ഫോൺ നമ്പർ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. ആ ഫോൺ നമ്പർ ഓളെ 5 തവണ വ്യഭിചരിപ്പിച്ചു. ഇത്ര മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അത് പിടിച്ചു ഭർത്താവ്. കുവൈത്തിൽ നിന്ന് വന്നപ്പോൾ ഭർത്താവ് പിടിച്ചിട്ട് പിന്നെ ഓന, കാരണം അത്രയോളം വിശ്വസിച്ച് ജീവിച്ചൊരുത്തൻ. ഈ 5 കൊല്ലോള് പരിശുദ്ധയായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് അവൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താ, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യം വേണം, പക്ഷെ അത് പിഴക്കാനുള്ള സ്വാതന്ത്ര്യം ആകരുത്. ഇതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ പോണ്ടാന്നോ പഠിക്കണ്ടാന്നോ ഒന്നുമല്ല. എൻ്റെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിച്ച്, സൈക്കോളജിയാണ് പഠിച്ച്, ഓളിപ്പോൾ PGK പഠിക്കണത്. മക്കളൊക്കെ ഞാൻ ഒക്കെ ഇഷ്ടമുള്ള വിദ്യാഭ്യാസത്തിനാണ് വിട്ട്. ഇപ്പോഴും അതെ, ഇതെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഇബിലീസ് ഉണ്ടെന്നറിയണം, ഓൻ്റെ കൂടെ ഇബിലീസ് ഉണ്ടെന്നറിയണം. ഓ നിങ്ങളോട് മൊബൈൽ ചോദിക്കുമ്പോഴേ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനല്ലേ കിട്ടണ്ടായി, എൻ്റെ ഫോൺ നമ്പർ എന്തിനാ നിങ്ങൾ വാങ്ങണേന്ന് ആദ്യത്തെ ചോദ്യം നീ ചോദിക്കുന്നതോടുകൂടെ ഓൻ്റെ മനസ്സിലെന്താണ്ടറിയോ, വെറുതെ ഞാൻ മെനക്കെട്ടിട്ട് കാര്യമല്ല. നേരെ മറിച്ച് ഫോൺ നമ്പർ തരുമോയെന്ന് ചോദിച്ചില്ല, ഫോൺ ചെല്ലുമ്പോഴേക്ക് നമ്പർ 846494 എന്നാണ് പറയുമ്പോഴേക്ക് ഓന് മനസ്സിലായി. 5ാമത്തെ മിനിറ്റ് കൊണ്ട് വളയുന്നു. സ്ത്രീകൾ ചോദിക്കും ഞങ്ങളെപ്പറ്റി എന്താ നിങ്ങളിങ്ങനെ മോശം പറയണത്? നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷൻ്റെ ഇംഗീതത്തിനൊത്ത്, അഥവാ പുരുഷൻ്റെ ഈ താല്പര്യങ്ങൾക്ക് കീഴുങ്ങുന്നൊരു വിധത്തിലാണ് അല്ല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഓനറിയുന്ന പോലെ ലോകത്ത് വേറൊരാൾക്കറിയില്ല. ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ മുണ്ടയിലെ ഈ ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഒരുത്തൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തലകുനിച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ ഭാര്യയൊക്കെ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ വിളിക്കും, അവിടെ എത്തി, കാര്യങ്ങൾ നടന്നു, ശരി, തിരിച്ചു പോരാനായോ, ആയി, എന്നാൽ വേഗം വീട്ടിലോട്ട് മടങ്ങിക്കോ. എന്നിട്ടൊരു ഹദീസും പറഞ്ഞു കൊടുക്കും. നബി പറയുന്നുണ്ട്, അത്യാവശ്യത്തിന് നിങ്ങൾക്ക് കാര്യത്തിന് ഇറങ്ങേണ്ടി വന്നാൽ, ആവശ്യം എന്തോ അത് പൂർത്തിയായി പിന്നെ ഒരു മൈക്രോ സെക്കൻഡ് അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കരുത്, വീട്ടിലോട്ട് പോയിക്കൊള്ളണം. ഹദീസാണ്. നിങ്ങൾ വെറുതെ അവിടെ അങ്ങനെ നിൽക്കുമായിരിക്കും. കാരണം നിങ്ങളൊരു കാര്യം, ഈ പോയിന്റ്, ഇതൊക്കെ യാദൃശ്ചികതയെ തെറ്റിലേക്ക് എത്തുന്ന സാഹചര്യത്തിൻ്റെ പഴുതുകളെക്കുറിച്ചാണ് എന്നോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഫോൺ ചെയ്ത് നിങ്ങൾ 10 മിനിറ്റ് നിൽക്കുന്നതിനിടയിലായിരിക്കും പണ്ടെപ്പോഴോ പ്രേമിച്ചൊരുത്തൻ, നിങ്ങൾക്ക് ഓർമ്മൻ്റെല്ല, ഓൻ യാദൃശ്ചികമായിട്ട് അതിലൂടെ ഓൻ്റെ ബെൻസ് കാറിൽ ഇങ്ങനെ പോണ് കണ്ടപ്പോൾ തോന്നി ഇതിൻ്റെ സെഫിയാണല്ലോ എന്ന് വെറുതെ തോന്നി. ഓൻ്റെ സെഫിയല്ല, ബഷീറിൻ്റെ സെഫിയാണ്, 3 കുട്ടികളുണ്ടായില്ലേ, ഓൻ്റെതല്ല. എന്നാലും ഓന് തോന്നുന്നത് ഇതിൻ്റെ സെഫിയാണല്ലോ, അതങ്ങനെ തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓൻ റിട്ടേൺ ചെയ്ത് വന്ന് ആദ്യമായിട്ട് ഓളെ കണ്ട്. എന്തുകൊണ്ട് ഓളെ കണ്ട്? ഓളെ ആവശ്യമില്ലാത്ത 10 മിനിറ്റ് അവിടെ നിന്നുകൊണ്ട്. മൗലവി ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയും മുഅ്മിൻ ബാക്കിയുള്ളവരെ പോലെയല്ല. മുഅ്മിൻ ബാക്കിയുള്ളവരെ പോലെയല്ല. ഒരു മുസ്ലിമായ പെണ്ണ് ബാക്കിയുള്ളവരെ പോലെ അല്ല. അതങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്നെ പോലെയല്ല, എനിക്കിത് പറ്റില്ല. ജാനകി നീ എൻ്റെ കൂട്ടുകാരിയാണ്. സുമതി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ സുമതി ഞാൻ നിന്നേക്കാൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ റബ്ബിനെയാണ്. എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനൊത്ത് നിൻ്റെ ഇഷ്ടത്തെ താലോലിക്കാൻ എന്നെ കിട്ടില്ല. അത് പറയേണ്ടവരാണ് നമ്മൾ. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഇപ്പോൾ തോന്നുന്നത് എന്താണ്? ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ പാടില്ലാത്ത, 6ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരു ഹമുക്ക്, തൊപ്പിയിട്ട ഹമുക്ക്. ഒരു വിരോധമില്ല. എനിക്ക് ഈ 800 കോടി മനുഷ്യരെന്നെ വെറുത്തിട്ട് ഞാനിങ്ങനെ ഉരുകി ഇല്ലാണ്ടായിട്ട് നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ 800 കോടിൻ്റെ വെറുപ്പും എൻ്റെ റബ്ബിന്
8 ദശലക്ഷം മടങ്ങ് സ്നേഹത്തിലേക്ക് പോകുന്നുവെങ്കിൽ ആ സ്നേഹം മതിയെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു വിഷയമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ മാറി മാറി ചില വിഷയങ്ങൾ പറയാൻ ഞാൻ സ്ത്രീകളോട് പറഞ്ഞു വെക്കുന്നതാന്ന് പറഞ്ഞാൽ വിഷയത്തിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് മറന്നു പോകാതിരിക്കാനാണ്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയണം, എന്തിനാ നമുക്ക് ആവശ്യമില്ലാത്ത മൊബൈൽ കോൺടാക്ട്സ്, ആവശ്യമില്ലാത്ത ആളുകളുടെ അന്യപുരുഷൻ്റെ നമ്പർ എന്തിനാ ചോദിച്ചു വാങ്ങി നമ്മുടെ ഫോണിൽ വെക്കുന്നത്? ഒരു കാര്യമില്ല. ഒരു പഞ്ചായത്ത് പോയാൽ ഒരു കാര്യം നിങ്ങൾക്ക് ശരിയാക്കണം, അവിടെ ഉള്ള ഒരാളെ നമ്പർ, ചിലപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഒരു നമ്പർ വാങ്ങേണ്ടി ഒരു കാര്യം ചോദിക്കാൻ ഒരു പെണ്ണെന്ന നിലക്ക്, അതിൽ കവിഞ്ഞുള്ള എന്ത് കോൺടാക്ട്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അന്യപുരുഷന്മാരുടെ? എന്തിനാണ് ഒരു അന്യ സ്ത്രീയുടെ കോൺടാക്ട്സ് പുരുഷന്? ഇതെല്ലാം അള്ളാഹു നമ്മൾ. അതുകൊണ്ടാണ് റബ്ബിന്റെ മുമ്പിൽ ഖുർആനിൽ അവസാനം ഇറങ്ങിയ വാചകത്തിൽ ഒന്നാമത് സൂറത്ത് ബഖറ 281 രണ്ടാം അധ്യായം. അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നമ്മൾ സൂക്ഷിക്കണം. ശരി, ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ആ വാചകം വീണ്ടും ഞാൻ കണക്ട് ചെയ്യും. ആ വാചകം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കഴിവും അള്ളാഹ്ക്കാണ് എന്ന് അവിടുന്ന് പറയാം. ഇവിടെ ഞാൻ എൻ്റെ പ്രസംഗം കേൾക്കുന്ന സമസ്തക്കാരുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ അംബിയാ ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു വെക്കുന്നു, കൊടുത്തിട്ടുണ്ടെന്ന് ഉസ്താദ്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ടെന്ന് ഉസ്താദ്മാര്. ഭൂമിയിൽ ആഖിറത്തിൽ, ദുനിയാവിൽ ആഖിറത്തിൽ എല്ലാ നിഅമത്തും തരുന്നത് CM മടവൂരാണ് എന്ന് അബ്ദുസ്സമദ് സഖാഫി, കാന്തപുരത്തിന്റെ ശിഷ്യൻ, മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ശിഷ്യൻ. ഇവിടെയാണ് അല്ല കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? അല്ല എന്തു പറയുന്നു? കൊടുത്തിട്ടുണ്ടെന്നാണോ? എങ്കിൽ നമ്മളത് സ്വീകരിച്ചേ പറ്റൂ. കൊടുത്തിട്ടില്ലെന്നാണോ? എങ്കിൽ അത് സ്വീകരിക്കണ്ടേ? ഒരു മൗലായി പറയാ കൊടുത്തിട്ടുണ്ട്, അല്ല പറയാ കൊടുത്തിട്ടില്ല, ഏത് സ്വീകരിക്കണം? ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഹിന്ദുധർമ്മ പരിചയം, മൊബൈൽ എടുത്തിട്ട് ഞാൻ പറയുന്നത് ഒന്ന് അടിച്ചു നോക്കിയേ. ഹിന്ദുധർമ്മ പരിചയം ഒരു പുസ്തകത്തിൻ്റെ പേരാ. വേട് അടിച്ചു, കെ പരമേശ്വരൻ പിള്ള. കെ പരമേശ്വരൻ പിള്ളയുടെ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം നിങ്ങൾ എടുക്കുക. ആ പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായം 148-ാമത്തെ പേജ് ഓൾഡ് എഡിഷൻ ആണ്. പുതിയ എഡിഷൻ 160-ന്റെ ശേഷമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം നോക്കിയാൽ കാണാം. അതിൻ്റെ 3-ാമത്തെ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ ഹിന്ദുധർമ്മ പരിചയം, അതായത് ഹിന്ദുധർമ്മത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം. കെ പരമേശ്വരൻ പിള്ള, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര തൃശ്ശൂർ. അതതിൻ്റെ മേൽവിലാസമാണ്. ആ മേൽവിലാസത്തിൽ കത്തയച്ച നിങ്ങൾക്ക് ബുക്ക് കിട്ടും. അപ്പോൾ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 148-ാമത്തെ പേജിൽ 3-ാമത്തെ പാരഗ്രാഫ് പറയാണ്, ഒരു പുൽക്കൊടി നീക്കാനുള്ള കഴിവ്. ശരിക്കും ചിന്തിച്ചോളൂ കേട്ടോ. ഒരു പുൽക്കൊടി നീക്കാനുള്ള കഴിവ് ഒരു ദേവിക്കും ദേവനും അല്ല കൊടുത്തിട്ടില്ല, സ്വന്തമായി കൊടുത്തിട്ടില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്തിട്ടല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ ഒരു ദേവനും ദേവിക്കും കഴിയില്ല എന്നാണ്. എന്താണ് ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ പറയുന്നത്? ഒരു ദേവിക്ക് ഒരു പുല്ല് നീക്കാനുള്ള കഴിവ് പോലും സ്വന്തമായിട്ടില്ല, സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്താലല്ലാതെ. ഇനി എൻ്റെ ചോദ്യം, ഇവിടുത്തെ EKP സുന്നികൾ എന്താ പറയുന്നത്? അല്ല കൊടുത്ത കഴിവ്, അല്ല കൊടുത്താലേ കഴിയൂ, സ്വന്തമായിട്ട് കഴിവില്ല. ഇത് തന്നെയാണ് ഹിന്ദുധർമ്മ പരിചയത്തിൽ ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട്, നമ്മുടെ ദേവി ചേച്ചിയുടെയും നമ്മുടെ കാളി ചേച്ചിയുടെയും നമ്മുടെ ഓമന ചേച്ചിയുടെയും നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ശോഭ ചേച്ചിയുടെയും വിശ്വാസം എന്താണ്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല, സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്താലേ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഈ വിശ്വാസം തന്നെയാണ് APK സുന്നികൾക്ക് ഔലിയാക്കളെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ച് അല്ല കൊടുത്ത കഴിവ്. ഇനി ഇതേ വിശ്വാസമാണ് അബൂജഹലിൻ്റെത് എന്ന് വന്നാലോ? അബൂജഹലിന്റെ വിശ്വാസം ഇതാണെന്ന് വന്നാൽ ഇന്ത്യയിലെ ഹൈന്ദവന്റെ വിശ്വാസം അബൂജഹലിന്റെ വിശ്വാസം ഒന്നാണ്. ആ വിശ്വാസം തന്നെയാണ് EKPക്ക് എന്ന് വന്നാൽ പിന്നെ എങ്ങനെ അബൂജഹൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കാഫറായി? ആ വിശ്വാസം പെർഫെക്റ്റ് ആണെങ്കിൽ, എൻ്റെ ചോദ്യം ഇതാണ്, പോയിന്റ് ഇതാണ്, അബൂജഹലിന്റെ വിശ്വാസം പെർഫെക്റ്റ് ആണെങ്കിൽ നബി അബൂജഹലിനെ നബി അനുയായികളും കൊന്നത് ശരിയോ തെറ്റോ? അബൂജഹൽ കാഫറായി മരിച്ച ശരിയോ തെറ്റോ? അല്ല കൊടുത്ത കഴിവെന്നാണ്. അല്ല കൊടുക്കാതെ ഒരു കഴിവില്ലാന്ന് വിശ്വസിച്ചവര്. അതിനെന്താ തെളിവ്? അതിൻ്റെ തെളിവുകളാണ് ഞാൻ ഇനി പറയുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിൻ്റെ തെളിവുകളാണ് പറയുന്നത്. ഒന്ന്, കിതാബുൽ ഹജ്ജ്. ഇപ്പോൾ എടുത്ത് നോക്കിയാൽ കിട്ടും. കിതാബുൽ ഹജ്ജ്, സ്വഹീഹ് മുസ്ലിം, കിതാബുൽ ഹജ്ജിലെ തൽബിയത്ത്, മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹ് നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. അല്ലാഹ് പടച്ചവനെ നിനക്ക് പങ്കുകാരില്ല. അത്രയും ഭാഗം പറയും. ശരിക്കും ചിന്തിക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കാബത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. കാബത്തിൻ്റെ അടുത്ത് ഇബ്നു അബ്ബാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിൽക്കുകയാണ്. ശരിക്കും ഈ പിക്ചർ മനസ്സ് കൊണ്ടുവരൂ.
കാബാലയത്തെ മനസ്സ് കൊണ്ടുവരൂ. 1400 വർഷം മുമ്പുള്ള കാബയെ മനസ്സ് കൊണ്ടുവരൂ. ആ കാബാലയത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലി വരുന്ന രംഗം മനസ്സിൽ കൊണ്ടുവരൂ. ഇബ്നു അബ്ബാസും നബിയും നിൽക്കുന്ന രംഗം കൊണ്ടുവരൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുന്നത് വരെ നബി ഒന്നും മിണ്ടുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രയും പെർഫെക്റ്റാണ്. അബൂജഹൽ പറയാണ്, അബൂ ലഹബ് പറയാണ്, വലീദ് ഇബ്നു മുഗീറ പറയാണ്. എന്താ പറയുന്നത്? അല്ലാഹ് നിനക്ക് പങ്കുകാരില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹ് ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ഈ ഭാഗം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് പറയാൻ. എന്താ പറയുകയോ? ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖദ് വൈലക്കും ഖദ് ഖദ്, മതി 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 മതി, നിങ്ങൾക്ക് നാശം. എന്ത്? അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വാദമുള്ള വാദത്തെ റസൂൽ പറയാണ് ഇത് നാശം പിടിച്ച വാദമാണ്. ഏത് വാദം? മൊയ്തീൻ ഷേഖിന്, മമ്പറന്നങ്ങൾക്ക്, CM മടവൂരിന് അല്ലാഹ് കൊടുത്ത കഴിവല്ലാതെ സ്വന്തം കഴിവില്ലെന്നും മരണപ്പെട്ടാലും അവർക്കതിന് കഴിവുണ്ടെന്നും. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് എന്താണ്? CMന്റെ ജീവിതകാലത്തു എന്നെ നിയന്ത്രിച്ചത് അദ്ദേഹമാണ്, അദ്ദേഹം വഫാത്തായതിനു ശേഷവും എന്നെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ അപ്പം കാന്തപുരം ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും നിയന്ത്രണം ആർക്കാണ്? CM മടവൂരിനാണ്. 35 കൊല്ലം സ്വന്തം ഹൃദയം നിയന്ത്രിക്കാനാകാതെ മരിച്ചുപോയ ഒരു പച്ചപ്പടപ്പിനെ കാന്തപുരത്തിന് നിയന്ത്രിക്കുന്ന, ഇത് സ്വന്തം ഹൃദയം നിയന്ത്രിക്കാൻ കഴിയും. മൂപ്പർ ഇവിടെ ജീവിക്കല്ലേ വേണ്ടത്? നമുക്കൊക്കെ തെളിവായിട്ട് ഞാൻ മരിക്കില്ല, എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റും. ആകാശം ഇപ്പോൾ എന്താ പറയുന്നത്? ആകാശം ഭൂമിയും നിയന്ത്രിക്കുന്ന മൂപ്പരാണെന്നാ. മാലിക്കുൽ മുലൂക്ക് CM ആണെന്നാ. മാലിക്കുൽ മുലൂക്ക് CM ആണ്. നിങ്ങൾ മറക്കരുത് കേട്ടോ, മാലിക്കുൽ മുലൂക്ക് എന്നാ പറയുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൗമാണ് ഇവിടെയുള്ള. ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താണെന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തൂവും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കിയല്ലേ, ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ അവർക്ക് പോലും സ്വർഗ്ഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം അബൂജഹലിനെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, അബൂജഹലിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കേ, അവൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അബൂജഹലിനോടൊന്ന് ചോദിക്കേ. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് അബൂജഹലേ? അപ്പോൾ അബൂജഹൽ പറയാണ്, മുഹമ്മദേ നമ്മുടെ മേലെ എതിരഭിപ്രായമല്ല, അള്ളയാണ്. ഏതൊരു അള്ളാഹാനാണോ നീ പരിചയപ്പെടുത്തുന്നത്, അള്ളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഏതാ അധ്യായം? 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 31-ാമത്തെ വചനം. അപ്പോൾ ആരാ ലോകം കാന്തപുരത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരാ ലോകം നിയന്ത്രിക്കുന്നത്? കാന്തപുരം പറയാണ് CM മടവൂരാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതായത് ഇതിലൊരു പ്രധാന വശം, അള്ള നീതിമാനല്ലേ? നിങ്ങളെല്ലാവരും വെറുതെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരി. എന്താ അത്? പരലോകം, അബൂജഹലും കാന്തപുരം അബൂബക്കറും നിൽക്കുന്നു. അബൂജഹലിനെ അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കും. അബൂജഹൽ തിരിഞ്ഞു എന്നിട്ട് അള്ളാഹിനോടൊരു ചോദ്യം, അള്ളാഹുവേ നീ നീതിമാനല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നോട് നിന്റെ പ്രവാചകൻ ചോദിച്ചപ്പോൾ ഞാൻ നീയാണെന്ന് പറഞ്ഞു, അതിന് നീ സാക്ഷി. കേൾവിയും കാഴ്ച അധീനപ്പെടുത്തി ആരാണെന്ന് നിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്നോട് ചോദിച്ചു, അപ്പോഴും ഞാൻ പറഞ്ഞു നീയാണ്. ജീവാവസ്ഥയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്കും നിർജീവാവസ്ഥയും ജീവാവസ്ഥയിലും കൊണ്ടുവരുന്ന ആരാണ്? എന്നോട് മുഹമ്മദ് ചോദിച്ചപ്പോൾ അള്ളാഹുവെ എൻ്റെ കൽബിൽ തട്ടി ഞാൻ പറഞ്ഞു അത് നീയാണ്. ഈ അണ്ടകടാകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് നിന്റെ നബി ചോദിച്ചപ്പോഴും അള്ളാഹ് ഞാൻ പറഞ്ഞത് നീയാണ്. എന്നിട്ടും നീ എന്നെ നരകത്തിലിട്ടു. അള്ളാഹുവെ ഈ നിൽക്കുന്ന കാന്തപുരം എന്ന് പറയുന്ന നിന്റെ അടിമ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് ചോദിച്ചപ്പോൾ CM മടവൂരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വർഗത്തിലോ? ഇതെന്ത് നീതിയാണ് അള്ളാന്ന് അബൂജഹൽ ചോദിച്ചാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ മതം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ഒന്നാണെന്ന് കരുതിയോ? നിങ്ങളറിയോ, ഞാൻ ഈ അബ്ദുസ്സമദ് അൻവരി കിഴിശ്ശേരി എന്ന് പറയുന്ന ആ ത്രിമൂർത്തികളുണ്ടല്ലോ, ഷിയായിസം കേരളത്തിൽ വേരുറപ്പിക്കാൻ അച്ചാരം വാങ്ങി നടക്കുന്ന ആ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ 3 എണ്ണം. അതിലെടുത്ത് പറയുന്നത് എന്താ? അനല്ലാ എന്ന് CM മടവൂര് പറഞ്ഞു. അനല്ലാ എന്താണ്? അനല്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നറിയോ? ആലിമാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ ആലിമിന്റെ വാക്കാണത്. അതേ ആളുകൾ എന്താ പറയുന്നത്? ഫിറൗന് പറഞ്ഞു ഫക്കാല അന റബ്ബുക്കുമുൽ ആലാം. അത് ഫിറൗൻ പറഞ്ഞപ്പോൾ എന്തേ പറഞ്ഞത്? അത് ലാലിമാണ്. അത് പറഞ്ഞ ഫിറൗൻ ലാലിമും അതേ വാചകം പറഞ്ഞ CM മടവൂര് ആലിമുമാകുന്ന അത്ഭുതത്തിന്റെ പേരെന്താ? എവിടെ നമുക്ക് പാളിച്ച? ഫിറൗന് പരലോകത്ത് വന്നിട്ട് അള്ളാഹിനോട് ചോദിക്കൂലേ ഫക്കാല അന റബ്ബുക്കുമുൽ ആലാന്ന്?
ഞാൻ പറഞ്ഞപ്പോൾ അത് ലാലിമാണ് ഇൽമാണ് എന്ന് നീ പറഞ്ഞു. അതേ വാചകം ചിറ്റടി മീത്തൽ അബൂക്കർ പറഞ്ഞപ്പോൾ അത് ഇൽമാണ് എന്ന് പടച്ചോനെ സമ്മതിക്കുവോ? ഇല്ല, അള്ളാഹ് ഒരിക്കലും അംഗീകരിക്കില്ല. രണ്ടുപേരെയും ഒരേപോലെ നരകത്തിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, തൗഹീദ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ശിർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശിർക്ക് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു പറയുന്നത് എന്തറിയോ? പടച്ചോൻ പറയുന്നത് ലാ ബുർഹാന ലഹു ബിഹിന, ശിർക്ക് സ്ഥാപിക്കാൻ തെളിവുണ്ടാവില്ല. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ അല്ലെ, ആലോചിച്ചോക്കെ, അതിൽ പറയാണ് എന്ത്? 117-ാമത്തെ വചന, ലാ ബുർഹാന ലഹു ബിഹി, അതിനവർക്ക് യാതൊരു തെളിവുമില്ല. ഏതിന് തെളിവില്ല? ഏതിന് തെളിവില്ല? അല്ലല്ലാത്തോലെ വിളിച്ചു ദുആ ചെയ്യാൻ അവർക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ തെളിവുണ്ട് എന്ന് പറഞ്ഞാലോ ഉറപ്പിക്കുക, അല്ലാഹ് പറയാ തെളിവില്ല, അല്ലാഹ് പറയാ തെളിവില്ല. ഇനി കിതാബുൽ ഹജ്ജിലേക്ക് മടങ്ങിക്കോ. സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ് അതിൽ പറയുന്നത് എന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു അമാമ ലക, അവരെന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവ് മുഴുവൻ റബ്ബേ നീ കൊടുത്തതാണ്. അതാണ് കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം 21-ാം അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, കിതാബുൽ ഹജ്ജിൽ പറയുന്നത് സമസ്ത വിശ്വസിക്കുന്നത് ഈ 3 വിശ്വാസവും ശരിയല്ല. മറിച്ച് എന്താണ് അല്ലാഹ് പറയുന്നത്? ഒരു കഴിവും മിസ്കാല ദർറത്ത് കൊടുത്തിട്ടില്ല എന്നാ. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان مهجورا كلذين زعمتم فلا يملكون مثقال ذره فلا يملكون مثقال ذره فلا يملكون مثقال ذره 34-ാം അധ്യായം സൂറത്ത് സബ 22-ാമത്തെ വചനം. അതിലെന്താ പറയണറിയോ? ലാ യംലികൂന മിസ്കാല ദർറ, അണുമണിത്തൂക്കം, അണുമണിത്തൂക്കം കഴിവ്, ഒരണുക്കഴിവ്. അതായത് നമ്മളൊരു സൂചി കയ്യിലെടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം ഉണ്ടല്ലോ, ഒരു പോയിന്റ്, ഒരു പുള്ളി, അത്ര പോലും കഴിവ് ഒരൗലിയാക്കും മരിച്ചവർക്ക് കൊടുത്തിട്ടില്ലെന്ന് അല്ലാഹ് പറയുന്നു ഖുർആനിൽ. ഒരണുത്തൂക്കം കൊടുത്തിട്ടില്ല എന്നല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് അതല്ലേ? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച എന്താ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നമ്മളെ നയിക്കുന്നു എന്നാ. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നമ്മളെ നയിക്കുന്നു. ആ ഖുർആനിലാ പറയുന്നത് അണുത്തൂക്കം കഴിവ് കൊടുത്തിട്ടില്ല എന്ന്. 15-ാം അധ്യായം 67, 68, 56, 57 വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവര് പോലും അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. വയർജൂന റഹ്മതഹു, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു, അവന്റെ ശിക്ഷ ഭയപ്പെടുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിളിക്കുന്നത് എന്നല്ല ചോദിക്കുകയാണ്. അതുകൊണ്ട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. എൻ്റെ ആഹ്വാനത്തെ അവർ ചെവിക്കൊള്ളട്ടെ. എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ പറ നബിയെ, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്, ജീവനാടിയേക്കാളും എടുത്തവനാണ്. 2-ാം അധ്യായം 186. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ആളുകളെ എന്തു പറഞ്ഞ് പറ്റിക്കുമ്പോഴും നിങ്ങൾ ഖുർആനിലൂടെ ഒന്ന് കടന്നു നോക്കിയേ. വിശുദ്ധ ഖുർആനിൽ ചെങ്കടലിൻ്റെ അടുത്ത് വന്ന് മൂസ അലൈഹിസ്സലാം പറയുന്നത് എന്താ? നിങ്ങൾ ചിന്തിക്കൂ, പ്രവാചകന്മാരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ EKAP സുന്നിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നബിമാർക്ക് എന്ത് വിലയാണ് കൽപ്പിച്ചത്? നിങ്ങൾ അള്ളാഹ്ക്ക് എന്ത് വിലയാണ് കൽപ്പിച്ചത്? നൂഹ് നബി അലൈഹി ഇസ്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ 5 ഔലിയാക്കളുടെ പിന്നാലെ പോയി KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ 5-ാം വോളിയം 71-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം, അതുപോലെ 13-ാമത്തെ 10 മുതൽ 13 വരെയുള്ള വചനം, ആ വചനത്തെ പുരസ്കരിച്ചുകൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് പറയുന്നതെന്നറിയോ? അദ്ദേഹം പറയുന്നത്, ശരിക്കും പറയുന്ന കാര്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. വഹി അസ്മാഉ റിജാലുൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ, നൂഹ് നബിയുടെ കാലത്തിലെ 5 സ്വാലിഹീങ്ങൾ. ഇപ്പം ലോകത്ത് ആദ്യമായി വിളിച്ച് പ്രാർത്ഥിച്ചത് 5 സ്വാലിഹീങ്ങളെയാണ്, അല്ലാതെ കല്ലോ ജിന്നോ മലക്കൊന്നുമല്ല. 5 ഔലിയാക്കളെ പിന്നാലെ പോയ പോക്കാണ് ഷിർക്കിൻ്റെ പോക്ക്. ഞാൻ ഒരു കാര്യം കൂടി പറയണേ, നിങ്ങൾ ഈ സമസ്തയിലെ പണ്ഡിതന്മാർ, ചാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മുടെ പകരാക്സനിയുടെ ദർസ്, മുഹമ്മദ് പകരാക്സനിയുടെ ദർസ്. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു, ഖണ്ഡനം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു 2 മിനിറ്റ് പടച്ചോനെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നാണ് പകരാക്സനോട് എൻ്റെ ചോദ്യം.
പടച്ചോനെ പറ്റി ജീവിതത്തിൽ ഈ ആയുസ്സിനിടയിൽ 2 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നു എന്ന് ഞാനവിടെ വെല്ലുവിളിയായി പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുക എന്താണ്, പകരാസനി വന്നിട്ട് അല്ല ഞാൻ അള്ളാഹിനെ പറ്റി പറയാറുണ്ട് എന്ന്. പുള്ളി അവിടെ വന്നിട്ട് ഒരു സത്യം വിളിച്ചു പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം, ജീവിതത്തിൽ ആദ്യമായി ഞാൻ അള്ളാഹിനെ പറ്റി പ്രസംഗിക്കാറില്ല, ഞാൻ റസൂലിനെ പറ്റിയാ പ്രസംഗിക്കാറില്ല, എനിക്കത് മതി സ്വർഗത്ത് പോകാൻ. അള്ളാഹിനെ പറ്റി പ്രസംഗിക്കുന്ന സുന്നികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം ഒന്ന് വിഷയം വെച്ചിട്ടൊരു സംസാരം നടത്താൻ ഇവിടുത്തെ EKAP സുന്നികളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഇസ്ലാമിൻ്റെ വിഷയം നിങ്ങളെ ബാധിച്ച വിഷയമേ അല്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറ, മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹ്ക്ക് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കൊടുക്കാത്തത്? അതിൻ്റെ അർത്ഥം എന്താ? വേറെ ആർക്കോ അവർ ഗാംഭീര്യം കൊടുത്തു. അത് കണ്ടപ്പോൾ നൂഹ് നബി ചോദിക്കുകയാണ്, അള്ളാഹ്ക്ക് എന്താ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തത് എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുജാഹിദുകളോട് ഇവിടുത്തെ സമസ്ത 100-ാം വാർഷികം കൊണ്ടാടുകയാണല്ലോ. എന്തിൻ്റെ 100-ാം വാർഷികം? ശിർക്കിൻ്റെ, കുഫറിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, ചൂഷണത്തിൻ്റെ, ആരാൻ്റെ എച്ചിൽ തിന്നതിൻ്റെ, ആളുകളെ പറ്റിച്ചതിൻ്റെ, ചതിച്ചതിൻ്റെ, ഖുർആൻ ദുർവ്യാഖ്യാനിച്ചതിൻ്റെ, ഹദീസ് കട്ടതിൻ്റെ 100-ാം വാർഷികമാണോ നിങ്ങൾ കൊണ്ടാടുന്നത്? ചിന്തിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നൂഹ് നബി ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കേണ്ടി വരാത്തത്? മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറ. 71-ാം അധ്യായം 13-ാമത്തെ വചനം. നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കേണ്ടി വരുമോ? ഞങ്ങൾ നിങ്ങളോടാ ചോദിക്കണേ. കാരണം എന്താ? അലാലില്ലാഹി ദീനുൽ ഖാലിസ്, അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോയവർ. നിങ്ങളെ പണിയതാ കാന്തപുരത്തിനിരുത്തിയിട്ട് കാന്തപുരത്തിൻ്റെ മത് പറയാം. പക്ഷെ അദ്ദേഹം തിരുത്തൂലട്ടോ. അള്ളാഹു തആല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ ഇനി ഭൂമിയിലൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പകരാസനി ബസ് ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. കാരണം കാന്തപുരത്തിനടക്കമൊക്കെ അഭിപ്രായമുണ്ട് മൂപ്പര് തന്നെയാണ് അത് എന്ന്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ വിചാരിക്കുന്ന റേഞ്ചിലൊന്നല്ല അവരുള്ളത്. പിശാചി ഇവരെ വഴിവേപ്പിച്ചിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും തോന്നുന്നു ഇവർ പടച്ചോനാണ്. ഒരു മൊയ്ലിയാരെ ക്ലിപ്പുണ്ട്, ഈ നജീബ് ഉസ്ലിയാരൊക്കെ ഇരിക്കുന്ന സസിൽ ആ ക്ലിപ്പ് പറയണോ, CM പടച്ചോനാണ്, പടച്ചോന് പോലെ എന്നല്ല പടച്ചോൻ തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നു. CM പടച്ചോനാണ്. അതുകൊണ്ടാണ് മാലിക്കുൽ മുലൂക്കായ CMA എന്ന് നമ്മുടെ കുട്ടികൾ പാടുന്നത്. എന്തുകൊണ്ടാണ്? അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികളെ കാക്കണേ CMA എന്ന് പാടുകയാണ്. നമ്മുടെ ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പോലും ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു മൂസ അലൈഹി ഇസ്ലാം ചെങ്കടലിൻ്റെ അടുത്ത്. അപ്പൊ അനുയായികൾ പറഞ്ഞു പിടിക്കപ്പെട്ടത് തന്നെ മൂസ പിടിക്കപ്പെട്ടത് തന്നെ അല്ലെ, അധുനാധുന സംവിധാനമുള്ള ഫിറൗനിന്റെ പട്ടാളത്തിന്റെ മുമ്പിൽ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ മൂസ. അപ്പോഴാണ് മൂസാ നബി പറയുന്നത്, ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ, ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ. ഞാൻ ചോദിക്കുന്നു, ഇന്ന മഗിയ റബ്ബി എന്നല്ലാതെ മരിച്ചുപോയ ഇന്ന നബി എൻ്റെ കൂടെയുണ്ട് എന്ന് എന്തുകൊണ്ട് മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞില്ല? കൂട്ടരെ, മൊയ്ലിയമാരെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കേ. നിങ്ങൾ ഇവിടെ സ്റ്റേജ് കെട്ടി അടുത്ത ആഴ്ച ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേ. എന്തേ മൂസാ നബി അതിനു മുമ്പ് മരിച്ചുപോയ നബി എൻ്റെ രക്ഷക്കെത്തുന്ന് പറയാത്തത്? നൂറെ അജ്മീറിൽ പറയുന്നതാ, അശൈഖ് എല്ലായിടത്തിലും പ്രത്യക്ഷപ്പെടും. പള്ളി ദർസിലെ മുഹമ്മദ് നബിയെ ഹാജരാകുന്നുണ്ട് ഒക്കെ നിങ്ങൾ പഠിപ്പിക്കണ, നിങ്ങൾ പറയുന്നതാണ്. അവർക്ക് എല്ലായിടത്തും വരാൻ കഴിയും. ദീനല്ല അത് ശൈത്താനിയത്താണ്, അത് മതമല്ല. ഇനി നോക്കൂ, തീകുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിയപ്പെട്ടു. അവിടെ വന്നിട്ട് ജിബ്രീൽ ചോദിക്കണം, എന്റെ ഹെൽപ്പ് വേണോ? അദ്ദേഹം പറയും, ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മദീൻ. എന്താ അങ്ങക്കാർക്കും അത് ബോധിക്കാത്ത? അല്ല പോരേന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുക ചെയ്യുക. അല്ല ചോദിച്ചതാ അല്ല പോരേന്ന്, ഞങ്ങളല്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, 39-ാം അധ്യായം 36-ാമത്തെ വചനം. അല്ല പോരെ? ഇബ്രാഹിം നബി പറഞ്ഞു അല്ല മദീൻ. എന്താ? കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി അല്ലാഹ്ക്കല്ലാതെ വേറൊരാൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് ഇബ്രാഹിം നബിക്കുള്ളത്. കുല്ലായ നാറുകൂനി, അതുകൊണ്ടാണ് കുല്ലായ നാറുകൂനി ഉണ്ടായത്. അല്ല മദീ എന്ന് പറഞ്ഞു, അല്ലാഹ് സഹായിച്ചു. എന്തിന് മനുഷ്യരെ? രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഉപരിതലത്തിലെ ഇരുട്ട്, കാർമേഘം മേഘാവൃതമാകുമ്പോഴുള്ള ഇരുട്ട്, ആന്തരിക കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, 5 ഇരുട്ടറുകൾക്കുള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സൂറത്ത് അംബിയാ 21-ാം അധ്യായം 87-ാമത്തെ വചനം. അല്ല മദീൻ. നിങ്ങൾക്ക് പറ്റുമോ അത്? നിങ്ങൾ വപ്പളം പിടിക്കുന്നത് CM അടവൂരിനെയാണ്. ഏത് മതം? നിങ്ങളുടെ മതം ഏതാണ്? 18 കൊല്ലം മുമ്പ് കാസർഗോഡ് വെച്ച് ഞാനൊരു വിഷയം അവതരിപ്പിച്ചു.
കാന്തപുരത്തിൻ്റെ മതം. സത്യം പറഞ്ഞാൽ അങ്ങനൊരു മതം അവിടെ ഉള്ളത്. ആ മതത്തിന് ഒന്നുമായി ബന്ധമില്ല. ക്രിസ്ത്യാനികൾക്കുള്ള പിഴവിനേക്കാൾ ഗുരുതരമാണ് നിങ്ങളുടെ പിഴവ്. ഹൈന്ദവരേക്കാൾ നിങ്ങൾ ആരെങ്കിലും, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഹൈന്ദവർ, സന്യാസിമാരെ അറിയാം, മഹാപണ്ഡിതന്മാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ സന്യാസിമാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഗുരു നിത്യചൈതന്യതയുടെ കൂടെ ഞാൻ യാത്ര പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ശ്രീരാമനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊരു വാചകം ഇന്ന് വരെ ഒരു ഹിന്ദുവിൻ്റെ നാവെന്ന് പോലും വന്നിട്ടില്ല. ശ്രീകൃഷ്ണനാണ് ലോകം നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹിന്ദു കൂട്ടുകാരൻ ശ്രീകൃഷ്ണനാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രസംഗിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുകയാണ്. എന്തുകൊണ്ട്? ലോകത്തിലെ ഏറ്റവും പിഴച്ച വർഗമാണ് കേരളത്തിലെ സമസ്ത. അതിൻ്റെ 100ാം വാർഷിക. അതിലൊരു റിയാൽ നിങ്ങൾ സംഭാവന കൊടുത്താൽ ശിർക്കിനെയും കുഫറിനെയാണ് സഹായിക്കുന്നത്. പുണ്യത്തിലും നന്മയിലുമാണ് സഹകരണം. സൂറത്ത് മാഇദ 5-ാം അധ്യായം 2-ാമത്തെ വചനം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലായിക്കോളി, ഒരു ശൈഖിനും ഒരു വലിയനും കഴിവ് കൊടുത്തിട്ടില്ല. ഹൗദുൽ കൗസറിന് വെള്ളം മുക്കി കൊടുക്കുമ്പോൾ ഒരു വിഭാഗം വരും, നബി പറയും വന്നോളിയും. അപ്പോഴാ വിളിച്ച് പറയപ്പെടും, നബിയെ സംഗതി നിങ്ങളെ ഉമ്മത്തി തന്നെ, നിങ്ങളെ മരണത്തിന് ശേഷം ഒരുപാട് ബിദഅത്ത് ചെയ്ത കൂട്ടരാത്. അപ്പോഴാ നബി അറിയണത്. നേരെ മറിച്ച് ഇവരൊക്കെ ബിദഅത്ത് ചെയ്തവരാണെങ്കിൽ നബിക്ക് അതങ്ങ് പറഞ്ഞാൽ പോരെ, പോയിക്കോളിയും. നബി ആദ്യം അത് പറയുന്നില്ലല്ലോ, അറിയിച്ചു കൊടുത്തപ്പോൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? റസൂൽ വഫാത്തായതിനു ശേഷം നിങ്ങളുണ്ടാക്കിയ ബിദഅത്തൊന്നും റസൂൽ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് നുണയാണോ ഈ മനുഷ്യന്മാരോട് നിങ്ങൾ പറയുന്നത്? പുരോഹിതന്മാരെ, പാവപ്പെട്ടവരെ അവർ തിന്നാൻ തന്നില്ലേ? നിങ്ങൾക്ക് കുടിക്കാൻ തന്നില്ലേ? യൗക്കുലു നമ്പാൽ എന്നാസിബിൽ ബാത്തിലല്ലേ നിങ്ങൾ ചെയ്തത്? അന്യായമായവരുടെ ധനം തിന്നില്ലേ? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. നിങ്ങൾക്കറിയോ, ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ പുറപ്പെടുന്ന ബാക്കവിമാരുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് വർഷങ്ങളായിട്ട്. ഇപ്പോഴെനിക്ക് ഔദ്യോഗിക ഉത്തരവാദിത്തമുള്ള ജില്ലയാണ്. 25,000 രൂപ അക്കൗണ്ടിൽ കണ്ടാലേ പ്രസംഗിക്കാൻ പുറപ്പെടും. നിങ്ങൾ സ്റ്റേജ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ 45,000-ൻ്റെ വേർഡ്സ് മൈക്ക് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. 25,000 രൂപ അക്കൗണ്ടിൽ കയറി എന്ന് ഉറപ്പ് വന്നാലല്ലാതെ ബാക്കവി അവിടെ നിന്ന് ഉറപ്പിടില്ല. 1,00,000 രൂപ ഒരു പ്രസംഗത്തിന് വാങ്ങുന്ന ആളുണ്ട്. EP, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചൊടിപ്പിക്കുന്നില്ല ആരെയും. അപ്പം മതം വിറ്റ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ജനങ്ങളെ ചതിക്കുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൃത്യമായി പറയും, ഈ തെറ്റിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. ദർഗാ പൂജയെ ശക്തമായി ഞങ്ങൾ എതിർക്കും. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വഫനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, എൻ്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ എന്ന്. ശരിക്കും നിങ്ങൾ ആലോചിച്ച്, നബി സമസ്തക്കാരനായിരുന്നെങ്കിൽ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട് നബി സമസ്തയായിരുന്നു, നബിയുടെ പാതയിലാണ് ഞങ്ങളെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരാണ്, നബി എന്താ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസ് എൻ്റെ കബറും പുറത്ത് നടക്കണമെന്നല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസ് ഇവിടെ നടക്കണമെന്നല്ലേ? ശരിക്കും നബിയുടെ കാലത്ത് ആനല്ലേ ഉണ്ട്? അതുകൊണ്ടാണല്ലോ അനന്തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, അബ്രത്തും കൂട്ടരെ ആനയും കൊണ്ടല്ലോ ഒന്ന്. എന്തേ അവിടെ നേർച്ചയിൽ ഒരു ആനയില്ലാത്ത? ശരിക്കും കൂട്ടരെ നബിയുടെ ഭരണ പോട്ടെ, ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്ത് 20 ഭൗതിക സാമ്രാജ്യങ്ങൾ ഭരിച്ച 10 കൊല്ലത്തെ ഖിലാഫത്തുർ റാഷിദയുടെ ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ, ഒരു നീലക്കുറിഞ്ഞു പൂക്കുന്ന കാലത്തിൻ്റെ ഭരണം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ഉറൂസ് ഉണ്ടായോ? അവിടെ ഒരു ആനയും, അന്ന് ആന ഉണ്ടല്ലോ, ഇന്നത്തെ പടക്കല്ലേ ഇല്ലാത്ത, അന്ന് ആന ഉണ്ടല്ലോ. ആന എന്നുള്ളതുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഒന്നും അന്നില്ല. അതുകൊണ്ട് നിങ്ങളത് ദീനല്ല. നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു, അപ്പേട്ടൻ്റെ മക്കളായിട്ട് ഇവിടെ വളർന്നു. അപ്പേട്ടനും ഹിന്ദു ആയിരുന്നു. ഇവിടെ നടന്ന അമ്പലാചാരങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അനുകരിച്ചു, അത്രയേ ഉള്ളൂ. അത് ഇസ്ലാമല്ല. ഇസ്ലാം വേറിട്ട് നിൽക്കുന്നൊരു സംഭവത്തിൻ്റെ പേരാണ്. ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു മതമായി അതിനൊരു സാദൃശ്യമില്ല. അത് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ. ക്രിസ്ത്യാനിറ്റി അല്ല ഇസ്ലാം, ഹൈന്ദവതയല്ല ഇസ്ലാം. മതത്തിന് പൊതുവായ ചില ഗുണങ്ങളുണ്ട്, അത് ഞാൻ അംഗീകരിക്കും. പക്ഷേ ഇസ്ലാം കൃത്യമാണ്. പശുവിനെ ആരാധിക്കാൻ പറ്റില്ല ഇസ്ലാമിൽ, പാമ്പിനെ ആരാധിക്കാൻ പറ്റില്ല ഇസ്ലാമിൽ, സൂര്യനെയും ചന്ദ്രനെ ആരാധിക്കാൻ പറ്റില്ല ഇസ്ലാമിൽ, മുഹമ്മദ് നബിയുടെ പ്രതിമ പോലുമില്ല ഇസ്ലാമിൽ. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രതിമയില്ലെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലേ? നതസ്യ പ്രതിമാസ്തി, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം. യക്ഷുഷാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ. കേനോ മനുഷ്യത്തിലുള്ളതാ 6-7 ശ്ലോക. ബിംബം പാടില്ല എന്നാ പറയുന്നത്. പുറപ്പാടിൽ എന്താ ഉള്ളത്? 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. യേശുക്രിസ്തുവിൻ്റെ പേരിൽ നാളെ ആഘോഷം നടക്കില്ലേ? എന്താ അതിൽ പറയുന്നത്? താഴെ വെള്ളത്തിനടിയിലെങ്കിലും ആകാശത്തിലോ ഭൂമിക്കടിയിലോ ഒന്നിൻ്റെയും പ്രതിമാരുത്.
ആണിൻ്റെ പ്രതിമയരുത്, പെണ്ണിൻ്റെ പ്രതിമയരുത്, പക്ഷിമൃഗാദികളുടെ പ്രതിമയരുത്, മത്സ്യത്തിൻ്റെ പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കരുതെന്നാ. എന്നിട്ട് കന്യാമറിയമ്മൻ്റെ പ്രതിമ വെച്ചില്ലേ, യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ വെച്ചില്ലേ? വെച്ചു. സത്യാർത്ഥ പ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞു, ബുദ്ധി ഇല്ലാത്തവന് ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് ബിംബം വെച്ചത്. ഞങ്ങൾക്ക് മുമ്പേ ബുദ്ധി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വെക്കാറില്ല. മുസ്ലിംകൊക്കെ കുറച്ച് കൂടുതലാണ് ബുദ്ധി, അതുകൊണ്ട് പോലെ ആ ജാതി പണിക്കൊന്നും കിട്ടില്ല. കാരണം അവർ വിചാരിക്കുന്ന പടച്ചോനെ, നമ്മുടെ പാട്ടുണ്ടല്ലോ, ഗഫൂറിൻ്റെ പാട്ട്, ഇടവണ്ണ ഗഫൂറിൻ്റെ, ഇത് പൂജാമുറിയിലോ ചില്ലിൻ്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എൻ്റെ ദൈവം, വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എൻ്റെ ദൈവം. ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേഖ ആസീത് സദാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്വൈ ദേവായ അവിശാവിദേമാംന ഷമ്മ ഇസ്രായേല അഡോണ യലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയില ഷമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ കേൾക്ക, നമ്മുടെ ദൈവം ഏകദൈവം. ഏകം സദ്ബഹുദ വിപ്രാപദന്തി ലേ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്നാണ്. ഈ 5 തവണയാണ് ദൈവം ഏകൻ ഏകൻ. കുൽ ഹുവല്ലാഹു അഹദ്. യഹ് ഹീബ്രുവിൽ യഹ് ഏകൻ, അഹദ് പടച്ചോൻ അഹദാണ്, ഏകനാണ്. ആ പടച്ചോനിലേക്കാണ് ലോകത്തെ നമ്മൾ ക്ഷണിക്കുന്നത്. ശരിക്കും വെള്ളിയാഴ്ച, ഇപ്പോൾ മറ്റന്നാൾ നമ്മൾ ഓതും വയുന്തിറല്ലദീന കാലുത്തഖദല്ലാഹു വലദ. എടക്കര, ചുങ്കത്തറ, ഇവിടൊക്കെ ക്രിസ്ത്യാനികളുടെ സ്ഥലമാണ്. ഞാൻ തുറന്നു പറയാണ്, ക്രിസ്ത്യാനികളെ, നിങ്ങൾ നാളെ മഹ്ശറിൽ മുസ്ലിങ്ങൾക്കെതിരായി വരുന്നൊരു ദിവസം വരും. അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ഖുർആനിൽ വെള്ളിയാഴ്ച നിങ്ങൾ ഓതുന്ന സൂറത്ത് കൗഫിൽ 4-ാമത്തെ വചനം ഞങ്ങളോട് ഏകദൈവ വിശ്വാസം നിങ്ങളോട് പറയാൻ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞങ്ങളുടെ ട്രിനിറ്റി തെറ്റാണ് എന്ന് ദൈവം നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞോ? ഞങ്ങളുടെ കൂടെ ഓഫീസിൽ നിങ്ങൾ 30 കൊല്ലം ജോലി ചെയ്തു, സ്കൂളിൽ നിങ്ങൾ ജോലി ചെയ്തു, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ ചതിച്ചു. എല്ലാവരും ഓർത്തോളൂ, സ്റ്റേജിലുള്ളവരും പേജിലുള്ളവരും. വയുന്തിറല്ലദീന കാലുത്തഖദല്ലാഹു വലദ. എന്താ അർത്ഥം വെച്ച് നോക്ക്, സ്ത്രീകളൊന്നും അർത്ഥം വെച്ച് നോക്കേ. വയുന്തിറല്ലദീന കാലുത്തഖദല്ലാഹു വലദ. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറയുന്ന സാവിത്രിക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്ന ഏലിയാമ്മക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്ന ജോർജിന് അത് ശരിയല്ല എന്ന് നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറയാണ് ഖുർആൻ. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്താ പറയാത്തത്? എന്തോ ഒരു പ്രശ്നം നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ അറിയോ? ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആരാൻ്റെ മതത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് ആരും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേണ്ട, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒന്ന് കൈബന്ധിക്കേണ്ടി വന്ന് ഒന്ന് ബന്ധിച്ചോളാം കേട്ടോ. നിങ്ങളുടെ കൂടെ പഠിച്ച ഹൈന്ദവ പെൺകുട്ടി നിങ്ങളുടെ ചെറിയ പെരുന്നാളിന് ക്ഷണിക്കപ്പെട്ടിട്ട് പർദ്ദട്ട് കൊണ്ട് വന്നിട്ടുണ്ടോ? ഒരു ഹിന്ദു പെൺകുട്ടി പർദ്ദട്ട് കൊണ്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒന്ന് വരെ വന്നിട്ടുണ്ടോ? ഓണത്തിൻ്റെ കോടി നിങ്ങൾ ഇടാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഓണത്തിൻ്റെ കോടിയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തോന്നിയപ്പോൾ പർദ്ദട്ട് കൊണ്ട് ചെറിയ പെരുന്നാളിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരൊറ്റ ഹിന്ദു പെണ്ണിനും തോന്നാത്ത എന്തുകൊണ്ടാ? അങ്ങനെ പർദ്ദടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? പറ, ഉണ്ടോ? നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരു വർഗീയവാദിയം തോന്നിയിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഓണക്കോടി എടുത്തിട്ടില്ലെങ്കിൽ ഓൽക്ക് എന്താ തോന്നാൻ കാരണം? നിങ്ങൾ ഏണി വെച്ചു കൊടുത്ത്, കാരണം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇക്കൊല്ലം നിങ്ങൾ ചെയ്തില്ലോ ചോദിക്കൂലേ? കഴിഞ്ഞ കൊല്ലം കുഞ്ഞാമിനെ അയച്ചിട്ട് അതേ സാധനം ഇക്കൊല്ലം കിട്ടൂലേന്ന് റസൂലിന്റെ പ്രവചനം പുലരുക. റസൂലിന്റെ പ്രവചനം എന്താ? നിങ്ങൾ അവരെ പിന്തുടരുന്ന്, നിങ്ങൾ അവരെ കുരിശു വെക്കും, നിങ്ങൾ അവരെ പുൽക്കൂടുണ്ടാക്കും, നിങ്ങൾ അവരെ ഉണ്ണി യേശുവിനുണ്ടാക്കും, നിങ്ങൾ അതൊക്കെ കച്ചവടവൽക്കരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിൻ്റെ ഒരു ആഘോഷ ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് പർദ്ദയിടട്ടെ എന്ന് ഓക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓണക്കോടി വാങ്ങുന്നതും ഉടുക്കുന്നതും മുസ്ലിങ്ങളാണ്. മാത്രമല്ല, ഓണം സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും 2 കൊല്ലത്തിലധികമായി മുസ്ലിങ്ങളാണ്. അപ്പോൾ ഓണം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. എന്നിട്ട് ഗണേശൻ 2 വീലർ വന്നിട്ട് ബഷീറിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തുകയാണ്. അപ്പോൾ മറ്റോ ചോദിച്ച്, അല്ല ഗണേശൻ അതൊന്നുമില്ല, ആമിനൻ്റെ ഓണത്തിൽ കൂടാൻ വന്നാൽ ഞാൻ ആമിനാൻ്റെ വീട്ടിലെ ഓണത്തിന് ആമിന ഓണത്തിൻ്റെ ചോറ് വെക്കണേ, ആമിന ഓണക്കൊടി, ആമിനാൻ്റെ വീട് കണ്ട ഓണത്തിൻ്റെ എല്ലാം. ഹിന്ദുവിൻ്റെ വീട്ടിൽ അതില്ല. കാരണം ഓരോട് പറയുന്നത് നിങ്ങൾ ചിലവാക്കട്ടെ, ഞങ്ങൾ ചിലവാക്കും, ഞങ്ങൾ ഓണത്തിലേക്ക് നിങ്ങൾ വന്നോളീൻ. അപ്പം അങ്ങനല്ലേ? അല്ല, നിങ്ങൾ പറ, അല്ല നീ പ്രസംഗമായിട്ട് നിങ്ങൾ ഇന്നൊന്ന് വന്ന് കാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, അവർ പറഞ്ഞിട്ടല്ല, അവരാഗ്രഹിച്ചിട്ടില്ല, അവരാരും നിങ്ങളെ കൊണ്ട് ഓണക്കോടി ഇടിയിക്കില്ല. അതിന് മാത്രമുള്ള വിവരക്കേട് ഒരു ഹിന്ദുവിനില്ല, നമ്മളെക്കാൾ വിവരമുള്ളവരവർ. പക്ഷേ മുത്ത് നബി പറഞ്ഞ പ്രവചനം അവിടെ പുലരുക. എന്താ പുലരുന്നത്? നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സത്യമായിരുന്നോന്ന്, നരകവും സ്വർഗവും ഉണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ഗതികേട് വരും, പേടിക്കുക വേണ്ടത്. അങ്ങനെ തുള്ളിയിട്ട് മരിച്ചു വീണില്ലേ ഒരുത്തൻ?
രാഷ്ട്രീയത്തിൽ ഒരാളുടെ സെക്രട്ടറി നിങ്ങളെ നാടിൻ്റെ പരിസരത്തേരും വീണ് മരിച്ചില്ലേ? എന്താ മരിക്കാൻ കാരണോ? മൻ തശബ്ബഹ ബിഖൗം ഫഹുവ മിൻഹും. നിങ്ങൾ അവരുടെ ആഘോഷത്തിൽ പങ്കെടുത്താൽ പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളല്ല. ഏത് മതത്തിൻ്റെ ആഘോഷത്തിലാണോ നിങ്ങൾ ആ സമുദായത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ടവരല്ല എന്ന് നബിയുന. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലീഗുകാരൻ CPM-ൻ്റെ കൊടിയും പിടിച്ച് CPM-ൻ്റെ ജാഥയിൽ നിന്നാൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? രാഷ്ട്രീയം ദുനിയാവല്ലേ? ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലീഗുകാരൻ BJP-ൻ്റെ കൊടിയും പിടിച്ച്, ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് BJP-ൻ്റെ കൊടിയും പിടിച്ച് ആ ജാഥയിൽ നിന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? ഒരു CPM-കാരൻ ലീഗിൻ്റെ കൊടിയും പിടിച്ച് അവരെ ജാഥയിൽ നടക്കുക, വൈകുന്നേരം CPM-ൻ്റെ കൂടെ നടക്കുക, പാർട്ടി വിടുവോ? രാഷ്ട്രീയത്തിൽ പോലും വിടൂല. പക്ഷെ നമ്മളോ നോമ്പ് തുടങ്ങും. നമുക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ ആ നോമ്പ് തുടങ്ങുന്ന അത്തായം കഴിക്കുക. നമ്മൾ തൊട്ടടുത്ത് ഗണേശേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്ന് ഞങ്ങൾ നോമ്പാണ്, അത്തായങ്ങളും കഴിക്കണം, നിങ്ങൾ ഞങ്ങളുടെ അയൽവാസിയാണ്, ഇന്ന് മുതൽ നിങ്ങൾ നോമ്പ് തുടങ്ങണം എന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഇന്ന് വരെ പറയുമോ? ഇല്ല. നമ്മൾ നോമ്പൊക്കെ നോക്കി പുറത്തിങ്ങനെ വന്നിക്കുന്നുണ്ട്, ഗണേശേട്ടൻ ഇങ്ങനെ പിട്ട് തിന്നത് വല്ലാത്തൊരു ഹമുക്ക്. ഞങ്ങൾ നോമ്പായിട്ട് മൂപ്പര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല എന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല. അതേ സംഗതി ഗണേശേട്ടൻ ഉണ്ടായാൽ മതി. നിങ്ങൾ ഓണത്തിന് ഞങ്ങൾ കൂടണം നിങ്ങൾ നിർബന്ധിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് പറ്റിയ കുഴപ്പമാണ്, ഞങ്ങൾക്ക് പറ്റിയ കുഴപ്പമല്ല. നിങ്ങൾ വിചാരിക്കയിൽ കൂടിയില്ലേ ഓൻ തീവ്രവാദിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നില്ലല്ലോ, അതുകൊണ്ട് ഉപദ്രവിക്കരുത്, ഈ ഉമ്മത്തിനെ ഉപദ്രവിക്കരുത്. ഈ ഉമ്മത്ത് ഇപ്പം വിചാരിക്കുന്നതെന്നറിയോ? ഇതിലൊക്കെ കൂടിക്കൊടുത്താലേ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറയട്ടെ, നിങ്ങൾ മണിമല ക്ഷേത്രം ഒന്ന് കേട്ടിട്ടുണ്ടോ? മണിമല ക്ഷേത്രത്തിൽ എൻ്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് കൈവന്തിച്ചാട്ടെ. ഒരു താത്ത, ഒറ്റ താത്ത, ഇൻഗുലാബ് ഇത്താത്ത. ഏയ്, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയണേ. അവിടെ ഇത്ര ഉയരത്തിലൊരു നിലവിളക്കുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ, ഞാനിരിക്കുന്ന സ്റ്റേജിൽ ഇത്ര ഉയരത്തിലൊരു നിലവിളക്ക്. അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്, ഈ ഉള്ളവനുണ്ട്, ഒരു മൊയ്ലിയാരുണ്ട്, ഒക്കെ ഉണ്ട്. മൊയ്ലിയാരിങ്ങനെ അവിടെ ഇരിക്കുകയാണ്, മൂപ്പര് ജുബ്ബ കുപ്പായിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അതിഥികൾക്കും വേണ്ടി ഈ നിലവിളക്കിൽ ഓരോ തിരി വെച്ചിട്ടുണ്ട്. ഓരോ തിരി നിലവിളക്കിൻ്റെ ഓരോരുത്തർ കൊളുത്തണം ആ നിലവിളക്ക്. അതിൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഒരു തിരി. എല്ലാവരും എണീറ്റുന്ന്, ഞാൻ മാത്രം അവിടെ ഇരുന്ന്. മൊയ്ലിയാർ എണീക്കാൻ നോക്കുമ്പോൾ ഞാൻ ജുബ്ബക്കുപ്പായ ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പം മൂപ്പരിങ്ങനെ ദൂരെ നോക്കുന്നവർക്ക് സ്പ്രിങ് പൊന്തുന്ന അരി പൊന്തും ഇരിക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പോകുമ്പോൾ പറയാണ്, പടച്ചോൻ കാത്ത് നിങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ ശിർക്ക് ചെയ്തില്ല, ഞാൻ രക്ഷപ്പെട്ട്. കാരണം ഈ നിലവിളക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു അവിടെ. ഒരൊറ്റ സന്യാസി, ഒരൊറ്റ ഹിന്ദുവും എന്നെ വെറുത്ത്. ഇന്നും ആ മണിമല ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ എന്നെ വിളിക്കും, അധിക ദിവസം എന്നെ വിളിക്കും, അന്നും ഇന്നും ഒരേപോലെ. എന്താ പ്രശ്നം? അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങൾക്കിത് പാടില്ല. ഞാൻ ഈ കഴിഞ്ഞ ഇതിൽ എനിക്കൊരു അത്ഭുതം തോന്നി. എൻ്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ഒരു ഹിന്ദു സ്ത്രീയാണ്, മെലിഞ്ഞിട്ടൊരു സ്ത്രീ, ഒരു സാധു, മിണ്ട പോലും ഇല്ല. പക്ഷേ ഞാനവരെ ശൗര്യം കണ്ട് ബേജാറായിപ്പോയി. എപ്പോഴെന്നറിയ നിങ്ങൾ? ശബരിമലക്ക് പോകാൻ അവരെ വീട്ടിൽ തീരുമാനിച്ചു. അവരല്ലോ, അവരുടെ ഹസ്ബൻഡ്, അവരുടെ മകനും. അപ്പോൾ എനിക്ക് താനൂർ കടപ്പുറത്തുനിന്ന് നമ്മുടെ പ്രവർത്തകർ കുറച്ച് അയില കൊണ്ടുതന്ന്, ഫ്രഷ് അയില. ഈ അയില എടുത്തിട്ട് എൻ്റെ സ്നേഹം കൊണ്ട് പാൽക്കാരി സ്ത്രീക്ക് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി. സ്ത്രീകൾ ശരിക്കും പഠിച്ചോളി, പാൽക്കാരിക്ക് ഇങ്ങനെ നീട്ടി. അവരോരോ ഒറ്റ കൈവലിച്ചിരുന്നോട് പറഞ്ഞു, ഒന്നും തോന്നരുത്, ഞങ്ങൾ മണ്ഡലം നോമ്പിലാണ്, ഞങ്ങൾക്കിത് പറ്റൂല. ഞാൻ ദുനിയാവിലെ എല്ലാ സദസ്സിലും ഇത് പറയും. എനിക്ക് ആ സ്ത്രീയോടുള്ള ബഹുമാനം എനിക്കൊരു മുസ്ലിം വരുന്നതിനോട് ഒന്നും വരെ തോന്നിയിട്ടില്ല. അതാണ് അന്തസ്. എന്ത്? മണ്ഡലം നോമ്പ് നോൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചോറും തിന്നാൻ പാടില്ല, ഇറച്ചിയും തിന്നാൻ പാടില്ല, മീനും തിന്നാൻ പാടില്ല. അതാണ് അവരെ മതം. ഒരു വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു സാധാരണക്കാരിക്ക്, സ്ത്രീക്കുള്ള ഈമാൻ നമ്മുടെ പെൺകുട്ടിക്കുണ്ടോ? ഓണക്കൂട്ടി എടുക്കുന്ന പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ആര് കളഞ്ഞു കുളിച്ചു എന്ന് ആലോചിക്കുക. അവരവരെ മതം. ഇന്ന് വരെ നിങ്ങളൊരു ഹിന്ദുവിനെ മുസ്ലിമിൻ്റെ ആഘോഷിച്ച് കൂടുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ കൊടുത്ത ചോറുന്നാൻ വരും, പക്ഷെ നമ്മുടെ വേഷം ധരിച്ച് വരുമോ? വേണ്ടെന്നേ. അവർ ഓണത്തിന് പോകുമ്പോൾ കറുപ്പെടുക്കും, നമ്മൾ ഉംറയ്ക്കും ഹജ്ജിന് പോകുമ്പോൾ വെളുപ്പെടുക്കും. നമ്മുടെ വെളുപ്പെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ കൂടെ ഏതെങ്കിലും ഒരു ഹിന്ദു വരാറുണ്ടോ? ഇല്ലടോ, ഇല്ല. അവർക്കറിയാം അതിൻ്റെ ആവശ്യമില്ല. അതല്ല സൗഹാർദ്ദം, അതല്ല സ്നേഹം. ഹിന്ദുവിന് ഹിന്ദു ആയിക്കൊണ്ട്, മുസ്ലിമിന് മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ കഴിയാന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഈ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അറിയാത്ത ആരാള്? ഹിന്ദു. ഗാന്ധിജീനെ അറിയുമെങ്കിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അറിയും. ഗാന്ധിജിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുസ്ലിം പൗരനായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. പൊട്ടമേശ സമ്മേളനത്തിന് പറഞ്ഞയച്ചിരുന്ന പ്രഭാഷണ വൈഭവം കൊണ്ട് തീക്ഷണമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്ന മൗലാന. ആ മൗലാന ലാഹോറിലെ കേട്ടോളി, ലാഹോറിലെ കോൺഗ്രസിൻ്റെ വേദിയിൽ ഇതുപോലെ അധ്യക്ഷ പദത്തിലിരിക്കുമ്പോൾ പണ്ഡിറ്റ് കൃഷ്ണ പാടാൻ വേണ്ടി വന്നു. ഷിർക്കിൽ അധിഷ്ഠമായ ഭൂമി മാതാവിനെ വന്ദിക്കുന്ന വന്ദേ
മാതരം എന്നുള്ള പാട്ട്. ഇത് പാടാൻ വേണ്ടി എഴുന്നേറ്റ്. അപ്പോൾ മൗലാന ചോദിച്ചു, എന്തിനാ? ഞാൻ അധ്യക്ഷനാണ്, എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? അവർ ഞാൻ ഈ പാട്ട് പാടാൻ പോവുകയാണ്, ഈ ഷിർക്കിൻ്റെ വരിയുള്ള പാട്ടാണത്. മൗലാന പറഞ്ഞു, പറ്റില്ലല്ലോ, ഞാൻ അധ്യക്ഷനാണ്, എൻ്റെ അധ്യക്ഷതയിലിരുന്ന് ഈ ഷിർക്കിൻ്റെ വരി പാടാൻ പറ്റില്ല, നിങ്ങൾ ആലോചിക്കണം, ഏത് കാലത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ വിശ്വാസമാണ്, നിങ്ങളെ ബാധിക്കുന്നതല്ലോ, ഞാൻ പാടി നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശ്നമുണ്ട്, ഞാൻ അധ്യക്ഷനായിപ്പോയി, അധ്യക്ഷന് വലിയ സ്ഥാനമുണ്ട്, ആ സ്റ്റേജിൽ നടക്കുന്ന എല്ലാറ്റിൻ്റെ ഉത്തരവാദിത്വം അധ്യക്ഷനാണ്. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി എല്ലാവരും. മൗലാന മുഹമ്മദ് അലി ജൗഹറ പറയുന്നത്, ഞാൻ ആ അധ്യക്ഷ പദത്തിലിരുന്നു കൊണ്ട് നിനക്കിത് പാടാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പാടുന്നതുകൊണ്ട് എനിക്ക് വെറുപ്പൊന്നുമില്ല, അധ്യക്ഷ പദത്തിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇറങ്ങിപ്പോകും. മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന ആ ലോകം കണ്ട ദേശീയവാദി, ജനാധിപത്യവാദി, ഗാന്ധിജിയെ നെഞ്ചിൽ വെച്ച് സ്നേഹിച്ച മനുഷ്യൻ. ഗാന്ധിജിയെ ഹരേ റാം എന്ന് പറഞ്ഞ ആളാ, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. മരിക്കുമ്പം പോലും ഹരേ റാം. അത്ര വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. ജീവിതത്തിലൊരിക്കലും അല്ലാഹു അക്ബർ പറഞ്ഞിട്ടില്ല അദ്ദേഹം, ജീവിതത്തിലൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല ഗാന്ധിജി. ഗാന്ധിജി ആ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല, ഗാന്ധിജിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി അത് മൗലാനയോട് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനത്തെ ഒരു വേദിയും കൂടി ഞാൻ ആ പുസ്തകമാണ് ഉദ്ധരിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു, മൗലാന മുഹമ്മദ് അലിയുടെ ജീവിതവും സന്ദേശവും എന്നൊരു ബുക്കുണ്ട്, മുഹമ്മദ് സാഹിബ് എഴുതിയ, വടകര മുഹമ്മദ് സാഹിബ് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണ്ഡിറ്റ് കൃഷ്ണ ഷിർക്കിൻ്റെ പരിപാടിയപ്പോൾ അദ്ദേഹം പാടി പൂർത്തിയാക്കിയതിനു ശേഷം ദൂരെ നിൽക്കുന്ന മൗലാന നടന്നു വന്ന് വീണ്ടും അധ്യക്ഷ പദത്തിൽ കയറി. അപ്പം നാട്ടുകാർ, ഈ അധ്യക്ഷ പദത്തിലിരിക്കുന്ന വലിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചോദിച്ചു, എന്ത് നിങ്ങൾ ഇറങ്ങിപ്പോയത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനേ ജാമിയ മില്ലയിലെ പ്രിൻസിപ്പളാണ്, രാവിലെയും വൈകുന്നേരം ഖുർആനും ഹദീസും എടുക്കുന്ന ആളാണ്. ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമാണ്. ഞാൻ അധ്യക്ഷ പദത്തിലിരിക്കുമ്പോൾ എൻ്റെ സ്റ്റേജിൽ വന്നൊരുത്തെ ഷിർക്കിൻ്റെ വരി ചൊല്ലിയാൽ എന്നെ വിശ്വസിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇങ്ങനെ കരുതും, അതിന് അപകടമില്ല. കാരണം മൗലാന മുഹമ്മദ് അലി ജൗഹർ അധ്യക്ഷനായിരുന്നിടത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കരുതാതിരിക്കാനാണ് ഞാനിത് ചെയ്തത്. മൗലാനയെ റെസ്പെക്റ്റ് ചെയ്യുകയല്ലാതെ അവരാരും നിന്ദിച്ചിട്ടില്ല. നമ്മളെന്താ വിചാരിക്കുക, ഓരെന്ത് വിചാരിക്കുന്നിട്ട്? അതാണ് സുൽഫീഖർ അലിക്ക് പറ്റിയത്. ഡോക്ടർ സുൽഫീഖർ അലി, KNMൻ്റെ സുൽഫീഖർ അലി നിലവിൽ കൊടുത്തുകൊണ്ടാണ് ഈ അപരിഷ്കൃതാബോധാൻ. മദനി, ജമാലുദ്ദീൻ മദനി, പിന്നെ നമ്മുടെ സലാഹുദ്ദീൻ മദനി ഇതിനെ എഴുതി കൊടുത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്, അക്കീദ വേറെയാണ്, അത് പണയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിശ്വാസം ഇന്ത്യയിലില്ല. ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവകാശം തന്നിട്ട് നമ്മൾ നമ്മുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭാസ്കരനെ സ്നേഹിക്കുക. ഗാന്ധിജി 6 മാസത്തോളം മൗലാനയുടെ വീട്ടിൽ വന്ന അതിഥിയായി. അപ്പോൾ ഉമ്മാനോട് മൗലാന പറയുന്നൊരു വാക്കുണ്ട്, അതും കൂടി ചേർന്നാലേ അത് പൂർത്തിയാവും. മൗലാന പറയാണ്, ഗാന്ധിജി നമ്മുടെ അതിഥിയാണ്. മൻകാന യുഗ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. അതിഥിയെ ആദരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ മീനും ഉണ്ടാവില്ല, ഇറച്ചി ഉണ്ടാവില്ല. കാരണം അത് രണ്ടിൻ്റെയും മണം ഗാന്ധിജിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. ഇതാണ് ആദരവ്. നേരച്ച് മതം കടെടുക്കല്ല. എനിക്കിഷ്ടമല്ലാത്തൊരു ഭക്ഷണം അല്ലല്ലോ എന്നെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലല്ലോ, എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കണം. അതാണ് മര്യാദ. അവിടെയാണ് മര്യാദ വേണ്ടത്. പിന്നെ എന്ത് വേണ്ട, അവൻ്റെ മതം നമ്മൾ കടെടുക്കണ്ട. അതിന് മതലേനം എന്നറിയാം, മതസൗഹാർദ്ദം എന്നല്ല. നിങ്ങൾ നോക്ക്, കൊണ്ടോട്ടിയിലെ ആന, പട്ടാമ്പിയിലെ ആന തന്നെയാണ് അമ്പലത്തിലുള്ളത്. ആ ആനപ്പുറത്തിരുന്ന് ഗണേശൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ മുട്ടി ചെണ്ട തന്നെയാണ് ഇവിടെയും മുട്ടുന്നത്. അവിടെ പൊട്ടി അതേ പീടിയെന്ന് വാങ്ങിയ പടക്കാണ് ഇവിടെയും മുട്ടുന്നത്. ഇത് മതലേനമാണ്, മതല്ല. ഇത് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കബറിൽ കിടക്കാൻ കഴിയില്ല സ്വസ്ഥമായിട്ട്. എനിക്ക് എൻ്റെ കബറിൽ കിടന്നാൽ മതി, അത്രയും ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും. അതുകൊണ്ട് മതലേനം വേറെ, മാനവിക സൗഹാർദ്ദം വേറെ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു സംഗതിയേ അല്ല, അത് മനസ്സിലായിക്കോളൂ. മതസൗഹാർദ്ദമല്ല. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കുക, അതിൻ്റെ ഒരു പരിമിതിനെ കുറിച്ച് ആലോചിക്കണോ? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അപ്പോൾ മതമില്ലാത്തവർക്ക് സൗഹാർദ്ദം വേണ്ടേ? മനുഷ്യ സൗഹാർദ്ദം എന്ന് പറ. അപ്പം യുക്തിവാദിയായിട്ടും ഏത് മതവിശ്വാസിയായിട്ട് സൗഹൃദ, ഏത് മതമില്ലാത്തവനും. മതലേനത്തെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല, മറിച്ച് മനുഷ്യ സൗഹാർദ്ദമാണ്. ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ എൻ്റെ ബാലനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുക. നിങ്ങൾ കേട്ടില്ല, ഇപ്പം മരിച്ച ശ്രീനിവാസൻ. ഞാൻ 5 കൊല്ലം കുത്തുബ പറഞ്ഞിടത്ത് കുത്തുബ കേട്ട ആളാണ് മമ്മൂട്ടി, വൈറ്റിലയിൽ. എനിക്ക് നല്ല പരിചയമുള്ള ഒരാൾ. ഈ മമ്മൂട്ടി കൊടുത്ത 2000-ഉം ഇന്നസെൻ്റ് കൊടുത്ത 400-ഉം കൊണ്ടാണ് ഹിന്ദു ആയ പെണ്ണിനെ ശ്രീനിവാസൻ കെട്ടി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, എന്ത് മതം, ഏത് മതം, എവിടുത്തെ മതം? ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവിടെയാണ് ഐക്യം, അതാണ് ഐക്യം. അതല്ലാതെ അവിടെ ചെന്നിട്ട് അമ്പലത്തിലെ പൂജ നടത്തി കൊടുക്കുന്നതിൻ്റെ പേരല്ല, അല്ലെപ്പുറത്ത് വന്നിട്ട് പള്ളിയിലെ മുക്രിയായി നിൽക്കുന്നതിൻ്റെ പേരല്ല. ഹിന്ദു ആയിക്കൊണ്ട് മുക്രിയാകുക, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുക, അതല്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും പോരുത്. അമ്പലത്തിലെ വിശ്വാസം വേറെ, പള്ളിയിലെ വിശ്വാസം വേറെ. ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തില്ലേ വരാനിരിക്കുന്ന എന്തറിയോ? നല്ല മനുഷ്യന്മാരൊക്കെ ഭീകരവാദികളാവും, നിങ്ങളൊക്കെ വലിയ മുത്തക്കികളാവും. ഇത് ആണും പെണ്ണും കെട്ടോലൊക്കെ നല്ലോലും ആവും. തൻ്റെ ഇടം നട്ടലുള്ള ആണ്
ഓനൊന്നിനും കൊള്ളരുതാത്തവനാവും. ഇത് മനസ്സിലാവുണ്ടല്ലേ? ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം മുതൽ എല്ലാ തോന്നിയാസത്തിനും നമ്മൾ കൂട്ടിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മണ്ഡല നോമ്പ് അത് പറ്റൂല എന്ന് പറയാൻ ആ സാധു സ്ത്രീ കാണിച്ച ഈമാനില്ലേ, ആ സ്ത്രീൻ്റെ ഈമാനെങ്കിലും നമുക്കൊക്കെ വേണ്ടേ? മുജാഹിദൊക്കെ വേണ്ടേ? മുജാഹിദൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായ ഒരു പെട്ടിങ്ങളെ മുമ്പിൽ വരും. അപ്പം അതിൽ സിറം വാലാനിയ, രഹസ്യമായും പരസ്യമായും. സൂറത്ത് ഫാത്തിർ 29-ാമത്തെ വചന, അല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിറം വഅലാനിയ. അതാണ്. അപ്പോൾ ശരിക്കും ഓർക്കാൻ വേണ്ടിയാണ് പറയും കൊടുക്കുക. അടുത്തത്, ഞാനിവിടെ യുവാക്കളുടെ എണ്ണം ഇപ്പോൾ പലയിടത്തും കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഫുട്ബോൾ 8:30 കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ടാവും? ഫുട്ബോളിനേക്കാൾ വലുതായി ദീനൊന്നും തോന്നി ആരുണ്ടോ ഇവിടെ? മുജാഹിദ് പോലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അരീക്കോട്ടൊക്കെ അങ്ങനെ. മെസ്സിയാണോ വലുത്, നബിയാണോ എന്ന് വെച്ചാൽ മെസ്സിയാണ് വലുത് എന്ന് പറയുന്ന മുജാഹിദുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ എന്താ ഉമർ ഹത്താബിൻ്റെ പേരിൽ ഒരു ബനിയനുണ്ടോ? ടീഷർട്ട് ഇല്ല. അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരിൽ ടീഷർട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. മെസ്സിൻ്റെ അത്ര ഇഷ്ടം അരീക്കോട്ട് മുജാഹിദിന് റസൂലിനോടും സാബത്തിനോടും ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ അരീക്കോട്ടുകാരെ നിഷേധിക്കില്ല. ഞാൻ അവിടെ അത് പ്രസംഗിച്ച ആളാ. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഒക്കെ യുവാക്കളെ കാണാം. കഞ്ചാവും കള്ളും പെണ്ണും തോന്നിയാസവും എല്ലാ സ്ഥലത്തും യുവാക്കളെ കാണാം. നല്ല കാര്യത്തിന് ഇവിടെ യുവത്വം, ചരിത്രത്തിന്റെ തീജ്വാലയാകേണ്ട യൗവനം. അല്ലാഹു ആ യൗവനത്തെ കുറിച്ച് ചോദിക്കുന്ന അല്ലേ ഈ നെഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. SYS സുന്നി യൂത്ത് ഈ യുവാക്കളെ പറ്റി സൂറത്ത് കഹ്ഫിൽ എന്താ പറഞ്ഞത്? 13-14 വചനം. അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാന്നുള്ളത് ഞങ്ങൾ ചെയ്യൂല, അത് അന്യായാണ്. മൊയ്തീൻ ശേഖയെ രക്ഷിക്കണമെന്ന് പറയല് ന്യായാണെന്നല്ല, അന്യായമാണ്. അത് ചെയ്യാൻ അസ്ഹാബുൽ കഹ്ഫിനെ കിട്ടൂല. ഞങ്ങളും പറയണതാ. നമ്മുടെ യുവത്വം, ഞാനിങ്ങോട്ട് വരുമ്പോൾ ഷമീർ മുണ്ടേരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ യുവത്വത്തിൻ്റെ പ്രസിഡന്റാണ്, ഞങ്ങളുടെ ജില്ലയുടെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റാകുന്ന ആ വേദിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കാത്ത യൗവനം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു യുവാവായിരുന്നു. ഒരു പെണ്ണ് തോന്നിയാസത്തിന് വിളിച്ചപ്പോ കാലമാദല്ലാഹ് എന്ന് പറഞ്ഞ് ഓടിപ്പോന്ന ആളാ. എനിക്ക് ജയിലാ നല്ലത്, എനിക്ക് ഈ രാജകൊട്ടാരത്തിലെ തോന്നിയാസ ജീവിതത്തെക്കാൾ ബെറ്റർ, എനിക്ക് ജയിലാണെന്ന് പറഞ്ഞ യൂസുഫ് നബി ഗുഹയിലകപ്പെട്ട 3 പേരിൽ ഒരാളോട് ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത്തഖില്ല, അല്ലാഹനെ പേടിക്കുന്നില്ലേ? ഇന്നി അഖാഫുല്ലാഹ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബിനെ പേടിക്കുന്നു. ലഖത്വാല ഹാദൽ ലൈലു വജവദ്ദ ജാനിബുഹു, ചുറ്റും കറുത്ത തമോമയമായ ഇരുമുറ്റും ഇരവിതിൽ ഏകാകിയാണ് ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. ഒരു പെണ്ണ് പറയാൻ, ഞാൻ വിളിക്കുന്ന സ്ത്രീകളോടാ പറയും, നിങ്ങൾ വളരെ സൂക്ഷിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. പരലോകത്ത് നിന്ദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചു. ഇഷ്ടത്തിൻ്റെ ഒരാളുടെ ഭാര്യയായി, മകളായി, ഉമ്മയായി നാളെ മസ്റയിൽ നരകത്ത് പോകുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ പെണ്ണ് എന്താ പറയുന്നത്? ചുറ്റും കറുത്ത് തമോമയമായ ഇരുൾമുട്ടും ഇരവിതിൽ ഏകാകിയാണു ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ നിദ്ര പറന്നുപോയോഹോ. ഒറ്റക്കാണൊരു പെണ്ണ് സൗദി അറേബ്യയിൽ, ഉമർ ബിൻ ഖത്താബിൻ്റെ ഭരണകാലഘട്ടം. ആ സ്ത്രീ പറയുന്നത് അറിയാം, വനിത, ആ മഹിളാരത്നം, എൻ്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എനിക്ക് ആഗ്രഹമുണ്ട് ലൈംഗികമായ, ശരീരത്തിലെ ഡോപ്പമിൻ ഹൈയിൽ നിൽക്കുന്നുണ്ട്, നല്ല തണുത്ത രാത്രിയാണ്, എനിക്ക് വേണമെങ്കിൽ മറ്റൊരു പുരുഷനെ ക്ഷണിക്കാം വാട്സപ്പിലൂടെ. വളരെ എളുപ്പമാണെന്ന് മെസ്സേജ് അയച്ചാൽ അതൊന്നും അറിയില്ല, ഫോൺ ചെയ്യുന്നില്ല, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അല്ലേ. നമ്മുടെ ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ വാപ്പ വരുന്നത് വരെ തോന്നിയാസം കാണുമ്പോൾ ഒറ്റ തട്ടാ, വാപ്പാക്കറിയില്ല എന്താ അവിടെ ചെയ്തതെന്ന്. അപ്പോൾ വിചാരിക്കും കുട്ടി പഠിക്കുകയാണ്. അതിനൊക്കെ നമ്മുടെ മക്കൾക്കറിയാം, നമ്മുടെ ചെറിയ മക്കൾക്കറിയാം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. 17-36 വചനം. എന്ത് കണ്ടു എന്ന് ചോദിക്കും മോളെ, എന്ത് കണ്ടു എന്ന് ചോദിക്കും മോനെ, എന്ത് കേട്ടു എന്ന് ചോദിക്കും. അപ്പം ആ പെണ്ണ് പറയുന്നത് എന്താണ്? എൻ്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, പക്ഷേ റബ്ബേ ഞാൻ നിന്നെ പേടിക്കുന്നുണ്ട് അല്ലേ. മോളെ പാലിൽ വെള്ളം ചേർക്കുകയും ഇല്ലുമ്മ, അല്ല അറിയും, അല്ല അറിയും. ഈ അല്ല അറിയും എന്ന പോയിന്റിലാണ് നമ്മളുള്ളത്. ഫുദൈൽ ബിൻ ഇയാദ് കൊള്ളക്കാരനായിരുന്നു, ഫുദൈൽ ബിൻ ഇയാദ് ചട്ടമ്പിയായിരുന്നു, ഫുദൈൽ ബിൻ ഇയാദ് പിടിച്ചുപറിക്കാരനായിരുന്നു, ഫുദൈൽ ബിൻ ഇയാദ് ഒരു കാമുകനായിരുന്നു, കാമുകയുണ്ടായിരുന്നു, ശരീരം പങ്കുവച്ചിരുന്നു, മനസ്സും പങ്കുവച്ചിരുന്നു, അവയവങ്ങൾ കൂടിച്ചേർന്നിരുന്നു, സിന ചെയ്തിരുന്നു. അങ്ങനെ സിന ചെയ്യാനാണ് ഫുദൈൽ ബിൻ ഇയാദ് പോയത്. മതിലിന്റെ അപ്പുറത്തൊരു കാല്, മതിലിന്റെ അപ്പുറത്തും ഒരു കാല്.
അപ്പോഴാണ് ഒരാൾ ഓതുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ വചനം, അലം യഗ്നില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. 50-ാം അധ്യായം സൂറത്തുൻ നജ്മ് 16-ാമത്തെ വചനമാണ്. ഫുളൈൽ ബിൻ ഇയാദ് തോന്നിയാസം ചെയ്യാൻ ഒരു കാല് മതിലിനപ്പുറത്ത്, ഒരു കാല് പുറത്ത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? അലം യഗ്നില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാനെ ഓർത്തിട്ട് ഹൃദയം നിനക്ക് നടുങ്ങുന്നില്ലേ? അള്ളാഹ് അവതരിപ്പിച്ചതിലേക്ക് നീ വരുന്നില്ലേ? എന്നിട്ട് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, മുമ്പ് വേദം നൽകിയവരെ പോലെ ആകാതിരിക്കാനും നിനക്ക് സമയമായില്ലേ? വല്ലാത്തൊരു ചോദ്യം. കാലത്തിന്റെ ദൈർഘ്യം നമ്മുടെ ഹൃദയത്തെ കടുപ്പിച്ച് കളഞ്ഞുല്ലേ? നിങ്ങളെന്നെ ചിന്തിച്ചു നോക്ക്. അഭീതമുണ്ടെങ്കിൽ രക്ഷയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും രക്ഷ ഉണ്ടാവില്ല അവിടെ. അതുകൊണ്ട് ഞാൻ യുവാക്കളോട്, ഇന്ന് കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതൊക്കെ കഴിഞ്ഞ 2024 25,000 കോടിയുടെ മയക്കുമരുന്നാണ് കേരളത്തിലെ, കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇവിടുത്തെ ആഭ്യന്തരം ഇക്കാലമത്രയും ദുർബലമായതിനേക്കാൾ ഒരുപക്ഷെ കേരളപ്പിറവിക്ക് ശേഷം EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ വന്നതിന് ശേഷം ഇപ്പോഴുള്ള ഈ മന്ത്രിസഭ നിലനിൽക്കുന്ന ഇക്കാലത്തെ 10 കൊല്ലത്തെ പോലെ കേരളത്തിൽ തിന്മ നടന്ന ചരിത്രം കേരളപ്പിറവിക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മളെ ഭരിക്കുന്നവർ ദുർബലരിൽ ദുർബലരാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരു ചങ്കുല്ല, ഇരട്ടയില്ല, ഒന്നെണ്ണുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഒന്നെണ്ണുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കാരണം മൂപ്പര് ഭരണത്തിലേറിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഇവിടെ വിറ്റ്, ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ഉമ്മമാരെ കൊന്നത്, ഏറ്റവും കൂടുതൽ മക്കളെ കൊന്നത്. ഒറ്റ വീട്ടിൽ 5-6 കൊന്ന ചത 10 കൊല്ലത്തിന് മുമ്പ് വളരെ കുറവാണ്. ഈ 10 കൊല്ലത്തിനുള്ളിലുണ്ടായ കേരളത്തിലെ കുറ്റകൃത്യം പോലെ ഇത് ഞാൻ പറയും, നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വലിയ വെറുപ്പ് അല്ല. ഞാൻ അത്യാവശ്യം ഈ മീഡിയ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയാൻ, കുറ്റകൃത്യത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ 2024 ഒറ്റ വർഷത്തെ കുറ്റകൃത്യം, ഈ കഴിഞ്ഞ 70 കൊല്ലക്കാലത്തെ മൊത്തം കുറ്റകൃത്യം എടുത്താൽ അതിൻ്റെ പാതി പോലും വരില്ല. എന്തുകൊണ്ട്? അത്ര ദുർബലമായ ആഭ്യന്തരമാണ് കേരളത്തിൽ നിന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഈ നില തുടരുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, ഞങ്ങളോട് എഴുതി വെച്ചോ, കേരളം ഉണ്ടാവില്ല. തെമ്മാടിത്തം നടക്കാത്ത ഒരൊറ്റ വീടുണ്ടാവില്ല. ലിബറലിസം അങ്ങനെ കടന്നു വന്നു. നിങ്ങൾ നമ്മുടെ പെൺകുട്ടികളെ നോക്ക്, മുസ്ലിം പെൺകുട്ടികളെ നോക്ക്. ജീൻസ് ഇടുന്നത് മാത്രമല്ല, അതിന് എത്ര കീറല മോനെ? 350. എത്ര കീറലുള്ളത്? എത്ര കീറലുള്ളത് പറ. നമ്മൾ പണ്ടൊക്കെ, ഞാൻ ഒരു നാടകം പോലൊക്കെ ചില സമയത്ത് ജീവിക്കും. ട്രെയിനിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ +2 പഠിക്കുന്ന പെൺകുട്ടികൾ ഇതുപോലെ എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കീറിയേ, മോളെ എവിടെയാണ് വീണത്, ആക്സിഡൻറ്റ് ഉണ്ടായോ എന്ന് ചോദിച്ചു എന്നോട്. എനിക്കറിയാം ഈ സാധനം ഇങ്ങനെ കൃഷ്ണൻ. അപ്പോൾ അങ്കിൾ അങ്കിൾ ഇത് ന്യൂജനാണ്, ഒറ്റടിക്ക് ചുണ്ടാട് പൊട്ടിച്ചു കാണും. ഞാനേ ആണും പെണ്ണും കേട്ട ബാപ്പാനോട് പറയാട്ടോ, നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടല്ലേ അത് ഇട്ടത്? എന്നിട്ട് കീറിയിട്ട് ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ ആയിട്ട്, പണ്ടൊക്കെ അങ്ങനെ അറിയോ, ഇങ്ങനെ ഒരു കീറൽ കണ്ട് നമ്മൾ വേഗം ഒരു കഷ്ണം വെച്ച് തുന്നി കൊടുക്കും, അജേന്ന് അറിയും. ഇപ്പം എന്താ അറിയും, നമ്മൾ നല്ല തുണി കുപ്പായിട്ട് അജേ കീറലില്ലല്ലേ എന്ന്. ഇപ്പം അങ്ങനെ കാലത്തിൻ്റെ കറക്കം. അതുകൊണ്ട് വീട്ടിൽ പെൺകുട്ടികൾ ജീൻസ് ഇടുന്നതിൻ്റെ മണ്ണെണ്ണ ഞാൻ തരാം, കത്തിച്ചളി, കൂലി കിട്ടും നിങ്ങൾക്ക്. ജീൻസ് കത്തിച്ച കൂലി കിട്ടും, കൂലി. തറ വൃത്തിക്കെട്ടൊരു സാധനം ഭൂമിയിൽ ഇനി പറക്കാനില്ല ഇങ്ങനെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ. ആണുങ്ങൾ ഇടുന്നതിനോടുകൂടി എനിക്ക് യോജിപ്പില്ല കേട്ടോ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് വേറെ മതമോ സംഘടനയൊന്നും എടുക്കണ്ട. അത് നിർമ്മിച്ചതിൻ്റെ പിന്നിൽ പോലും നിങ്ങൾക്കറിയോ, ഞാനിത് പറയുമ്പോൾ ഒരു പള്ളിയിലച്ഛൻ, ഞാൻ എത്രയോ മുമ്പ് പറയാൻ തുടങ്ങിയ, ഈ പെണ്ണുങ്ങൾ ഒറ്റക്കാലിൽ ചരട് ഇട്ടുമല്ലോ, ഒറ്റക്കാലിൽ ചരട് അതാരെ കെട്ടിയിരുന്നത്? മുമ്പേ ഗമിച്ചീടിനെ ഗോപുതൻ്റെ പിമ്പേ ഗമിക്കുമ്പോൾ കുകൊക്കളെല്ലാം. നമുക്ക് വെറുതെ പറയല്ല, അനുകരണ, നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒറ്റക്കാലിൽ ചരട് കെട്ടലാരോ വേശ്യകൾ. എന്തിനാണ് ഒറ്റക്കാലിൽ കെട്ടുന്നത്? ഓള് വേശ്യയാണെന്ന് അറിയാനുള്ള അടയാളമായിരുന്നു ഒറ്റക്കാലിൽ ചരട്. ഇന്നത് പറഞ്ഞാൽ വിടുവോ? പക്ഷേ ഈ പെണ്ണിന് മോളെ ഒറ്റക്കാലിൽ ചരട് ഇട്ടുന്നത് എന്തിനാന്ന് ചോദിച്ചു. അറിഞ്ഞൂടാ. എന്തിനാ ഈ കീറി? അറിഞ്ഞൂടാ. എന്തിനാ ചുണ്ടു വപ്പിച്ച്? അറിഞ്ഞൂടാ. അങ്ങനെ മനുഷ്യൻ്റെ എനിക്ക് മനുഷ്യനാന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ആ ജാതിനെ കാണുമ്പോൾ തന്നെ അറപ്പാണ്, വെറുപ്പാണ്. ജി വെറുത്തടങ്ങായിന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ വെറുത്തോണ്ട് നിങ്ങൾ എന്നാന്നൊന്നും എനിക്ക് തോന്നില്ല. പക്ഷേ എൻ്റെ വെറുപ്പ് എൻ്റെ റബ്ബ് പറഞ്ഞതാ. വെറുക്കണം നമ്മുടെ വാത്തരം കണ്ടാൽ. പറയാൻ കഴിഞ്ഞില്ല, വേണ്ട. പറയാൻ കഴിഞ്ഞില്ല, പറയണമെന്നാ. മൻ റഅ മിൻകും മുൻകറ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹിന്ദുവിൻ്റെ കല്യാണപ്പുരയിൽ നിങ്ങൾ പോയി നോക്ക്, 9:30 മുഹൂർത്തം. സത്യമല്ലേ ഞാൻ പറയും, നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാനവരുടെ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിക്കാവുത്ത് പടക്കാൻ പോയിക്കും ഞാൻ. നിങ്ങൾ വിശ്വസിക്കുമോ?
വടകരയിൽ ഒരു അമുസ്ലിം എന്നെ ക്ഷണിച്ചിട്ട് എൻ്റെ മകളുടെ കല്യാണത്തിന് നിങ്ങളൊരു പ്രസംഗം, വിവാഹത്തെക്കുറിച്ച് വേദങ്ങൾ ഉദ്ധരിച്ച് നിങ്ങൾ പ്രസംഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഹിന്ദുവിൻ്റെ കല്യാണം വരെ കൂടി 9:30 എന്ന് പറഞ്ഞാൽ 9:29 കാർമ്മികത്വം നടക്കില്ല, 9:31 നടക്കാതെ പോവില്ല. നമ്മളതോ 9:00 നിക്കാഹ്. അപ്പോൾ നമ്മൾ പറയുന്നത് ബാപ്പാൻ്റെ വകയിൽ അമ്മായിൻ്റെ എളാപ്പൻ്റെ മൂത്താപ്പൻ്റെ മോനിൽ അപ്പുറത്തൊരാളുണ്ടായിരുന്നു, ഓൻ വരുന്നേ ഉള്ളൂ, 1 മണിക്കൂർ കഴിയും കാത്തുക്കണോ. എന്നിട്ടോ 9:30 വന്ന മുഴുവൻ ആളുകൾക്കും നായിൻ്റെ വില. 2.5 മണിക്കൂർ ലേറ്റായി വന്നവനെ കയ്യും കാലും ഒക്കെ പിടിച്ച് സ്വീകരിച്ചോ, ഒറ്റടി ചെവിക്കുറ്റിക്ക് നോക്കി കൊടുക്കണോ. ഈ മനുഷ്യന്മാരെ 2.5 മണിക്കൂറോൻ അപഹരിച്ചത്. 1000 ആളുണ്ട്, 1000 ആള് 2.5 മണിക്കൂർ, 1 മണിക്കൂറല്ല, 1000 ആളുടെ 2.5 മണിക്കൂർ. അത് കട്ടു മോഷ്ടിച്ചു. നേരെ മറിച്ച് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിങ്ങൾ അമ്മായി വന്നാലും വേണ്ടിയില്ല, മൂത്താപ്പ് പോയാലും വേണ്ടിയില്ല, 9:30 കല്യാണം. അവരെ കണ്ട് പഠിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നില്ലേ. എന്നിട്ട് നമ്മുടെ കല്യാണം എങ്ങനെ? ക്ലോസറ്റ്. ഏത് ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ട് അപ്പിൻ്റെ കളറിൽ ക്ലോസറ്റ്, അപ്പിൻ്റെ കളറിൽ ചോക്ലേറ്റ്. ഞാൻ മനസ്സിലാക്കുന്നറിയാം, ആ പെണ്ണു ആണല്ലേ കല്യാണം ഓല് ജീവിതത്തിൽ അതേ തിന്നലുള്ളൂ, ഓലെ ബാപ്പയും അതാ തിന്നൽ. അത് കൊടുത്തതാ, ആ സംസ്കാരമാണ് കാണിച്ച്. അത് പറയാൻ തൻ്റെ ഇടമുള്ള മൗലവി ഉണ്ടാവണം, നിക്കാഹിന് ഇറങ്ങിയിട്ട് പോകണം. മനസ്സിലായോ? ആ ജാതി കല്യാണം നടക്കുന്നു. ഇപ്പം അടുത്തുണ്ടായ നിങ്ങൾക്കറിയാം, കാസർഗോഡാണ് ഞാൻ ചില സമയത്ത് ഖുതുബക്ക് പോലെ മഞ്ഞ കല്യാണം, പഴുത്ത കല്യാണം, നീല കല്യാണം, കുറുക്കൻ കല്യാണം, മറ്റേ കല്യാണം, 10 ദിവസം കോടിക്കണക്കിന് റുപ്യ പൊട്ടിക്കുന്നത്. എന്നിട്ട് ഉമ്മ തന്നെ ഐശ്വര്യ റായിൻ്റെ മാതിരിയാണ്, ഉമ്മ തന്നെ 18,000 റുപ്യേൻ്റെ പൊട്ടിയിട്ടേക്ക് ഒരു ബോക്സ്. ഞാൻ എനിക്കൊരു അഭിപ്രായം ഉണ്ട്, നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങളെ മോള് കോളേജിൽ പോകുമ്പോൾ ഒളിച്ചുണ്ടിൽ ഇവിടെ ഒക്കെ ചായ, അതിൻ്റെ മുമ്പ് നിങ്ങളെ മോളെ ഒന്ന് തൂക്കുക. എത്ര കിലോ ഉണ്ട് മുള വയ്ക്കുക? 52. എല്ലാം കഴിഞ്ഞ് പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തൂക്കുക 54. അപ്പോൾ എത്ര കിലോ പുട്ടി കയറി? 2 കിലോ പുട്ടി കയറി. ഇനി ഈ പുട്ടി കീയപ്പോഴറിയോ, വൈകുന്നേരം വന്നിട്ട് ആശാരിൻ്റെ ഉള്ളി എടുത്തിട്ട് ഈ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ, ഇതൊക്കെ ലോകത്ത് നടക്കണ കേട്ടോ പറയുന്നത്, പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ വല്ലാണ്ടൊന്നും ഒരുങ്ങിയല്ല, ഒരു ചെറിയൊരുക്കോ, ആണായാലും പെണ്ണായാലും ഒരു ചെറിയൊരുക്കാണ്ടാകുക പെണ്ണ് കാണാൻ പോകുമ്പോൾ. അങ്ങനെ പോയി കണ്ട് പെണ്ണ് അപ്പോൾ കണ്ട് ഒക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്ന് ഓളെ കൊണ്ടുവരുന്നത് എങ്ങനെ? 10-25,000 റുപ്യക്ക് ഒരുക്കി പുട്ടിയൊക്കെ ഇട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് എല്ലാം ഉഷാറാക്കി പ്രത്യേകം പിരികൊക്കെ പ്ലക്ക് ചെയ്ത് പ്രത്യേക രൂപാക്കി പല്ലൊക്കെ രാഗി മിനുക്കി ഗംഭീരാക്കിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഇവനോട് പറയണോ, ഇങ്ങോട്ട് കിട്ടിയോടോ, ആക്ഷൻ നോക്കിക്കോളി, പറയുന്നില്ല. എന്ത് മനസ്സിലായില്ല എന്താ പറഞ്ഞത്? കഴിഞ്ഞ് രാത്രി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഒരു ബെഡ്റൂമിൽ വന്ന് ഓള് ടോയ്ലറ്റ് പോയി കുളിക്കാൻ പോകുമ്പോൾ ഓൻ കണ്ട കെട്ടിയോളില്ലേ, കുളിച്ച് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കൊടക്കുളത്തിൻ്റെ മാതിരി ഒരു സാധനം. എന്താ മറ്റേ പുട്ടിമേലുള്ളതായിരുന്നു, ഇത്ര പുട്ടിയിട്ടിട്ട് മുഖമൊക്കെ എത്ര വട്ടമൊക്കെ ഉണ്ടായും. പിന്നെ വരുന്ന എങ്ങനെ ഒരു സാധനം, ഓൻ താഴോട്ട് ഓടി സാറിനെ കാണിച്ച് സൂറിനെ കെട്ടിച്ചതാ, അത് ഞാൻ കണ്ട പെണ്ണല്ല. കേരളത്തിലാണതാ വഞ്ചന. നിങ്ങൾക്ക് അല്ല തന്നെ. നിങ്ങളോട് ഞാൻ ഒരു തമാശ പറഞ്ഞെങ്കിൽ ദേഷ്യം പിടിക്കരുത്. ഞാൻ എൻ്റെ ചുണ്ട് ചോപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ചോപ്പിക്കലുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഞങ്ങളെ സൗന്ദര്യം നിങ്ങൾക്കില്ല, ചുണ്ട് ചോപ്പിക്കാൻ തന്നെ ഞങ്ങളെ ചുണ്ട് പെർഫെക്റ്റാ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങളുടെ അടുത്ത് പിടിച്ചിക്കണേ ചോപ്പിക്കണം, അത് നിങ്ങളെ ദുർബലതയാ. ഇങ്ങനെങ്കിലും പറഞ്ഞ് നിങ്ങൾ നന്നാകുമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് 6 പെൺകുട്ടികളുണ്ട്, 6 പെൺകുട്ടികൾ, 4 പെങ്ങന്മാർ, 2 ഭാര്യ, ഒരു ഉമ്മ ഉണ്ടായിരുന്നു മരിച്ചു. ഒരുപാട് പെണ്ണുങ്ങളെ കൂടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ ഓരോ ഇഞ്ചിലും ഓരോ മുലയിലും ഒരു ചെറിയ വ്യതിയാനം കണ്ടാൽ അപ്പം നോക്കും, പറയും. അതെൻ്റെ കടമയാണ്. നാളെ ബാശ്വരയെ ചെന്നിട്ടുണ്ട് ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. അത്രേ നമുക്കുള്ളൂ. അല്ലേ അല്ലാഹു പറയാണ്, തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഈദൂന ഖൗമൻ ഇല്ലാ മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅദറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. 7-ാം അധ്യായം 164, 165, 166. ഹറാമുകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കല്ല, മിണ്ടുകയാണ് വേണ്ടത്. നേരത്തെ ഇവിടെ ഉദ്ധരിച്ചു തോന്നുന്നു ആയത്തില്ലേ, നിങ്ങൾ ഉദ്ധരിച്ചായിട്ട്. അതെ. അപ്പം നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് പടച്ചോൻ്റെ അടുത്ത് ഉതിർ പറയണം, നാദാ ഞങ്ങൾക്കൊരു സമൂഹത്തെ കിട്ടി. ഞാൻ ഇന്നും മനസ്സിലാക്കുന്നു, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്രയും എൻ്റെ ബാധ്യത, എൻ്റെ റബ്ബെന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എന്തു പറയുന്നു അത് മയൽഫിലുമിൻ കൗലിനില്ല ലദൈഹി റഖീബുൻ അതീദ്. അത് എഴുതി രേഖ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ എഴുതും. സൂറത്ത് ഖാഫ് 16 മുതൽ 20 വരെയുള്ള വചനം. 82-ാം അധ്യായം 6 അങ്ങോട്ട് നോക്കിയാൽ കാണാം പടച്ചെന്തൊക്കെ. എന്നിട്ട് നമ്മുടെ കയ്യിൽ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽകാഹു മൻശൂറാ ഇഖ്റ കിതാബക്
കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഒരു കിതാബ് നിങ്ങളുടെ കയ്യിൽ തരും, ആ ഗ്രന്ഥം നിങ്ങൾ തന്നെ വായിക്കണം, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിചാരണ നടത്തണം. 17 അധ്യായം 13-14 വാചകമാണ്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. 18 അധ്യായം 49 വചനമാണ്. ചെറുതും വലുതും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു കിതാബ് കയ്യിൽ കിട്ടും. അവിടെ രക്ഷപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും നമുക്കത് ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ യുവാക്കളോട് പറയാണ്, ഞാനൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഞാൻ ഈ പെപ്സിയെക്കുറിച്ച് കോളയെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു വിവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കേട്ടോലൊന്ന് കയ്യൊന്നിച്ചേ. അങ്ങനെയൊന്ന് കയ്യാത്തിയേ. കോളയും പെപ്സിയും കുടിക്കുന്നവരൊന്ന് കയ്യൊന്നിച്ചേ. സത്യസന്ധമായി പൊന്തിച്ചേ. പൊന്തിക്ക്. കോളയും പെപ്സിയും കുടിക്കുന്നവർ കൈയുണ്ടോ ഒന്ന് പൊന്തിച്ചേ. പേടിച്ചിട്ടും നീ പൊന്തിക്ക്. സാറിയും ഗുലാബ്. അതേ, ഈ ഒരു നിങ്ങൾ ഈ 7 അത്ഭുതം ലോകത്ത് 7 അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലേ? താജ്മഹൽ ഒരു അത്ഭുതമാണ്, ചൈനാവൻ മതിൽ ഒരു അത്ഭുതമാണ്, അങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ടല്ലോ. ഈ അത്ഭുതം കേടുവരുത്തുവോ നന്നാക്കുമോ? ഈ അത്ഭുതം ഒരു രാജ്യം കേടുവരുത്തുകയാണോ ചെയ്യുക, സംരക്ഷിച്ച് പിടിക്കുകയാണോ ചെയ്യുക? പറ, എന്താ ചെയ്യുക? സംരക്ഷിച്ച് പിടിക്കുക. അതിൻ്റെ ഒരു ഇഞ്ചും നഷ്ടപ്പെടാതെ ആ പൈതൃകം കാത്തു സൂക്ഷിക്കും. സമ്മതിച്ചോ? ഈ 5 അത്ഭുതങ്ങൾ അള്ള എണ്ണിയ അത്ഭുതമാണോ? അള്ള എണ്ണിയ അത്ഭുതമാണോ? അള്ളാഹു എണ്ണിയ അത്ഭുതമാണോ? അല്ല, അള്ള എണ്ണിയ ഒരു അത്ഭുതത്തെ കുറിച്ച് പറയട്ടെ. അള്ള അത്ഭുതം എണ്ണിയത് ശരീരം. എൻ്റെ നിങ്ങളുടെ ശരീരത്തെ അള്ള പറയുന്ന അത്ഭുതമാണ്, ഏറ്റവും വലിയ അത്ഭുതമാണ്. 51 അധ്യായം 20, 21, 22. ശരീരം അത്ഭുതങ്ങളുടെ കല പറയാൻ. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി അള്ളാഹുവിന്റെ ഗിഫ്റ്റാണ്, ഹാർട്ട് അള്ളാഹുവിന്റെ ഗിഫ്റ്റാണ്. ആ അത്ഭുതത്തെ നശിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലേസ് ഹറാമാണോ? നമ്മുടെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്ന ലേസ് ഹറാമാണോ? ബേക്കറിയിലെ മിക്ക സംഗതികളും ഹറാമാണോ? അല്ലാന്നല്ലേ നമ്മുടെ അഭിപ്രായം? തൊയ്യിബാണോ? യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബാ. മനുഷ്യരെ, ഹലാലും തൊയ്യിബുമാകണം. അതായത് ഒരാൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായാൽ മാത്രം പോരാ, അത് തൊയ്യിബാകുകയും കൂടി വേണം. ഒരാളുടെ കയ്യിൽ തൊയ്യിബായ ഭക്ഷണമുണ്ട്, ഹലാലല്ല. ഏതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയൊരു വാഴപ്പഴം, അത് പിന്നെ പഴുത്തു ചീഞ്ഞു പുഴി കളക്കുന്നു, ദുർഗന്ധവും വമിക്കുന്നു, അത് ഹലാലാണോ? ആണ്. ഹലാലാണോ? ആണ്. തൊയ്യിബാണോ? അല്ല. ഇനി ആരാൻ്റെ പറമ്പിൽ നല്ലൊരു ഏത്തക്കപ്പഴുണ്ട്, ഉഗ്രം കാഴ്ച, നാടനാ, ചാണകം മാത്രമായിട്ടുണ്ടാക്കിയ, ഹലാലാണോ? ആണോ? അല്ല. തൊയ്യിബാണോ? ആണ്. അപ്പോൾ തൊയ്യിബും ഹലാലും ആകണം. ഞങ്ങളോടൊക്കെ പറയാണ്, നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പലതും തൊയ്യിബല്ല, ഗുരുതരമായ. നിങ്ങൾ ഇപ്പം ഇരുന്നിട്ട് നെറ്റിലടിച്ച് നോക്കിയിട്ട് പെപ്സിക്ക് ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചേ. പെപ്സിക്കുള്ള ഗുണം പറയാമോ? കോളക്കുള്ള ഗുണം പറയാമോ? ഈ ബോട്ടൽ പാനീയങ്ങളില്ലേ, ചുവപ്പും മഞ്ഞയും നീലയും വെളുപ്പും എന്നൊക്കെ പറഞ്ഞ് കുറേ നിറങ്ങൾ, ഒന്നുപോലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കരുത്. ഞാൻ കൊടുക്കാറില്ല. ഞാൻ യുദ്ധം ചെയ്യുന്നത് എൻ്റെ മക്കളോടാണ്. എൻ്റെ മക്കൾ പറയും, ഇതൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വാപ്പി, ഇതാ. കാരണം പണ്ടൊക്കെ എന്തറിയോ, സച്ചിൻ ടെണ്ടുൽക്കർ, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്, പെപ്സി. ഓൻ കുടിക്കലുണ്ടോ എന്ന് നമ്മളാരും നോക്കാറില്ല. ഞാൻ വൈറ്റിലെ പള്ളിയിൽ ഖുതുബ പറയുന്ന കാലത്ത് പെപ്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ട് മമ്മൂട്ടിനെ നിയോഗിക്കാൻ പോണ്. ഈ വിവരം അറിഞ്ഞ് ആ വെള്ളിയാഴ്ച മമ്മൂട്ടി എൻ്റെ പള്ളിയിൽ, ഞാൻ ഈ പേരൊന്നും പറയാതെ, മമ്മൂട്ടിയെയോ സിനിമയോ ഒന്നും ഫോക്കസ് ചെയ്യാതെ, ഒരു പാനീയത്തിൻ്റെ അപകടം മനസ്സിലാക്കിയ ഒരാൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗത്ത് പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ഞാൻ സംസാരിച്ചു. ഞാനത് വെറുതെ പറയില്ല, മമ്മൂട്ടി ജീവിച്ചിരിക്കുന്ന ആളാ. പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ആ ഖുതുബ കേട്ടിട്ട് ഒഴിവായി. ഇപ്പം നിങ്ങൾ ദവാ ബുക്സ് എന്നുണ്ട്, ബുക്സ് കേട്ടിട്ടുണ്ടോ? വൈറ്റില എം അക്ബർ സാഹിബിൻ്റെ, അതിൽ പുകവലി ഇസ്ലാമിൻ്റെ വിധി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യം കൊടുത്ത ആയത്ത് ഏതറിയോ? ഞാൻ മംഗലാപുരത്ത് പ്രോഫ് കോൾ ഓതിയ ആയത്ത്, യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ എന്ന ആയത്ത്. എന്തുകൊണ്ടാണ് ഓതിയത്? മുഹമ്മദ് അൽ ജിബാലി എഴുതിയ പുസ്തകം, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള പരിഭാഷപ്പെടുത്തിയ പുസ്തകം അത്. ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ തന്നെ പറയുന്നത് അറിയോ? ശരീരത്തിന് ഹാനികരമായ എന്തും ഹറാം എന്ന പട്ടികയിലാണല്ലോ വരുന്നത്. ആദ്യത്തെ എഴുത്ത് തന്നെ അതാ. എന്ത്? ശരീരത്തിന് ഹാനികരമായതെന്തും ഹറാം എന്ന പട്ടികയിലാണല്ലോ വരുന്നത്. പുകവലി ഹറാമാന്ന് ഖുർആനിൽ ഒറ്റായത്തിലുമില്ല, പക്ഷെ പുകവലി ശക്തമായ ഹറാമാണ്. പണ്ഡിത ലോകം അത് പറഞ്ഞില്ലേ? എന്താ പറയാൻ കാരണം?
നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ ലോകത്തെ. ഞാൻ 23 കൊല്ലമായി പഠിക്കണം, 23 വർഷമായി പെപ്സിയെക്കുറിച്ച്, കോളയെക്കുറിച്ച്, അതുപോലുള്ള പാനീയത്തെക്കുറിച്ച് ഇന്ന് വരെ കുടിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് തന്ന വെള്ളം കുടിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഞങ്ങൾക്ക് കുടിക്കാൻ തന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ചിന്ത? ആ വെള്ളം തന്നെ കുടിക്കാൻ ആരുമില്ല. ഒരു കൂൾബാറിലോ ഹോട്ടലിലോ കയറി നമ്മുടെ മക്കൾ ജീത്ത് പച്ചവെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്നുണ്ടോ? ഞങ്ങൾ കുടിക്കുന്നുണ്ടോ? വലിയ വലിയ ഉലമാക്കളുടെ സദസ്സിൽ വരെ ഈ സാമ്രാജ്യ ശക്തിയുടെ തട്ടിപ്പൻ പാനീയം കൊണ്ടുപോയി വിളമ്പി. ആറാമെന്ന് വിട്ടോ, പക്ഷെ തൊയ്യബല്ലടോ, അത് പടച്ചു. നിങ്ങൾ നോക്കൂ, ഒരു പ്രയോജനമില്ലാത്തൊരു പാനീയം. പെപ്സിക്കും കോളക്കും ഒരു ഗുണമല്ല, 100 കണക്കിന് ദോഷം നിങ്ങളുണ്ട്. ഉണ്ട് എന്ന് മാത്രമല്ല, തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ തന്നെയല്ലേ? നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഫുട്ബോൾ താരല്ലേ മരിച്ചത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്? നമ്മുടെ വിഷ്ടക്കാർക്ക് അറിയാവുന്ന ഒരു പയ്യൻ മിംസിൽ വെച്ചല്ലേ മരിച്ചത്. എന്തിനാ മരിച്ചത്? ഓനൊരു ബോട്ടിൽ പാനീയം സ്ഥിരമായിട്ട് കുടിക്കും. ഒരു ദിവസം 5ഉം 10ഉം ബോട്ടിൽ കുടിക്കും. അത് കുടിച്ചിട്ട് കിഡ്നി എടുക്കേണ്ടി വന്നു. സയൻസ് തെളിയിച്ചു. അതുകൊണ്ട് കുടിക്കുന്നത് നല്ലതാകണം. നിങ്ങൾ ഇളനീര് കുടിച്ചോന്നേ, നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്ക്, ഉപ്പിട്ടിട്ട് കുടിക്ക്, മധുര ഒഴിവാക്ക്. ഞാനൊക്കെ ഉപ്പിട്ടിട്ടാണ് കുടിക്കണേ. നല്ല ഫ്രഷ് ജ്യൂസ് കൊണ്ടാണ് പിടിച്ചു കൊടുക്കുക. അവിടെ തിരിയും വയലിൽ നിന്ന് കിട്ടുന്ന നീരില്ലേ, ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അതിലൊരു ലേശം ഉപ്പ് ചേർത്ത് കുടിച്ചു നോക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ലത് തിന്നുക, നല്ലത് അള്ള തന്ന ഗിഫ്റ്റ്. അത് അള്ളാനെ ഇബാദത്ത് ചെയ്യാനാ. എന്നിട്ട് ഡയാലിസിസ് മിഷൻ്റെ അടുത്ത് പോയിട്ട് മലന്ന് കിടന്നിട്ട് എന്തിന്? അവനാൻ ചെയ്തു കൂട്ടിയ പരാക്രമത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് നമ്മളിവിടെ ഒക്കെ അങ്ങനെ നോക്കി കാണുന്നത്, ഒരു ഹോട്ടലിൽ ചെന്നാൽ പണ്ടത്തെ പോലെ മാന്യമായിട്ടൊരു ഭക്ഷണം കിട്ടുമോ? വേണ്ട, രാവിലെ പെടുന്ന് പോകുന്ന ഏതോ രാവിലത്തെ പഴയ കാലത്തെ പുട്ടും കടലയും കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര സ്ഥലത്ത് കിട്ടുന്നുണ്ട്? 4 മണിക്കാണ് സ്റ്റാർട്ടിങ്, എന്നിട്ട് എപ്പോൾ വരെ 3 മണി വരെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് മറ്റേ ചിക്കൻ മറിച്ചത്, അതിന് പെരട്ടിയത് പെരട്ടാത്തത്, പിന്നെ എരിവ് കൂടുതലുള്ളത് എരിവ് കൂടുതലില്ലാത്തത്. എന്തിനാണ് ഈ ശരീരം പുകയ്ക്കണതെന്ന് പടച്ചോൻ അറിയണമെന്ന് അറിയോ? അമിതമായി ആഹരിക്കുന്ന ഒരാളെ എനിക്കിഷ്ടമല്ല. സൂറത്ത് ആറാഫ് 31, 32, 33 നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. കുറച്ച് കഴിക്കുക, കുറച്ച് തിന്നുക, കൂടുതൽ വെള്ളം കുടിക്കുക. 12% വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ കുറഞ്ഞ ഡീഹൈഡ്രേഷനാണ്. മോഡേൺ സയൻസ് പറയുന്നത് അറിയോ? 130 ഗ്രാം ഭാരമുള്ള കിഡ്നിയിലേക്ക് നിങ്ങൾ പെപ്സി കുടിക്കുമ്പോൾ, കോള കുടിക്കുമ്പോൾ കിഡ്നി പറയുന്നു എന്നെ കൊല്ലല്ലേ, നിന്നെ ദഹിപ്പിക്കാൻ എനിക്ക് പണിയുണ്ട്, നിന്നെ മാറ്റാൻ, നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് മൂത്രാക്കി മാറ്റാൻ ഞാൻ നന്നായി പാടുപെടുന്നുണ്ട്, നീ എന്നെ കൊല്ലല്ലേ എന്ന് കിഡ്നി പറയുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമല്ലേ, അവർ പെപ്സി കുടിക്കുന്നത് ആവരുതെന്ന് ഞാൻ കൊതിക്കുന്നു. അവരെ ശരീരം നന്നായിട്ട് അവർ കെയർ ചെയ്യണം. അവരെ ബോഡി അള്ള നൽകിയ ഗിഫ്റ്റാണ്. അത് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി മരിച്ചു ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത്. ആ കുട്ടിയുടെ വയറ് നിറയെ പ്ലാസ്റ്റിക് കടലാസ്, ലൈസ് കഴിച്ചിട്ട്. ഡോക്ടർമാർ അപ്പോഴാണ് തിരിയുന്നത്. അതുകൊണ്ട് മക്കൾക്ക് നല്ല ഈ ഏത്തക്കാപ്പഴം കൊടുക്ക്, റോബസ്റ്റ് കൊടുക്ക്. റോബസ്റ്റ് നല്ലതാ. അതുപോലെ നമ്മൾ ഈ സിട്രസ് ഇല്ലേ, അത് ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററായൊരു കാര്യമാണ്. കിവി ഇല്ലേ, അത് കൊടുക്ക്. പേരക്കല്ലേ, പേരക്ക പല്ല് പോകുന്നതിന് തിന്നില്ല, പേരക്ക തിന്നാൽ കൃമി ഉണ്ടാവുന്നു. ലോകത്ത് ഇത്രയും വലിയൊരു വിവരക്കേട്. പേരക്ക തിന്നാൽ കൃമി വരും, അത് സത്യ. പള്ളയിലുള്ള കൃമി പോകാൻ ആവശ്യമായ ഔഷധമാണ് പേരക്ക. അത് കഴിക്കുമ്പോൾ പള്ളയിലുള്ള കൃമി പുറത്തോടു. അത് കാണുമ്പോൾ പറയുന്ന അറിയാം, പേരക്ക തിന്നിട്ട് കൃമി ഉണ്ടായിരുന്നു. വിവരക്കേട് അലങ്കാരമാക്കിയാലുള്ള കുഴപ്പമാണ്. പേരക്ക തിന്ന്. പുളി കഴിച്ചോ? പുളിപ്പുള്ള എല്ലാ ഫ്രൂട്ടും കഴിക്കുക. മധുരം അമിതമാകുന്നത് കഴിക്കാതിരിക്കുക. ഒരു ഷുഗർ രോഗി ഏത്തക്കാപ്പഴം എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര കലോറിയാ. അത് അടിച്ചു കയറണ്ട, കുറച്ച് തിന്ന. ഇത് യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ യൂനുസ് നബിൻ്റെ സ്കിന്നൊക്കെ ഈ മത്സ്യത്തിൻ്റെ വയറ്റിലൊരു ആസിഡ് ഉണ്ടാവും. അത് നമ്മൾ നീലത്തിമിംഗലത്തിൻ്റെ ഉള്ളിലും. കാരണം ഇതിൻ്റെ ഉള്ളിൽ കിടന്നാൽ ഈ ആസിഡിൽ ശരീരം വരുമ്പോൾ ശരീരത്തിൻ്റെ തൊലി മുഴുവനും പൊള്ളിപ്പോവും. തൊലി മുഴുവനും പൊള്ളിയ അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറച്ച് കാലം വയറ്റിൽ കിടന്നിട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നൊരു മനുഷ്യൻ പുറത്തേക്ക് വന്നാൽ അയാളെ ശരീരം, യൂനുസ് നബി ആകെ ഇല്ലാതായി പോയി. അപ്പോൾ അള്ളാഹ് പറയാണ്, യക്തീൻ എന്ന് പറഞ്ഞ ചുരങ്ങ വർഗത്തിൽപ്പെട്ടൊരു പച്ചക്കറി, ചെടിമേലിങ്ങനെ വള്ളിമ തൂങ്ങി നിൽക്കുന്നേ, അത് പച്ചക്കറിയായിട്ട് ഉപയോഗിച്ച് കഴിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് ആരോഗ്യം വീണ്ടെടുത്തോന്ന് ഖുർആനാ പറയുന്നത്. സൂറത്ത് സാഫാത്തിലാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ എത്രയെങ്കിലും ഇറച്ചി അടിച്ച് കയറ്റുക, അങ്ങനെയല്ല. പച്ചക്കറി വേണം, ഇറച്ചി വേണം, ഓട്സ് വേണം, അതുപോലെ കഞ്ഞി വേണം, എല്ലാം മാറി മാറി. നല്ല ഇളനീര് കഴിക്കണം. ഈ പണ്ടൊക്കെ കുറച്ചൊക്കെ പ്രായമല്ലോ, ഈ നാടൻ അവിലും തേങ്ങ ചുരണ്ടിയിട്ടിട്ട് അതായിരുന്നു കഴിക്കുക. 100 കൊല്ലം 150 കൊല്ലമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇന്ന് നമ്മുടെ മക്കൾ തിന്നിട്ട് എത്ര മണിക്കാണ് തിന്നുന്നത് അറിയോ? 3 മണിക്കൊക്കെ തിന്ന് നേരെ പിടിച്ച മാതിരി. നിന്നിങ്ങനെ ശ്വാസം ഒന്നും വിടാൻ പറ്റില്ല.
ഓൻ ജിമ്മിന് പോയി വരിക ഞങ്ങൾ വിചാരിച്ചല്ല, ഇവിടത്തോളം തിന്നിട്ട് വരിക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പെപ്സിയും ഒരു കോളയും റാഹത്തായില്ലേ? അത് ഉസാറില്ലേ? അല്ല ഉസാറാ, ഈ നാവിനുള്ള ഉസാറല്ലാതെ പള്ളക്ക് ഉസാറുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു ആദർശ സമ്മേളനത്തിന് ഞാൻ ചെങ്ങന്മാരെ ആദർശം ഉൾക്കൊള്ളുന്നൊരു ശരീരം ഉണ്ടാകണേ, ശരീരം ഉണ്ടാകണ്ടേ? നോമ്പ് വിളിക്കണമെങ്കിലും ഇബാദത്ത് ചെയ്യണമെങ്കിലും ഹജ്ജ് ഉംറ നിർവഹിക്കണമെങ്കിലും ഒരു ശരീരം ഉണ്ടാകണ്ടേ? നിങ്ങൾക്കറിയോ, ഞാനൊക്കെ 12.2 ഷുഗറുള്ള ആളാണ് ഞാൻ. റെഡ് കാറ്റഗറിയിൽ ലോകത്ത് തന്നെ അപൂർവ ഷുഗർ രോഗികളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. വൈദ്യശാസ്ത്രം നിരീക്ഷിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എങ്ങനെ ജീവിക്കുന്നു? എനിക്ക് സ്റ്റേജിൽ കയറിയാൽ 1000 കുതിരശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കിഡ്നി 22 വയസ്സിൻ്റെ പെർഫെക്റ്റ് ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും സാർ കാരണം? കിഡ്നി കേടുവരുത്തുന്നൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഇല്ല, ഞാൻ പുകവലിച്ചിട്ടില്ല ജീവിതത്തിലൊരിക്കലും ഞാൻ പെപ്സി കുടിച്ചിട്ടില്ല, ജീവിതത്തിലൊരിക്കലും ഒരു ബോട്ടൽ പാനീയം ഞാൻ കുടിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഷുഗർ കുറഞ്ഞു ദുബായിൽ നിന്ന്. ഷുഗർ ഇങ്ങോട്ട് ഡൗൺ ആയിട്ട് ഞാൻ താഴെ ഒരുത്തന്നെ ഓടി എനിക്ക് കൊണ്ടെത്തുന്ന ഒരു ബോട്ടൽ പാനീയമാണ്, നല്ല ഷുഗറുള്ള ഒരു ജ്യൂസ്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞെന്താ പറയുക, എനിക്കറിയാം നിങ്ങളിത് കുടിക്കൂലാന്ന്, പക്ഷേ ഇത് കുടിച്ചാലല്ലാതെ നിങ്ങളിപ്പം ഇവിടുന്ന് ഷുഗർ ഡൗൺ ആയിട്ട് താഴെ പോകും, അതുകൊണ്ടാണ് അത് തന്നതെന്ന്. ഞാൻ ഒന്നിങ്ങനെ ചുണ്ടിൽ വെച്ചു. അപ്പോഴും എൻ്റെ ആ ചിന്ത എന്നെ വല്ലാതെ കുഴക്കി. ഞാൻ വേഗം പറഞ്ഞു എനിക്ക് 2 ചോക്ലേറ്റ് തന്നാൽ മതി. ആ ചോക്ലേറ്റ് എന്നിട്ടാണ് എഴുന്നേറ്റ്. ഞാൻ പറയുന്നത്, അള്ളാഹു നമ്മളോട് എന്തിനെക്കുറിച്ചൊക്കെ ചോദിക്കും? നിൻ്റെ ശരീരം, രോഗം വരുന്നതിന് മുമ്പുള്ള ശരീരം. ഈ ഭക്ഷണം കഴിച്ച് നമ്മൾ പല രോഗവും വരുത്തുന്നു. ഞാൻ സ്ത്രീകളോട് പറയണം, നിങ്ങൾ കല്ലുമേൽ അടിച്ച് കഴുക്, നിങ്ങൾ മുറ്റടിച്ച് വാരി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കൾ ജീവിതത്തിൽ മുറ്റത്തെ പുല്ല് പറിക്കുന്നുണ്ടോ? ഞാനൊക്കെ ഓർക്കണം, എൻ്റെ പെങ്ങളൊക്കെ എത്ര ചെറുപ്പത്തിൽ പണിയെടുത്തിട്ടില്ല. എൻ്റെ ഉമ്മ കണ്ണിൽ മുളക് ചെയ്തു. എൻ്റെ താത്തനൊക്കെ സൽമാൻ വാരിയനൊക്കെ ഉമ്മ ഇങ്ങനെ മുടി പിടിച്ച് വെച്ചിട്ട് കണ്ണിൽ മുളക് ചെയ്തു. ഒരു 30 തവണെങ്കിലും എൻ്റെ കണ്ണിൽ മുളക് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യത്തിന് എൻ്റെ അമ്മ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മനെയാണ്. ചെറിയൊരു തെറ്റ് പോലും തിരുത്തിയിരുന്നു. ഇന്ന് തിരുത്താൻ പറ്റില്ല. കുട്ടി പോയി ആത്മഹത്യ ചെയ്യുക. 6 വയസ്സുള്ള പെണ്ണ്, ആ 48 കുട്ടി മെഞ്ഞാന്ന് മരിച്ചില്ലേ? എന്തിനാ ഈ മൊബൈൽ? ഇപ്പം നമ്മളെന്താ പറയും, എനിക്ക് സങ്കടം തോന്നിയിട്ട് പറയാട്ടോ. ഞാൻ ഈ മഹാനായ ഖാലിദ് ബിൻ വലീദിൻ്റെ സൈന്യത്തെ കാണുന്നതിന് വേണ്ടി റുസ്തമിൻ്റെ സൈന്യം വന്നു. നീ പോയി നോക്ക് അവരെന്താ ചെയ്യണത് രാത്രിയിൽ. അപ്പം അവർ ചെയ്യുന്നത് എന്താ അറിയോ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സൂറത്ത് ഫുർഖാനാണ്. 63, 64 വചനമാണ്. 39-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. പലയിടങ്ങളിലും അത് പറയുന്നുണ്ട്. ഈ റുസ്തമിൻ്റെ സൈന്യം വന്നപ്പോൾ മുസ്ലിങ്ങൾ നിസ്കരിക്കുക, കൈകെട്ടി നിസ്കരിക്കുന്നവരുണ്ട്, റുക്കൂലുള്ളവരുണ്ട്, സുജൂദിലുള്ളവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, രാജ്യത്തിൻ്റെ അതിർവരമ്പിൽ ക്യൂ നിന്ന് കാവൽ നിൽക്കുന്നവരുണ്ട്. ഇന്നെങ്ങാനും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ മുസ്ലിങ്ങളെ അവരെന്താ രാത്രി ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പട്ടാളത്തെ പറഞ്ഞയച്ചു നിങ്ങൾ വിചാരിച്ചോ? കേന്ദ്രം മുസ്ലിങ്ങൾ രാത്രി എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പട്ടാളത്തെ പറഞ്ഞയച്ചു വിചാരിക്കുക. ഒരു ജനലിലുള്ള കൂടി മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കുന്നു എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് നോക്കിക്കൊള്ളിട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. മോണായിട്ടാണേ. എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞാൽ, 85 വയസ്സുള്ള വല്യാപ്പ കൊലായിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മുറിയിലെ ജനൽ നോക്കുമ്പോൾ ഒരു കട്ടൻ ചായ കിട്ടാ തോണ്ടുക. 85 വയസ്സുള്ള വല്യാപ്പ തോണ്ടുക. അതിൻ്റെ ടീ പോയിൻ്റ് അടിയിൽ, ഞാൻ വീട്ടിൽ ചെന്ന വേണ്ട, ടീ പോയിൻ്റ് അടിയിലുണ്ട് ഒരു ചെള്ള് 2 വയസ്സുള്ള കിടക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടിയിൽ മലനിർന്നിട്ട് ഭാര്യ അപ്പുറത്തേക്ക് ചരിഞ്ഞ്, ഭർത്താവ് ഇപ്പുറത്തേക്ക് ചരിഞ്ഞ്, കുട്ടികൾ അപ്പുറത്തേക്ക് ചരിഞ്ഞ്. ഇതും കണ്ട് കേന്ദ്രത്തിനോട് ചെന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിങ്ങളെ നശിപ്പിക്കാനേ ചൈനയിൽ നിന്ന് കുറച്ച് മൊബൈൽ ഇറക്കി കൊടുത്താൽ മതി, ഓല് താനേ നശിച്ചോളൂ. നിങ്ങൾക്ക് ഇപ്പം ഇത് കേൾക്കുമെന്ന് തോന്നില്ല, ഇത് തന്നെയല്ലേ ചെയ്യണേ? നേരം വെളുക്കാൻ കാത്തിക്കാതെ തോണ്ടായേ. ഭർത്താവും കുട്ടികളൊക്കെ പോയാൽ പിന്നെന്താ പണി? വാട്സപ്പിൽ ഹായ് കണ്ടില്ലല്ലോ, മറ്റോന് ഇവിടെ നിന്ന് പറഞ്ഞ് അവൻ ഹായ് കാണുന്നുണ്ടല്ലോ. ഇത് എന്നാണ്? എന്നിട്ട് കുടുംബത്തിൽ വന്നിട്ട് മറ്റോൻ തല്ലുണ്ട്. ആര്? ഭർത്താവ്. ഓനൊരു കാര്യം ചെയ്ത് കൊടുക്കില്ല. അല്ലാത്തവരോട് സംസാരിക്കുമ്പോൾ ഫോൺ എടുത്ത് അത് ഇങ്ങോട്ട് വെച്ച് കിട്ടില്ല. ഭർത്താവ് ഭാര്യനെ വിളിക്കൽ എങ്ങനെ അറിയോ? ഹലോ എടി വൈകുന്നേരം ഞാൻ വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ? ഞാൻ വാട്സപ്പ് ചെയ്യാം. കഴിഞ്ഞ് ഫോൺ അടച്ച്. അതേ ഭാര്യ 3/4 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോൾ 3/4 മണിക്കൂർ എൻഗേജഡാ. എന്താ എൻഗേജ്? ഓഫീസിൽ അപ്പുറത്തെ പെണ്ണിനോട് കൊഞ്ചുപോയെ. അവന് യാതൊരു പ്രശ്നമില്ല. ഭാര്യനോട് 1 മിനിറ്റ്, മറ്റോളോട് 1 മണിക്കൂർ. തിരിച്ചു അങ്ങനെ തന്നെ. ഭർത്താവിനോട് 1 മിനിറ്റ്, മറ്റോനോട് 1.5 മണിക്കൂർ. ഇതുകൊണ്ട് നമ്മുടെ ജീവിതം തകർന്ന്. ഇതൊക്കെ അപ്രിയ സത്യ. എനിക്കറിയാതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കാർക്കും. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ കേടുവന്നു. അതുകൊണ്ട് മാറണ്ടേ? നമ്മുടെ നാടൊക്കെ മാറണ്ടേ? അള്ളാഹനെ പേടിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവണ്ടേ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 8-ാം അധ്യായം 2-ാമത്തെ വചനം.
അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജ്ലത്ത് ഖുലൂബുഹും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഖുർആൻ്റെ വചനം പറഞ്ഞുതരാം. 8:30 നിർത്താൻ നോക്കാൻ വിചാരിച്ചേ, 8:30 കഴിഞ്ഞിട്ട് നേരം വെളുത്തിക്കില്ലേ? ശരി, ഞാനും അറിഞ്ഞില്ല, നിങ്ങളറിഞ്ഞോ? നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ട്, ഫുട്ബോളിന് വേണോ? എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ അതിനോട്, എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല, ഞാനതല്ല പറയുന്നത്. ഈ ഖുർആൻ നമ്മളോട് പറയുന്ന വളരെ കാതലായൊരു കാര്യമാണ്. അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജ്ലത്ത് ഖുലൂബുഹും. നമ്മുടെ വീടില്ലേ, ഇപ്പം നമ്മുടെ വീട്, നമ്മുടെ എൻ്റെ വീട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തോന മക്കളുണ്ട്, 11 മക്കളുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ എല്ലാ ചുമരിലും ഒരു ലൈബ്രറി, നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള, ഇപ്പോൾ ഫർണിച്ചർ ഷോപ്പിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ലൈബ്രറി സാധനം, ബുക്ക് ഇങ്ങനെ വെക്കുന്നത്, അങ്ങനത്തെ എല്ലാ റൂമിലും വെച്ചു കൊടുത്തു. എല്ലാ മക്കളുടെ റൂമിലും അവർക്ക് ആവശ്യമുള്ള എല്ലാ പുസ്തകങ്ങളും, അമാന മുലയുടെ, ചെറിയ മുണ്ടത്തിൻ്റെ, ലോകത്ത് കിട്ടാവുന്ന നല്ല നല്ല പുസ്തകങ്ങൾ, പല ഭാഷയിലുള്ള, പല വിഷയങ്ങളുള്ള എല്ലാ മക്കൾക്കും കൊടുത്തു. ഇന്ന് മക്കളോട് പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും അമാനുവലിൻ്റെ 1-ാം വാളി ഒരാൾക്ക് നോക്കണം, അതേസമയം തന്നെ 1-ാം വാളിയും വേറൊരു മോക്ക് നോക്കണം, നിങ്ങൾ ബുദ്ധിമുട്ടരുത്, എല്ലാവർക്കും സെപ്പറേറ്റ് വാളി ഇവിടെ ഉണ്ട്. നാളെ മത്സരയിൽ ബാപ്പാക്കെതിരെ നിങ്ങൾ പറയരുത്, നിങ്ങൾ വീട്ടിൽ വന്ന് നോക്കൊണ്ടു. എല്ലാ നമ്മുടെ വീട്ടിൽ ഇതെനിക്ക് പ്രചോദനമായത് ഒരു ഖുർആൻ്റെ വചനമാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ഇതൊരു ഖുർആൻ്റെ ആയത്താ, 33-ാം അധ്യായം. നിങ്ങൾ ഓർക്കണം കേട്ടോ, നിങ്ങൾ ഓർക്കണം. 33-ാം അധ്യായം 34-ാമത്തെ വചനം, സൂറത്ത് അഹ്സാബിലെ 34. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക എന്നാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, 9 സ്ഥലത്ത് ഖുർആൻ ഹിക്മത്ത് എന്ന് ഉപയോഗിച്ചത് സുന്നത്തിനെ കുറിച്ചാണ്. അപ്പോൾ വീട്ടിൽ ഖുർആൻ ഉണ്ടാവണം, സഹീഹ് മുസ്ലിം ഉണ്ടാകണം, ബുഖാരി ഉണ്ടാവണം, അബൂദാവൂദ് ഉണ്ടാവണം, അതുപോലെ സ്വാത്വികന്മാരുടെ പൂങ്കാവനം ഉണ്ടാകണം. എല്ലാ ഗ്രന്ഥങ്ങളും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാവണം. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അറ്റ്ലീസ്റ്റ് ഒരു ഓർമ്മകളുടെ തീരത്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. തഖ്ലീദ് എന്ന് പറഞ്ഞ AP എഴുതിയ പുസ്തകം നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? അതുപോലെ ഇസ്തിഹാസ, തവസ്സുൽ KPയുടെ പുസ്തകമാണ്. ഈമാൻ, വിശ്വാസം, 2 വോള്യം KPയുടെ പുസ്തകമാണ്. ചെറിയ മുണ്ടത്തിൻ്റെ 28 പുസ്തകം, MM അക്ബറിൻ്റെ 41 പുസ്തകം. എത്ര പുസ്തകങ്ങളുണ്ട്, എത്ര മനുഷ്യന്മാരെഴുതിയ പുസ്തകമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഡോക്ടർ ഉസ്മാൻ സാഹിബൊക്കെ നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തിച്ചല്ലേ, എത്ര ഡെപ്തുള്ള ബുക്കാണ് അദ്ദേഹം എഴുതിയത്. അതായത് അതിൻ്റെ അദ്ദേഹം കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് എഴുതിയ പുസ്തകങ്ങൾ, യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് എഴുതിയ പുസ്തകങ്ങൾ, എന്തൊക്കെ. ഇപ്പതാ ഓരോ, ഇപ്പോൾ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെക്കുറിച്ച് പുസ്തകം, KK മുഹമ്മദ് സുല്ലമിയെക്കുറിച്ച് പുസ്തകം, KPയെക്കുറിച്ച് പുസ്തകം, മൂസ മൗലവിയെക്കുറിച്ച് സുല്ലമിയെക്കുറിച്ച് ബുക്ക്, എല്ലാവരെക്കുറിച്ചും, അമ്മാങ്കൊത്ത ബുക്രമലിയെക്കുറിച്ച് ബുക്ക്, മരിച്ചുപോയ ഓരോ മഹാന്മാരെക്കുറിച്ച് ബുക്ക്. ഇതൊന്നും വായിക്കാൻ നമുക്ക് നേരം കിട്ടലില്ല. നമ്മുടെ മക്കളെ നമ്മൾ ഇരുത്തി ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ടോ? മോനെ ഖുർആൻ ഒരു രാവിലെ ഒരു 3 ആയത്ത് ഡെയിലി പഠിച്ചാൽ 6 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് തീരും. നമുക്കത് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പീസ് റേഡിയോ 24 മണിക്കൂറും അറിവ് പകരുന്നു. പീസ് റേഡിയോ നേർപ്പദം വെറും 45 മിനിറ്റ് വായിക്കാനേ അതുള്ളൂ. എത്ര പേര് അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. വാങ്ങാനൊക്കെ എന്തൊരു ഇക്ര എന്നാണ് അള്ളാഹു നമ്മളോട് ആദ്യം പറഞ്ഞു. വായിക്കൂ, പഠിക്കൂ, ഖുർആൻ ഇങ്ങനെ നിരന്തരം വായിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ? ഈ 32-ാം അധ്യായം സൂറത്ത് സജദയിലെ 22-ലും 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 124-ലും വമൻ ആറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. അല്ലാഹുവിൻ്റെ ഖുർആനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ ഖുർആനും സുന്നത്തും ഉണ്ടാവണം. മൊബൈൽ കളിയൊക്കെ കുറച്ചൊന്ന് ചുരുക്കുക. എപ്പോഴാണ് മരണം വരുന്നത് നമുക്കറിയോ? ഇപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എൻ്റെ കൂടെ പ്രസിഡന്റ് സിദ്ദീഖ, സെക്രട്ടറി, അദ്ദേഹം ഷട്ടിൽ കളിച്ചിങ്ങനെ കസേരയിലിരുന്ന് ഇടതുഭാഗത്തേക്ക് മറിഞ്ഞു വീണു. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് മെക്സവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു വീണ് 8 മാസത്തിലധികമായി അദ്ദേഹം തളർന്നു കിടക്കണം. ഇപ്പോൾ എൻ്റെ അമ്മായിയുടെ മകൻ കസേരയിലിരുന്ന് മരിച്ചു. അമ്മായിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ, വേറൊരു മകൻ മെനയാന്ന് മരിച്ചു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ജമീലത്തെ കഴിഞ്ഞ ദിവസം നിന്നും വർത്താനം പറയുന്നതിനിടയിൽ വീണ് മരിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നൊരു പയ്യൻ, പലർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ചൂലുകൊണ്ട് തടിച്ചുകൊണ്ട് ഒരു ചെറിയ തലവേദന, പരിശോധിച്ച് നോക്കുമ്പോൾ തല ക്യാൻസറായിട്ട് അങ്ങ് നശിച്ചിരിക്കുന്നു, പിറ്റേന്ന് മരിക്കുകയും ചെയ്തു. അങ്ങനെ പൊടുന്നനെയുള്ള മരണങ്ങൾ. എന്നിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ജീവിത ചിട്ട വരാത്തത്? എന്തുകൊണ്ടാണ്? എത്ര ഗൗരവമായി പഠിപ്പിക്കപ്പെട്ടിട്ടും നമുക്ക് എന്താണ് വരാത്തത്? മരണം നിശ്ചയമായും തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മരണത്തെ മറികടന്നു കൊണ്ടുപോകാൻ നമുക്കൊരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഗൗരവമായി ആലോചിച്ചിട്ട്, ഈ സൂറത്ത് വാക്കിയിൽ 60-ാമത്തെ വചന, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്. സൂറത്തുൽ ലുഖ്മാനാണ്, 31-ാം അധ്യായം 34-ാമത്തെ വചനം. നാളെ എന്താ സംഭവിക്കുക, എവിടെ വെച്ചാൽ മരിക്കുക? ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. 16-ാം അധ്യായം 61-ാമത്തെ വചന. ഒരു നായികയും
അല്ല വിടൂല. ലാജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് നീട്ടിത്തരും. ആ അജലെത്തിയാൽ ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ, ഒരു നാഴികയും അള്ളാഹു പിന്തിച്ചിടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ഏകദൈവ വിശ്വാസം നമ്മുടെ ജീവവായുവായി തീരണം. ശിർക്കിൻ്റെ ഒരംശവും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ബിദ്അത്തിന്റെ ഒരംശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹറാമുമായി ബന്ധപ്പെട്ട ഒന്നിലും ഇത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടരുത്. 65-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. അള്ളാഹു നിങ്ങൾക്ക് സൂക്ഷിച്ച് ജീവിച്ചാൽ വഴി അള്ളാഹ് എളുപ്പാക്കും. ഒരു എക്സിറ്റ്, ഒരു മഖ്റജ് അള്ളാഹ് ഉണ്ടാക്കി തരും. പടച്ചവനിലേക്ക് മടങ്ങ്. സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമകളായി റബ്ബിലേക്ക് മടങ്ങ്. യുവാക്കളെ, യുവതികളെ, എത്ര യുവാക്കളും യുവതികളും മരിച്ചു വീണ് പ്രായം ചെന്നവരൊക്കെ അവശേഷിക്കുക. കഴിഞ്ഞ ദിവസം യുവാക്കളുടെ വിഷയം അവതരിപ്പിക്കാൻ ഒരു സദസ്സിൽ ചെന്നപ്പോൾ അവിടെ ഒക്കെ ഉള്ളത് 10, 60, 10, 70 വയസ്സുള്ള ആളുകളാണ്. യുവാക്കളില്ല. ചൈനയിൽ, ലോകത്ത് യുവത്വം വേറെ എവിടേക്കോ ആണ്. കുറേ സിനിമയുടെ പിന്നിൽ, കുറേ ക്രിക്കറ്റ് താരങ്ങളുടെ പിന്നിൽ, കുറേ കോമഡികളുടെ പിന്നിൽ, കുറേ കീറത്തുണിയുടെ വേദാന്തത്തിൻ്റെ പിന്നിൽ ഒക്കെ ആയിട്ടൊരു യൗവനം. അതുകൊണ്ട് മുണ്ടയിലെ വിസ്തത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഓരോ വീട്ടിലും കയറി ഇറങ്ങണം. ഓരോ വീട്ടിലും ഗ്രഹയോഗങ്ങൾ വെക്കണം. 10, 20 ആളുകളെ തൊട്ടയൽപ്പക്കത്ത് നിന്ന് വിളിച്ചു വരുത്തി ഉത്ബോധനങ്ങൾ നടത്തണം. ഫദക്കിർ ഇന്ന ഫഅതിദിക്റാതൻ ഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഈ ഉപദേശം കഅന്നഹും ഹമറുൽ മുസ്തൻഫിറ ഫറത് മിൻ കസ്ഫറ ബൽ യുരീദു കുല്ലു ഇംറിഹിം മിൻഹും അൻ യുതാ സൂഫൻ മുനശ്ശറ കല്ലാ ബൽ ലാ യഖാഫൂന അൽ-ആഖിറ. സൂറത്ത് മുദ്ദസ്സിറിലാണ് അവസാന ഭാഗം, 74-ാം അധ്യായം. അതായത് സിംഹം അങ്ങനെ ഓടി മാനം പിടിക്കുമ്പോൾ വിരളി പിടിച്ചോടുന്ന പോലെ, കഴുത വിരളി പിടിച്ചോടുന്ന പോലെ ഉപദേശത്ത് നോടുന്ന ആളുകളുണ്ട്. അവരൊന്നും ഇതിന് വിളിച്ചാൽ കിട്ടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അരീക്കോടും പരിസരത്തും നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഫുട്ബോളിൻ്റെ അവിടെയുള്ള യുവാക്കൾ എത്രയാണ്. ഒരു സിനിമാ നടി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ യുവാക്കൾ? തുണി എടുക്കാത്ത ഉദ്ഘാടകി. പണ്ട് ഉദ്ഘാടകന്മാരായിരുന്നു പക്കതുള്ളവർ. ഇന്ന് പെണ്ണുങ്ങളെ പറ്റും എല്ലാവർക്കും. എൻ്റെ കാരണം കച്ചവട. തുണി എടുക്കാത്ത പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ തുണികൾ ഉടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടില്ലേന്ന് വെച്ചല്ല. അതിൻ്റെ പിന്നിൽ എന്തെല്ലാം ജ്വരമാണ്. ഒരു നടൻ മരിച്ചു, അതിൻ്റെ പിന്നാലെ രാവും പകലും ചർച്ച. ഇതിൽ ആരൊക്കെ വന്ന്, ആര് വന്നില്ല, ഏതൊരു നടൻ വന്നില്ല, ഓൻ്റെ ഇറച്ചി നിന്ന 2 ദിവസമായിട്ട് മരിച്ച ഇതിലും. ഇപ്പം ഞാനൊരു പ്രബോധകനാണ്. ഏതെങ്കിലും തിരുവനന്തപുരത്ത് ഒരു പ്രബോധകൻ മരിച്ചാൽ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിലോ, ഇനി ഞാൻ വന്നു ക്യാമറ പതിഞ്ഞില്ലെങ്കിലോ, ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ അപ്പോൾ ക്യാമറക്കാരില്ലെങ്കിലോ, ഇതൊക്കെ വരാം. ഒന്നുമില്ല, നമ്മുടെ ടൈം ഉണ്ടല്ലോ. ഞങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ സമയം ഒരു ദിവസം നമുക്ക് പ്ലാന് വേണം. ഇന്ന് ഇത്ര സമയം എക്സസൈസ്, ഇത്ര സമയം ആരോഗ്യം ഉണ്ടാകും, ഇത്ര സമയം ഡ്രൈവിങ്, ഇത്ര സമയം പ്രബോധനം, ഇത്ര സമയം നോട്ട് ചെയ്തൽ. ഓരോന്നിനും ഓരോ ടൈം. ഭക്ഷണം ഇത്രേ കഴിക്കൂ, വിശക്കുമ്പോൾ കഴിക്കേണ്ടത്, അല്ലാതെ ടൈം ടു ടൈം അല്ല. 8 മണി, പിന്നെ 11 മണി, പിന്നെ ഉച്ചക്ക് 1 മണി, പിന്നെ വൈകുന്നേരം 4 മണി, അങ്ങനെയല്ല. അങ്ങനെയൊന്നും ആരും നിശ്ചയിച്ചിട്ടില്ല. വിശക്കുമ്പോൾ കഴിക്കുക, അല്പം വിശപ്പ് അവശേഷിപ്പിക്കുക, അനാവശ്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പാനീയങ്ങൾ ആവശ്യമില്ലാത്ത കുടിക്കാതിരിക്കുക, ശരീരത്തെ എപ്പോഴും ശ്രദ്ധിക്കുക, പല്ലിനെ നന്നായി ലൗലാ നശുഖ ലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി മഅ കുല്ലി സ്വലാ മഅ കുല്ലി വുളൂഇൻ എന്നൊക്കെ പറഞ്ഞു. പല്ല് തേക്ക് നല്ല നിലക്ക്. ഈ കാലിഫോർണിയയിൽ നടന്ന പഠന റിപ്പോർട്ട് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ കാണാം. കാലിഫോർണിയയിൽ പറയണം അറ്റാക്കിന് പല കാരണമുണ്ട്. അതിലൊന്നും പല്ല് മര്യാദയ്ക്ക് തേക്കായിട്ടാണ്. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നുക, എപ്പോഴും വലിച്ച് തിന്നുക, എന്നിട്ട് പല്ലൊന്നും തേക്കാതെ. മാത്രമല്ല ഈ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ആവിടാൻ തുടങ്ങും, ഉറക്ക് വരും. എന്നിട്ട് നേരെ വന്ന് ഷൂ പോലും അയക്കാതെ ഒരൊറ്റ കിടത്താ ബെഡിലേക്ക് പല്ലും തേച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. മാറണ്ടേ? ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ച വാചക, നിങ്ങൾ സ്വയം മാറ്റത്തിന് തയ്യാറായിട്ടില്ലേ, അള്ളാഹ് മാറ്റൂല. സൂറത്ത് റഅദ് 11-ാമത്തെ വചനം, 13-ാമത്തെ അധ്യായം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന. 3-ാം അധ്യായം 185. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. അതിനു മുമ്പ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. യുക്തിവാദിയും ഫ്രീ തിങ്കേഴ്സും മറ്റേതും മറിച്ചതും ഒക്കെ കണ്ട് അതിലാരും പെട്ടുപോകരുത്. ജബ്ബാറിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിയാഖത്തിൻ്റെയോ പറഞ്ഞ ചെങ്ങായി ആരിഫിൻ്റെയോ വൃത്തികേടുകൾ കണ്ട് അതിലൊന്നും അഭിരമിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ പെൺകുട്ടിക്ക് ഉണ്ടാകരുത്. മദ്രസ പഠിച്ചിരുന്നു ഞാൻ 6 കൊല്ലം. എന്തോ അത് ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നു. ഒക്കെ ദേഷ്യം വരും. കാരണം മദ്രസയിലോട് പഠിച്ചപ്പോൾ മൂത്രമൊഴിച്ചാൽ കഴുകണം എന്ന് പറഞ്ഞു. ഓളിപ്പോൾ ചെയ്യലില്ല. കാഷ്ടിച്ചാൽ കഴുകണം എന്ന് പറഞ്ഞു. ഓക്കിപ്പോൾ വലിയ വെറുപ്പാ. അതിനൊന്നും നേരല്ലോ. ഓക്ക് പല്ല കൂടെ നടക്കണം നമ്മൾ പിന്നെ പറയുന്നത്. ഒരുപാട് ആളെ കൂടെ പോകണം. എനിക്ക് കുളിക്കാനും പല്ലേക്കാനും ഒന്നും നേരല്ല. അല്ലെങ്കിൽ ഒന്ന് ഞാൻ വെറുതെ പറയല്ലോ, ഒരു വാചകം പറഞ്ഞു നിൽക്കുക. നിങ്ങൾ ഈ സ്ത്രീകളും നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ പ്രേമിക്കുന്ന ചെക്കന്മാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു തന്നെ, പെൺകുട്ടിക്ക് ആൺകുട്ടികളും നന്നാകണം, പെണ്ണും നന്നാണോ. ഇന്ന് നല്ല സുന്ദരിയായ പെണ്ണായിരിക്കും. ഓളെ കൂടെയുള്ള ചെക്കൻ ജീവിതത്തിലും പല്ല് വെച്ചിട്ടുണ്ടാവില്ല. 300 കീറുള്ള ടീഷർട്ട് ഇട്ടുണ്ടാവും. പിന്നെയോ മുടിയൊക്കെ എത്ര ഉണ്ടാവും.
25 നിൽക്കും എൻ്റെ മുടിയിൽ കുടയിട്ട് മഴ പെയ്യുമ്പോൾ ഓനെ പിടിച്ചാൽ മതി, ഞാൻ ചോട്ടിൽ നിൽക്കുക. ഓൻ കുടിച്ച് എനിക്ക് ഇങ്ങനെയും കൂടെ തോന്നാറുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ചോദിക്കട്ടെ ഈ പല്ലേക്കോ? പല്ലേക്കും. എന്നാൽ എന്നെ പ്രേമിക്കാൻ പറ്റില്ല. പല്ലൊക്കെ തേക്കൽ പണ്ട് കാലമായിരുന്നു. ഇത് ന്യൂജനടാ, തേക്കരുത് എന്നുള്ളടത്താണ് നമ്മളെ കൗമുള്ളത്. സത്യം. നിങ്ങളെ പെൺകുട്ടികൾ നിങ്ങളെടുത്തുനിന്ന് പർദ്ദയൊക്കെ ഇട്ട് ഇവിടുന്നാട് പോകും. ഇവിടുന്നാട് ചെന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഓൾ കയറണം എങ്ങനെ അറിയങ്ങൾ? നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഓൾ കയറണം എങ്ങനെ അറിയങ്ങൾ? ട്രെയിനിലേക്കട് കയറി ഓൾ ടോയ്ലറ്റ് കയറിയിട്ട് അതൊക്കെ അയച്ചിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങും ടീഷർട്ടും ജീൻസ് ഇട്ടിട്ട്. ആരെ? മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ മോള്, മൗലവീൻ്റെ മോള്. ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ സ്കൂളും കോളേജിലും പറഞ്ഞേക്കില്ല നമ്മുടെ മക്കളെ. കാരണം എന്താ? അവിടെ പോയാൽ ഏറ്റവും കൂടുതൽ കേടുവരുത്തുന്ന സ്ഥാപനമായിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനം നിലക്കുന്നത്. അവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കുക. എന്നാൽ സ്വന്തം വീട്ടിൽ നടപ്പാക്കുക ആയില്ല. ഇത് പ്രസംഗിച്ചെടുക്കുന്ന ടീച്ചർ സാരി തന്നെ അവിടുത്തെ. മുപ്പത്തിക്ക് ഒരു ടീഷർട്ട് ഇട്ടൂടെ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ ടൈറ്റ് ജീൻസ് ഇട്ടാൽ അതിനെന്താ 35 കീറലുണ്ടായാൽ? കുട്ടിയൊക്കെ അതൊക്കെ ഉണ്ടാവണം. 30 പറയും. 30ക്ക് ഉണ്ടായി കാണിച്ചു കൊടുത്താൽ പോരെ? വരുമ്പോൾ 35 കീറുള്ള പാൻറ് ഇട്ട് മുഖ്യമന്ത്രി ഇറങ്ങുക. അപ്പോൾ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തെടുത്ത കാണാൻ നല്ല ചേലി അറിഞ്ഞില്ലേ? മാപ്പിള കുട്ടികളെ കേടെടുത്താനുള്ള പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഫോക്കസ് ചെയ്തിട്ട പരിപാടി. ഫ്രീ തിങ്കേഴ്സ് ക്യാൻവാസ് ചെയ്യുന്നു. ഇവിടുത്തെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മളെ കേടെടുത്താൻ. അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചോളി. ഇന്നത്തെ പ്രസംഗം കേട്ടിട്ട് നേരം വെളുക്കണില്ലെങ്കിൽ കഷ്ടം എന്നല്ലാതെ വേറൊന്നും എനിക്കത് പറയാനില്ല. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നത്, റബ്ബിനെ പേടിക്കുക, ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങുക, ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിക്കുക, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഹറാമിൽ നിന്ന് രക്ഷപ്പെടുക, എല്ലാ കല്യാണ ദൂർത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക, കല്യാണപ്പുരയെ കാണിക്കുന്ന സകല തോന്നിയാസത്തിൽ നിന്ന് രക്ഷപ്പെടുക. പെൺകുട്ടികളെ നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുണ്ടും നിങ്ങളുടെ മുഖവും ചായം തേക്കുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുക. മറ്റുള്ളവർ കാണാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങാതിരിക്കുക. നിങ്ങൾ പാദസരം കിളിക്കാതിരിക്കുക. നിങ്ങളുടെ ആഖിറത്തിന് നിങ്ങൾക്കതാ നല്ലത്. നിങ്ങളെയാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. ഏറ്റവും അടക്കവും ഒതുക്കവുമുള്ള നിങ്ങളെയാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. അതിനനുസരിച്ച് ജീവിക്കുക. പൊന്നുമക്കളെ, യുവാക്കളെ, വെറുതെ കണ്ടവനെ അനുകരിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം മുത്തുനബിയെ മാതൃകയാക്കി ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, പാവപ്പെട്ട രോഗികൾക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കുക, ഏതെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ കൊതുകടി ഏൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു കമ്പിളി പുതപ്പ് കൊടുക്കുക, ആർക്കെങ്കിലും വീടില്ലെങ്കിൽ അവർ വീട് വെച്ചു കൊടുക്കുക, ജലപ്രളയം വന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിൽ മുസ്ലിങ്ങളാ മുന്നിൽ. അതിലൊന്നും ആർക്കും സംശയമില്ല. ഒറ്റ യുക്തിവാദിയെ നമ്മളാരും അവിടെ കാണാറില്ല. ഇല്ല, ഒരൊറ്റ യുക്തിവാദിയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കാണാറില്ല. യുക്തിവാദിയായ മൂരാച്ചിയാവും. അതുകൊണ്ട് ആ സാധനത്തിനൊന്നും വെറുതെ നെഞ്ചിലേറ്റി കൊണ്ടുനടക്കേണ്ട. മനുഷ്യനല്ലാതായി പോവും, പിന്നെ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാ അർത്ഥത്തിലും സജീവമാണ് നമ്മൾ. മാഷാ അല്ലാഹ്, ഈ ഒരു പോക്ക് നമ്മളിങ്ങനെ പോകണം. ഇതിൽ നിന്ന് പുറകോട്ട് വരുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. മണ്ഡലത്തിലും യൂണിറ്റിലും ജില്ലയിലും പുതിയ കമ്മിറ്റികൾ നിലവിൽ വരുന്നു. ഈ 28-ന് യൂത്തും വിദ്യാർത്ഥി സംഘടനയും പുതിയ സംഘടന അഥവാ പുതിയ ടീം നിലവിൽ വരുന്നു. അത് കഴിഞ്ഞാൽ 4-ാം തീയതി ജാനുവരി 4-ന് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്നു. ഒരുപാട് ബഹുമുഖങ്ങളായ പരിപാടികൾ നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കമ്മിറ്റി നിലവിൽ വരുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തും നമ്മൾ. ഇന്ത്യയിലെ കേരളത്തിലെ 3.5 കോടി മലയാളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന മലയാളികളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവത്ത് മുന്നോട്ട് പോകും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആകത്തുകതയേ ഉള്ളൂ. സ്വന്തം വീട്ടിലേക്ക് മടങ്ങി, വീട്ടിലെവിടെയാണ് ദീനില്ലാത്തത് അവിടെയൊക്കെ ദീനുണ്ടായി, നല്ല വൃത്തിയുള്ള വീട്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്, നല്ല ഭക്ഷണം, കുറഞ്ഞ ഭക്ഷണം, നല്ല നിലക്കുള്ള നീറ്റ്, നല്ല സുഗന്ധം പൂശി വൃത്തിയുള്ളവരായി കുളിച്ച് മനോഹരമായി ബെഡ്റൂമിൽ ചെന്ന്, ബെഡ്റൂമിലൊന്നും എത്തിയാൽ പിന്നെ ഫോൺ എടുക്കാതിരിക്കുക രണ്ടു കൂട്ടരും. ഭർത്താവും ഭാര്യയെ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന്, എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ, ഓഫീസിൽ നിന്ന് എന്തായിരുന്നു പുതുമുള്ളത് എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. സ്നേഹമാണ്. മറ്റതൊന്നും ചോദിക്കാൻ നേരില്ല. ഫോണിൽ ഇങ്ങനെ നോക്കി ഭർത്താവ് ഇങ്ങനെ കിടക്കും, ഓളിങ്ങനെ നോക്കൂ. പിന്നെ കാണാം കയ്യുമെന്ന് പിടുത്തം വിട്ട് ചുണ്ടിലേക്ക് ഒരൊറ്റ വീകൽ. എന്നൊരു ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ മറ്റവൻ അറിയുന്നത് എന്തേ ഉണ്ടായിരുന്നില്ല, വീണതാ, ഉറങ്ങി വീണതാ. ഇതൊക്കെ വീട്ടിൽ നടക്കുന്നതാണ്, നിഷേധിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നന്ന്, എല്ലാത്തിലും സൂക്ഷിക്കുക. റബ്ബ് നമ്മളെ കാണുന്നുണ്ടെന്നുള്ളത് മറന്നു പോകണ്ട. പടച്ചോൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.